ഹലോ ഞാന് പക്ഷെ എനിക്കൊന്നും കാണാൻ പറ്റില്ല. ഇത്തവണ നമുക്ക് ജയശങ്കർ നമസ്കാരം. 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 കേൾക്കാമോ? ഞാൻ ഒരാളെ കൂടെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ആണോ? ഒരു സജിൻ എന്ന് പറഞ്ഞൊരു പയ്യൻ, നമ്മളെ അവിടുത്തെ സ്റ്റാഫാണ്. സോളാറായിട്ട് എടുത്ത് താല്പര്യമുള്ളതാണ്. കേറിയിട്ടുണ്ടോ പുള്ളി? മീറ്റിംഗ് ഇതിന് കേറിയിട്ടുണ്ടോ? ക്ലാസ്സിൽ കേറിയാ? ക്ലാസ്സിൽ കയറും. ഇപ്പൊ അവൻ ഡ്യൂട്ടി നേരത്തെ ഇറങ്ങി. ആറ്റിങ്ങലാണ് വീട്. ഓ അത് ശരി. എന്നാലും കയറും, ഇപ്പൊ കയറും. ഓക്കെ ഓക്കെ. കണ്ണൻ സാർ, കണ്ണൻ സാറിന് കേൾക്കാവോ? കേൾക്കാം സാർ. ഇത് ജയശങ്കർ ആണ്, ശ്രീഗോകുലം മെഡിക്കൽ കോളേജിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് ജയശങ്കർ. രാവിലെ നമ്മൾ സംസാരിച്ചിരുന്നല്ലോ. അതെ തന്നെ അതെ തന്നെ. അവിടെ ഒരു പ്രോജക്റ്റ് ചെയ്തായിരുന്നല്ലേ? ഒരു 550 എന്നോട് പറഞ്ഞിരുന്നു. എങ്ങനെയുണ്ടോ? ഇല്ല, ഞാനിപ്പോ ഇങ്ങോട്ട് കടയിലേക്ക് വന്നതാ. കണ്ണൻ സാർ, ഓഡിയോ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട്. സെൽഫായിട്ടൊന്ന് അൺമ്യൂട്ട് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൗണ്ട്സ് അപ്പൊ നിങ്ങൾക്ക് തന്നെ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ ഞാനിവിടെ അൺമ്യൂട്ട് ഓൾ ആക്കുവാണെങ്കിൽ ആളെ കണ്ടെത്തി ചോദിക്കേണ്ടി വരും. സെൽഫായിട്ട് തന്നെ ഒന്ന് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏവരെയും സോളാർ സെഷനിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് മറ്റുള്ളവരൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്.
ഇത് ക്ലാസ്സിൽ പങ്കെടുക്കാത്ത ആളുകൾ വരെ നമ്മുടെ വീഡിയോകളൊക്കെ എടുത്തിട്ട് കണ്ടിട്ട് വളരെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അനേകർ വിളിച്ചു പറഞ്ഞു, അഭിനന്ദനങ്ങളൊക്കെ പറയുന്നു. സോളാർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വളരെ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. ശരിക്കും ഇതിങ്ങനെ ചെയ്യാനുള്ളൊരു കാരണം, ഞാനിത് സോളാർ പഠിച്ച സമയത്ത് എനിക്ക് ഡൗട്ട് ചോദിച്ച് എവിടെ നിന്ന് ആൻസർ കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു മറ്റുള്ള ആൾക്ക് ഒരു ട്രെയിനിങ് കിട്ടാനുള്ളൊരു കാര്യങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പോ ഈ ഒരു ക്ലാസ്സിന്റെ അതിന്റെ ക്രെഡിറ്റ് ഞാൻ അതിന്റെ ഫാക്കൽറ്റിക്ക് കൊടുക്കുകയാണ്. കാരണം കഴിഞ്ഞ ക്ലാസ്സുകളിലുടനീളം അവരെല്ലാം നന്നായി ചെയ്തു. അതിന്റെ ക്രെഡിറ്റ് ഫാക്കൽറ്റിക്കാണുള്ളത്. ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ഫാക്കൽറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അതിന് വന്ന ആളുകളെല്ലാം കുറഞ്ഞൊരു 5 വർഷം മിനിമം എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. അതുപോലെ 10-20 വർഷം ഇലക്ട്രോണിക്സിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരുന്നു. അവരൊന്നും യാതൊരു പ്രതിഫലവും വാങ്ങാതെയാണ് ക്ലാസ് നടത്തുന്നത്. അത് അവരുടെ ആത്മാർത്ഥതയും മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മനോഭാവമാണ് നമ്മൾ അതിൽ നിന്ന് കാണിക്കുന്നത്. അതുകൊണ്ട് അവരുടെ മാക്സിമം ഔട്ട്പുട്ട് കാര്യങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വ്യക്തമായും ലളിതമായും അവർ പറഞ്ഞു തരാനായിട്ട് നല്ല ശ്രമം നടത്തുന്നുണ്ട്. തീർച്ചയായും അതിന്റെ ഫാക്കൽറ്റിയെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇന്ന് നമുക്ക് ഉള്ള ഫാക്കൽറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ചാർജ് കൺട്രോൾ എന്നാണ് വിഷയം. കഴിഞ്ഞ ആഴ്ച നമ്മുടെ സോളാർ പാനലായിരുന്നു. ഓരോ ആഴ്ചയും നമ്മൾ ഓരോ വിഷയങ്ങളായിട്ടാണ് ചർച്ച ചെയ്യുന്നത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു വിഷയം തന്നെ ധാരാളം പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ചാർജ് കൺട്രോൾ മാത്രം നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. ഇതിൽ ക്ലാസ്സുകൾ നയിക്കുന്നത് ഒന്ന് മിസ്റ്റർ പ്രസീദ് ആണ്. ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. ഇത് പ്രസീദ് ഇരിങ്ങാലക്കുട യൂണിവേഴ്സൽ ഇലക്ട്രോണിക്സ് സ്ഥാപനം നടത്തുന്നു. ഒരു 23 വർഷത്തെ ഇലക്ട്രോണിക്സിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. 7 വർഷം സോളാർ മേഖലയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. പ്രസീദിന്റെ ചില പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്ക് ബാറ്ററിയുടെ ലൈഫ് കൂട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അത് അവരുടെ ചാർജ് കൺട്രോളിലും ഇൻവെർട്ടേഴ്സിലും ഒക്കെ അവരത് മാനേജ് ചെയ്തിട്ടുണ്ട്. അതിന് ഒരു പ്രത്യേകത എന്നോട് പറഞ്ഞത്, ബാറ്ററിക്കുള്ള കറണ്ട് ലിമിറ്റ് കറണ്ട് ലിമിറ്റ് ചെയ്യുന്ന മുഖാന്തരം ബാറ്ററിയുടെ ലൈഫ് കൂട്ടാൻ കഴിയുന്നു. അവരുടെ ആ ഇൻവെർട്ടറിന്റെ പ്രത്യേകത അതൊരു സ്പെഷ്യാലിറ്റി ആണ്. അതുപോലെ തന്നെ ബാറ്ററി സെക്ഷനും ചാർജിങ് സെക്ഷനും ഇൻവെർട്ടർ അതിനെക്കുറിച്ചൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. സ്വന്തമായിട്ട് തന്നെ R&D ചെയ്യുന്നു. അവരുടെ തന്നെ പ്രോഡക്റ്റ് ആണ് അവർ ചെയ്യുന്നത്. MPPT PWM ചാർജ് കൺട്രോൾസ് അവർ സ്വന്തമായി നിർമ്മിക്കുന്നുണ്ട്. മറ്റൊന്ന് സെബിൻ ആണ്. സെബിൻ അവിടെ ഹലോ സെബിൻ കല്ലൂർ ഇലക്ട്രോണിക്സിലെ R&D സെക്ഷനിൽ വർക്ക് ചെയ്യുന്നു. 9 വർഷമായിട്ട് ഇലക്ട്രോണിക്സുമായിട്ട് അതിലെ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ അങ്ങനെ എല്ലാ മേഖലയിലും നല്ല എക്സ്പീരിയൻസുകളാണ്. 4 വർഷമായിട്ട് R&Dയിൽ വർക്ക് ചെയ്യുന്നു. ഈ സ്ട്രീറ്റ് ലൈറ്റും അതുപോലുള്ള ലൈറ്റിന്റെ ഫുൾ ചെയ്യുന്നത്, അതായത് അതിന്റെ ക്യാബിൻ തൊട്ട് ഇലക്ട്രോണിക്സ് പാർട്ട് LED എല്ലാം സെറ്റ് ചെയ്യുന്നതും അതിന്റെ പ്രോഗ്രാമിങ്ങും എല്ലാം സെറ്റിൽ തന്നെയാണ് അത് ചെയ്യുന്നത്. അതൊരു പ്രത്യേകതയാണ്. പിന്നെ ചീപ്പ് റേറ്റിൽ എങ്ങനെ MPPT ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള സർക്യൂട്ടും കാര്യങ്ങളൊക്കെ സെബിന് നന്നായിട്ട് അറിയാം. ഞാൻ സെബിനെയും ഇതിലേക്ക് സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനിയുള്ളത് രഞ്ജിത്ത് ആണ്. രഞ്ജിത്ത് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാമോ? രഞ്ജിത്തിന് എനിക്കൊന്ന് കാണാൻ പറ്റില്ല. ഓക്കെ. രഞ്ജിത്ത് 12 വർഷമായിട്ട് എക്സെഡ് ബാറ്ററിയുടെ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ബാറ്ററി സംബന്ധിച്ചും ചാർജറിനെ സംബന്ധിച്ചും നല്ലൊരു ഗ്രാഹ്യം രഞ്ജിത്തിനുണ്ട്. തീർച്ചയായും അത് നമുക്ക് വളരെയധികം പ്രയോജനപ്പെടുത്താം. മറ്റൊന്ന് നമുക്ക് സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഫാക്കൽറ്റികളാണ്. ഒന്ന് അരുൺ ഇലക്ട്രിക് ഇതിലെ പവർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്യുക, അതുപോലെ തന്നെ പാനലും മറ്റു കാര്യങ്ങളൊക്കെ സെയിൽസ് ആൻഡ് സർവീസ് അവർ നടത്തുന്നു. അവരെ നമുക്കറിയാം, അരുണിനെ അറിയാം. ബെന്നി റീക്കോ, ബെന്നിനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ബെന്നി ഓക്കെ. ബെന്നിയും ഈ പല മെത്തേഡുകൾ
ഇലക്ട്രോണിക്സിലും സോളാറിലും ഒക്കെയുള്ള പല മെത്തേഡുകൾ ടെസ്റ്റ് ചെയ്ത് സ്വന്തമായിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുന്നതാണ്. TV തൊട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് സോളാർ മേഖലയ്ക്ക് വളരെയധികം പ്രയോജനമാണ്. ബെന്നിയൊക്കെ നമുക്ക് ബെന്നിൽ നിന്ന് കൂടുതൽ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ സാധിക്കും. രാഹുൽ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് രാഹുലിനെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോണ വിഷയങ്ങള് എന്താണ് ചാർജ് കൺട്രോൾ, MPPTയും PWM തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്, അതിന്റെ വർക്ക് ഫംഗ്ഷൻ എങ്ങനെയാണ്, ഒരു ബാറ്ററി ഹീറ്റ് ആകുന്നതും ഓവർഫ്ലോ ആകുന്നതും ചാർജറിന്റെ അതിനുള്ള പ്രത്യേകത എന്താണ്, ചാർജറുമായിട്ടുള്ള ഇത്. ഇനി ഫ്ലോട്ട് ചാർജ്, മെയിൻ ചാർജ്, ബൂസ്റ്റ് ചാർജ്, ഈക്വലൈസേഷൻ ഇവയൊക്കെ എന്താണെന്ന് നമ്മൾ പരിചിന്തിക്കും. പിന്നെ അതിന്റെ സ്കാനിങ്, ചാർജ് കൺട്രോളിന്റെ. ഇനി പഴയ ബാറ്ററി കൂടെ പുതിയ ബാറ്ററി വെക്കുമ്പോൾ ചാർജറിന് ഉണ്ടാകുന്ന എഫക്റ്റ് എന്തൊക്കെയാണ്. ഇനിയും എല്ലാ ബാറ്ററിയും എല്ലാ ഇൻവെർട്ടറിനും സ്യൂട്ട് ആകുമോ, അതിന്റെ ചാർജറിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ. ഒരു ചാർജ് കൺട്രോളിൽ അത് ഏതാണ് ഡിസൈഡ് ചെയ്യുന്നത്, ഒരു സോളാർ സിസ്റ്റത്തിന് MPPT ആണോ PWM ആണോ അത് ഡിസൈഡ് ചെയ്യുന്നതിന്റെ എങ്ങനെയാണെന്ന് നമ്മൾ ഉണ്ട്. ഇനിയും മൈക്രോ പ്രോസസ് കൺട്രോൾ യൂസിങ്ങിന്റെ അതിന്റെ മെത്തേഡ്സ് നമ്മൾ ഇന്ന് നോക്കും. നോർമൽ ഇൻവെർട്ടറിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഏത് ചാർജറാണ് മെത്തേഡ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്റ്റുഡൻസിന്റെ ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത്. നമുക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ അൺവാണ്ടഡ് സൗണ്ട് നമുക്ക് വരും. എന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളപ്പം അതങ്ങനെ ഒന്ന് ചോദിക്കുക. ഇനിയും നെറ്റ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീഡിയോ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ കിട്ടും. ഇപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്താണ് ചാർജ് കൺട്രോളർ, അതിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്, അതിന്റെ പ്രവർത്തന രീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് പ്രസീദ് സാറിൽ നിന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഹലോ, കേൾക്കാം, പറഞ്ഞു. ഓക്കെ. നമ്മുടെ നിലവിൽ സോളാർ ഫീൽഡിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 2 ടൈപ്പ് ചാർജ് കൺട്രോളേഴ്സ് ആണ്. ഒന്ന് PWM ആണ്, ഒന്ന് MPPT ആണ്. എന്താണ് PWM ചാർജ് കൺട്രോളർ? ഒരു PWM ചാർജ് കൺട്രോളർ എന്ന് പറഞ്ഞാൽ നമുക്ക് സോളാറിൽ നിന്ന് കിട്ടുന്ന എനർജിയെ ജസ്റ്റ് ബാറ്ററിയിലേക്ക് കൊടുക്കാൻ വേണ്ടി, ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ്. അത്രയേ ഉള്ളൂ ഒരു PWM ചാർജ് കൺട്രോളർ. അതിലൊരു വോൾട്ടേജ് ലിമിറ്റിംഗ് ഫെസിലിറ്റി ഉണ്ടാവും, ബാറ്ററി പ്രൊട്ടക്ഷനുള്ള എല്ലാ ഫെസിലിറ്റിയും അതിലുണ്ടാവും. പക്ഷേ ഒരു MPPT ചാർജ് കൺട്രോളർ എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെൻറ്റ്. അതായത് PWM ചാർജ് കൺട്രോളറിന് യാതൊരുവിധ എഫിഷ്യൻസിയും നമുക്ക് ഔട്ട്പുട്ടിൽ ലഭ്യമല്ല. പാനലിന് കിട്ടുന്ന ഏകദേശം നിയറസ്റ്റ് വാല്യൂ തന്നെയായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് ലഭ്യമാകുന്നത്. പക്ഷേ ഒരു MPPT ചാർജ് കൺട്രോളർ വെച്ചാൽ അതിൻ്റെ ഔട്ട്പുട്ട് എഫിഷ്യൻസി വൈസ് വളരെ കൂടുതലായിരിക്കും. കാരണം അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ അലോഗരിതം, അതായത് MPPT മാക്സിമം പവർ പോയിന്റ് ട്രാക്കിംഗ് എന്ന് പറയുന്ന ഒരു അലോഗരിതം ഉപയോഗിച്ചിട്ടാണ് MPPT വർക്ക് ചെയ്യുന്നത്. ഹലോ ഹലോ കണ്ണൻ സാർ, ഓഡിയോ മ്യൂട്ടാന്ന് തോന്നുന്നു. മ്യൂട്ട് പ്രസീദ് സാർ, അത് മ്യൂട്ടാണ്, ഒന്ന് അൺമ്യൂട്ട് ചെയ്യുമോ? കേൾക്കാവോ? ഓക്കെ അല്ലേ? ഓക്കെ. ഒരു നോർമലി PWM ചാർജർ എന്ന് പറയുന്നത് നമുക്ക് പാനൽ ടു ഒരു ബാറ്ററി അല്ലെങ്കിൽ എനി അതർ സോഴ്സ് അത് തമ്മിൽ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ചെറിയ ഡിവൈസ്. അതായത് ഓൾമോസ്റ്റ് കോസ്റ്റ് വൈസ് കമ്പാരിറ്റീവ്ലി ഏറ്റവും കുറഞ്ഞ ഒരു മെത്തേഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ബാറ്ററി ഫുൾ ചാർജിങ് ഓപ്ഷൻസ് എല്ലാം ഇൻബിൽട്ട് ആയിരിക്കും അതിലുപയോഗിക്കുന്നത്. ആ സമയം ഒരു MPPT ആണെങ്കിൽ മെത്തേഡ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. കോസ്റ്റ് വൈസ് ഇറ്റ് ഈസ് ഹൈ കമ്പയർഡ് ടു PWM ചാർജർ. ബിക്കോസ് അതിൽ ഉപയോഗിക്കുന്ന ബക്ക് കൺവേഴ്സ് മെത്തേഡുകളാണ്. ടോട്ടലി 2 തരം കൺവേർട്ടറുകളാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ബക്ക്, ഒന്നെങ്കിൽ ബൂസ്റ്റ്. അത് ഡിപ്പെൻഡിങ് അപ്പോൺ ആരാണ് ഡിസൈൻ ചെയ്യുന്നത് അവരെ ആശ്രയിച്ചിരിക്കും. അവരാണ് അത് തീരുമാനിക്കുക എനിക്ക് ബക്ക് ഡിസൈൻ വേണോ ഓർ ബൂസ്റ്റ് ഡിസൈൻ വേണോ. മോസ്റ്റ്ലി ഇന്ന് മാർക്കറ്റിൽ നമുക്ക് എല്ലാം അവൈലബിൾ വരുന്നത് ബക്കാണ്. കാരണം എഫിഷ്യൻസി വൈസ് ബക്കിന് വളരെ കൂടുതലാണ്. പിന്നെ നമുക്ക് PWM ഉപയോഗിക്കുന്നു
കിട്ടുന്ന എന്താണ് വരുന്നത് മോസ്റ്റ്ലി നിയറസ്റ്റ് തന്നെയായിരിക്കും അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. വരുമ്പോൾ പെട്ടെന്ന് ഔട്ട്പുട്ടിനെ എഫക്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ PWM ചാർജറിൽ ഓൾറെഡി അതിന്റെ ഫുൾ ചാർജ് ഫെസിലിറ്റീസും ഫ്ലോട്ട് ചാർജിങ് മെത്തേഡ് എല്ലാം ഉണ്ടായിരിക്കും. പക്ഷെ ഇതിലും അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് വന്നിരിക്കുന്ന മെത്തേഡാണ് MPPT. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ വൈഡ് ഇൻപുട്ട് നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താ, ചെറിയൊരു ഡിം ലൈറ്റ് വന്നാലും അത് അതിന്റെ ഔട്ട്പുട്ടിനെ എഫക്ട് ചെയ്യില്ല. പിന്നെ ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്ന എഫിഷ്യൻസിയാണ്. നമ്മളിപ്പോൾ ഒരു നോർമലി PWM ഒരു സിംഗിൾ പാനൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി ഒരു 4 ആംപിയർ ഇൻപുട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. നമുക്ക് അത് സെയിം തന്നെയായിരിക്കും, അല്ലെങ്കിൽ നിയറസ്റ്റ് ആയിരിക്കും അതിന്റെ വാല്യൂ ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. ആ സമയം ഒരു MPPT ആണെങ്കിൽ, ഹലോ സാറേ, സാറിന്റെ വീഡിയോ വേണം ഒന്ന് കട്ട് ചെയ്തോളൂ, അന്നേരം സൗണ്ട് കുറച്ചുകൂടെ ക്ലിയർ ആവുന്നുള്ളൂ. വീഡിയോ കട്ട് ചെയ്യണോ? ഒരു മിനിറ്റ്. ബ്രേക്ക്, വോയിസ് ബ്രേക്കിംഗ് ആണോ? അതെ, വോയിസ് ബ്രേക്കിംഗ് ആണ്. ഹലോ, കേൾക്കാവോ? പറഞ്ഞോളൂ ഇപ്പം. ഹലോ, റേഞ്ച് എഫിഷ്യൻസി ഹലോ, സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട് സാർ. റേഞ്ചിന് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു അവിടെ. വേറെ ഇല്ല, ജിയോ ആണല്ലോ. ഹലോ, പൊസിഷൻ വല്ലതും മാറാൻ പറ്റുമോ? ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ, കറക്റ്റ് ആണോ? ഇപ്പൊ കുഴപ്പമില്ല. കിട്ടാമോ? കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്, പറഞ്ഞോളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് നോർമലി MPPTകളിൽ നമുക്ക് ഈ ബക്ക് കൺവെർട്ടർ ആണെങ്കിൽ, ബക്ക് കൺവെർട്ടർ ആണെങ്കിൽ നമുക്ക് വൈഡ് ഇൻപുട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഈ വൈഡ് ഇൻപുട്ട് കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ഷെയ്ഡ് വന്നാൽ പോലും നമുക്കത് ഔട്ട്പുട്ടിനെ എഫക്റ്റ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ആ സമയം നമ്മളൊരു PWM ചാർജർ ആണെങ്കിൽ ഇൻപുട്ട് കണക്ട് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ഷെയ്ഡ് വരുമ്പോഴേക്കും അത് നമ്മുടെ ഔട്ട്പുട്ടിനെ കാര്യമായിട്ട് ബാധിക്കും. അപ്പോൾ നമ്മൾ കിട്ടുന്ന ആംബിയർ അതിൽ കുറവ് വരും. അതുപോലെ തന്നെ നല്ലൊരു അഡ്വാൻറ്റേജ് നമുക്ക് MPPTയിൽ വരുന്നത് എന്താ വെച്ചാൽ മോസ്റ്റ്ലി നമുക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും സിസ്റ്റത്തിൽ ഓരോ ഫങ്ഷൻസ് ആഡ് ചെയ്തിട്ട് ഇപ്പൊ കറണ്ട് ഇപ്പൊ നമ്മൾ പുതുതായിട്ട് കൊണ്ടുവന്ന MPPTയിൽ നമ്മൾ ബാറ്ററിനെ സേഫ് ആക്കാനുള്ള മെത്തേഡ്സുകളും കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ബാറ്ററി ചാർജിങ്ങിൽ നോർമലി ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ഉള്ള MPPT നിങ്ങളൊരു 1 kW പാനൽ ഇൻപുട്ട് ചെയ്യുമ്പോൾ ഒരു 30 ആംപിയർ നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. MPPT ഔട്ട്പുട്ട് ഒരു ഡ്രെയിൻ ആയിരിക്കുന്ന ബാറ്ററിയിൽ ഈ 30 ആംപിയർ ഡയറക്ട്ലി ഫ്ലോ ചെയ്യും. അതിന് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ കറണ്ട് ലിമിറ്റ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടി ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ സപ്പോസ് ഒരു 40 AH ബാറ്ററിയാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ ആ കണക്ട് ചെയ്യുന്ന ബാറ്ററിക്ക് ആവശ്യമായ AH നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങളുടെ സിസ്റ്റത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിലും ബാറ്ററിയെ നിങ്ങൾക്ക് സേഫ് ആക്കി നിർത്താൻ പറ്റും. അതിന് നിങ്ങളുടെ പ്രോഗ്രാമിലോ ആരാണോ ഡിസൈൻ ചെയ്യുന്നത് അവരെ ആശ്രയിച്ചുകൊണ്ട് അത് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്നോളജിയിലും ഇതേ അപ്ഗ്രഡേഷൻ കൊണ്ടുവരാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ MPPTയിൽ പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, മോസ്റ്റ്ലി ഒരുവിധം കസ്റ്റമേഴ്സും ഇത് യൂസ് ചെയ്യാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രൈസാണ്. എല്ലാവരും സിസ്റ്റത്തിന്റെ പുറകെ പോകുന്ന പ്രൈസിനെ മാത്രം ആശ്രയിച്ചിട്ടാണ്. ഇത് PWM ആണോ MPPT ആണോ എന്ന് ആരും ചിന്തിക്കാറില്ല. PWM വെക്കുന്നതുകൊണ്ട് ദോഷങ്ങളൊന്നുമില്ല. ദോഷവശങ്ങൾ വരുന്നത് എവിടെയാന്ന് വെച്ചാൽ നമുക്കൊരു ചെറിയ ഷെയ്ഡ് വരുമ്പോഴേക്കും ഔട്ട്പുട്ട് കുറയുമ്പോൾ ബാറ്ററി പ്രോപ്പർ ചാർജിങ്ങിലേക്ക് എത്താത്ത ഒരു സിറ്റുവേഷൻ വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് കസ്റ്റമറായിട്ട് ഒരു ഇഷ്യൂലേക്ക് വരും. കാരണം അവർക്ക് പ്രോപ്പർ ഗ്രാവിറ്റി ഉണ്ടാവില്ല, ബാക്കപ്പ് കിട്ടില്ല, അങ്ങനത്തെ ഇഷ്യൂസ് വരാറുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഒരു 50% ഒഴിവാക്കാൻ MPPT പോലുള്ള സംവിധാനങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ബെറ്റർ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നിരുന്നത്, നമ്മൾ ഈ ചാർജർ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ PWM ആയിക്കോട്ടെ MPPT ആയിക്കോട്ടെ അവരെ വന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ബാറ്ററി ബ്ലാസ്റ്റിംഗ് ആണോ? അതെ, ബാറ്ററി ബ്ലാസ്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് ആ കക്ഷി അയച്ചിരുന്നു. അതിൽ ഞാൻ കണ്ടത് മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ ഇവിടെയുള്ള ഒരുവിധം മെഷീൻസിലും പലരും സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആ സിസ്റ്റത്തിലെ അല്ലെങ്കിൽ സിസ്റ്റം ഔട്ട്പുട്ടിലെ വോൾട്ടേജുകളോ ഡിസ്പ്ലേയിൽ കാണിക്കുന്ന പാരാമീറ്റർ വോൾട്ടേജുകൾ തമ്മിൽ ഈക്വൽ ആണോ എന്നൊരു ചെക്കിംഗ് നടത്തുന്നത്
കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ബാറ്ററിയിൽ കിട്ടുന്ന വോൾട്ടേജ് ഡിസ്പ്ലേയിൽ കാണിക്കുന്ന വോൾട്ടേജും ഡിഫറൻസ് പലരുടെയും സിസ്റ്റങ്ങളിൽ കാണാറുണ്ട്. മോസ്റ്റ്ലി ഒരു 2 വോൾട്ട് 1.5 വോൾട്ട് വരെ ഡിഫറൻസ് വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ ബാറ്ററിയിൽ ഒരു 12 വോൾട്ട് ആണെന്ന് വിചാരിക്കാം, നിങ്ങളുടെ സിസ്റ്റം ഡിസ്പ്ലേയിൽ കാണിക്കുന്നത് ഒരു 11.5 വോൾട്ട് ആണെന്ന് വിചാരിക്കാം. ഏകദേശം ഒരു 1/2 വോൾട്ട് അല്ലെങ്കിൽ 1 വോൾട്ടിന്റെ ഡിഫറൻസിന്റെ അടുത്ത് വരുമ്പോൾ ചാർജിങ്ങിലും അതേ ഡിഫറൻസ് വരും. അങ്ങനെ വരുമ്പോൾ ബാറ്ററിയുടെ പ്രോപ്പർ ഷട്ട് ഡൗണിലേക്ക് എത്താത്ത ഒരു സ്ഥിതി ഇതിനുണ്ടാവും. കട്ട് ഓഫുകൾ തമ്മിൽ ഡിഫറൻസുകൾ വരും, ബാറ്ററി ഹീറ്റ് ആവും. ഇതിലൊക്കെ നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മളെ പോലുള്ള ചെറുകിട ആൾക്കാർക്ക് ഒരു നല്ല ബിസിനസ് ഫീൽഡാണ് ഈ. പ്രസീദ് സാർ കണക്ട് ആകുന്നുണ്ടോ? ഓക്കെ, സാർ വരുമ്പോൾ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. സെബിൻ, നമുക്കിപ്പോൾ മാർക്കറ്റിലെ ചാർജ് കൺട്രോൾസ് എങ്ങനെയാണ്, അതിന്റെ അവൈലബിലിറ്റി എങ്ങനെയാണ് ചീപ്പായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത്, അതിനെ സംബന്ധിച്ച് എന്താണ് സെബിൻ? നോർമലി ഇപ്പം ഈ സോളാർ സൊല്യൂഷൻസ് ഒരുപാട് നമുക്ക് അവൈലബിൾ ഉണ്ട്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഓൾമോസ്റ്റ് 1 MPPT എൻ്റെ ഒരു ആവശ്യത്തിന് മാത്രമാണ് ഡിസൈൻ ചെയ്തിരുന്നത്. പക്ഷെ ഞാൻ കൂടുതലായിട്ടും ചെയ്യുന്നത് ഈ AC/DC കൺവേർഷൻ ഉള്ള ഇപ്പം പവർ സപ്ലൈ ഇപ്പം 220 വോൾട്ടിൽ നിന്ന് 50 വോൾട്ട് 1 ആംപിയർ 2 ആംപിയർ ആ റേഞ്ചിലുള്ള പവർ സപ്ലൈകളാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പൊ അത് സെയിം തരുന്ന സൊല്യൂഷൻ ഇപ്പം അങ്ങനെ ഒരുപാട് പേര് ഇന്ത്യയിൽ ഈ സൊല്യൂഷൻസ് എത്തിക്കുന്നുണ്ട്. ഇപ്പം ഓൺസെമി എന്ന് പറഞ്ഞ ബ്രാൻഡ്, ടെക്സാസ്, അങ്ങനെയുള്ളവർ ഇതിന്റെ മൈക്രോ കൺട്രോളേഴ്സ്, ഇതിന്റെ IC-കൾ നമുക്ക് അവൈലബിൾ ആണ്. അവർ തന്നെ ഇതിന്റെ ഡിസൈൻ സപ്പോർട്ടും നമുക്ക് തരും. അപ്പം ഈ പറഞ്ഞ ടെക്സാസിനുണ്ട്, ഓൺസെമിക്കുണ്ട്, ഇതുപോലെ പലർക്കും ഈ സൊല്യൂഷൻ ഇപ്പോൾ അവൈലബിൾ ആണ്. നമുക്കത് മേടിച്ചിട്ട് അവരുടെ സപ്പോർട്ടോടുകൂടി തന്നെ ഇത് ഡിസൈൻ ചെയ്യാൻ പറ്റും ഇന്ന്. പക്ഷേ ഡിസൈനിങ് കോസ്റ്റ് കുറച്ച് ഡിസൈനിങ് ടൈം എടുക്കും, ഡിസൈനിന് കുറച്ച് കോസ്റ്റും ഉണ്ട്. അപ്പം ഇതുപോലുള്ള ഇപ്പം നമുക്ക് ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും ഈ പറഞ്ഞ ആൾക്കാരെ എല്ലാം. കാരണം നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും ഇപ്പം 20 ആംപിയർ ഇത്ര വോൾട്ട് MPPT ഡിസൈൻ സെർച്ച് ചെയ്താൽ അത് ആരൊക്കെ അത് സജസ്റ്റ് ചെയ്യുന്നു, ആരൊക്കെയാണ് അത് അതിന്റെ സൊല്യൂഷൻസ് നമുക്ക് തരുന്നതെന്നുള്ളത് ക്ലിയർ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഹലോ, പ്രസീദ് സാർ വന്നിട്ടുണ്ട്, നമുക്കൊന്ന് സാറിനെ കാണാം. പ്രസീദ് സാർ കേൾക്കാമോ? ആ, കേൾക്കാം. കണ്ടിന്യൂ ചെയ്തോളൂ സാർ. ഹലോ, സെബിൻ, പ്രസീദ് സാർ ഒന്ന് കണ്ടിന്യൂ ചെയ്തോട്ടെ. അതൊന്ന് സാറിന്റെ പ്രസീദ് സാറിന്റെ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്തേക്കാം. കേൾക്കുന്നുണ്ടോ? ആ, കേൾക്കാം, പറഞ്ഞു. ഇതുവരെ ഞാൻ പറഞ്ഞതെല്ലാം കേട്ടിട്ടുണ്ടോ? കാരണം ഓഡിയോ അങ്ങോട്ട് കേട്ടോ എന്നൊരു സംശയം. ഒരു 2 മിനിറ്റ് കട്ടായി പോയി. സെബിൻ എന്നാ കണ്ടിന്യൂ ചെയ്തോളൂ. സെബിൻ. ഹലോ, ഞാനിപ്പോ ഈ ടെക്നിക്കൽ ലെവലിൽ സംസാരിക്കുന്നത് എത്ര പേർക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയുള്ളത് കുറച്ച് ഡൗട്ട് കാണും. കാരണം അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് നമുക്ക് ഡെവലപ്പ് ചെയ്യാനൊരു ടീം ഉള്ളവർക്ക് സത്യം പറഞ്ഞാൽ വൈഡ് ഓപ്ഷൻസ് ആണ് ഇപ്പം നിലവിലുള്ളത്. കാരണം ഒരുപാട് സൊല്യൂഷൻസ് അവൈലബിൾ ആണ്. ഈ പറഞ്ഞ ബക്ക് കൺവേർട്ടർ ആണെങ്കിലും ബൂസ്റ്റ് കൺവേർട്ടർ ആണെങ്കിലും പഴയ നമ്മുടെ DC കൺവേർട്ടറിനെ അപേക്ഷിച്ച് കമ്പൗണ്ട് ലെവൽ വളരെ കുറവാണ്. പിന്നെ ഇതിന്റെ ഓൾമോസ്റ്റ് ഡിസൈൻ സപ്പോർട്ട് നമുക്ക് അവർ തരും. അപ്പം ഇതിനകത്ത് ആ ഒരു രീതിയിലോട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ചീപ്പ് റേറ്റ് തന്നെ ഇത് ഇവിടെ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ ഇത് മാനുഫാക്ചർ ചെയ്യുന്നതിനോട് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഇതിന്റെ കമ്പൗണ്ട് വരുന്നത് ഡൽഹി സൈഡ്, ബോംബെ സൈഡ് അങ്ങനെയുള്ള സൈഡിൽ നിന്നായിരിക്കും നമുക്ക് കമ്പൗണ്ട് സപ്പോർട്ട് കൂടുതൽ കിട്ടുക.
അങ്ങനെ നമുക്ക് ഈ ചാർജ് കൺട്രോൾ എന്ന് പറഞ്ഞ ഇപ്പം വളരെ കുറച്ച് പേര് മാത്രമാണ് മാർക്കറ്റിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പ്രൈസും കൂടാൻ കാരണം അതാണ്. അപ്പം ചെയ്യുന്നവർ നല്ല പ്രോഫിറ്റ് എടുത്ത് ചെയ്യുന്നുണ്ട്. കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ പ്രൈസ് കുറയാനും, പിന്നെ ഇവിടെ തന്നെ ഡെവലപ്പിങ് കൂടുതൽ കഴിയുമ്പം ഇത് മാർക്കറ്റിൽ സുലഭമായിട്ട് ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ റേറ്റ് വളരെ ഡൗൺ ചെയ്യാൻ പറ്റും. ഇപ്പം LED മാർക്കറ്റ് എല്ലാവർക്കും അറിയാം. LED ലൈറ്റ് ഒരു കാലത്ത് ഭയങ്കര വിലയായിരുന്നു. ഇപ്പം വന്നു വളരെ ചീപ്പ് റേറ്റിലേക്ക് വന്നു. കാരണം കൂടുതൽ മാനുഫാക്ചേഴ്സ് വന്നു. ഇതിന്റെ ഡ്രൈവർ സൊല്യൂഷൻ ആണെങ്കിലും LED സൊല്യൂഷൻ ആണെങ്കിലും കൂടുതൽ പേര് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ വന്നു. അപ്പം സ്വാഭാവികമായിട്ടും ആൾക്കാർ കൂടുതൽ ഇപ്പം സോളാറിനും അന്നുണ്ടായിരുന്ന ഈ പറഞ്ഞ LED ഒരു 2014 എങ്ങനായിരുന്നു ആ ഒരു ടൈമിലേക്ക് സോളാർ എത്തിയിട്ടുണ്ട്. കാരണം ഈ MPPT സൊല്യൂഷന്, PWM സൊല്യൂഷന്, അങ്ങനെ തുടങ്ങി ഒരുപാട് സൊല്യൂഷന് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ ഇനി ഇതിന്റെ എല്ലാം IC മാനുഫാക്ചേഴ്സ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു കീ ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് സൊല്യൂഷനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ രീതിയിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ടീമുള്ളവർക്ക് ഇത് ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്യാൻ വളരെ ഈസിയാണ്. ഹലോ, കേൾക്കാമോ? പിന്നെ PWM MPPT കമ്പാരിസൺ എല്ലാം ഇപ്പം പ്രതീഷ് സാർ പറഞ്ഞു, ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞു. നോർമലി നമ്മൾ PWM-ൽ വർക്ക് ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു മോസ്ഫെറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ബാറ്ററിയിലേക്കുള്ളതും സപ്ലൈ കൊടുക്കുന്നതും. അതുപോലെ തന്നെ പാനലിൽ നിന്നുള്ളത് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുന്നത് മോസ്ഫെറ്റ് വഴിയാണ്. അപ്പം നമ്മൾ നോർമലി PWM ചെയ്യാറെന്ന് വെച്ചാൽ ഒരു മൈക്രോ കൺട്രോൾ ഉപയോഗിച്ചിട്ട് ഇതിന്റെ ഗേറ്റ് എന്ന് പറഞ്ഞ മോസ്ഫെറ്റിന്റെ ഒരു ഭാഗം, അതിന്റെ PWM എന്ന് പറഞ്ഞാൽ പൾസ് വിത്ത് മോഡുലേഷൻ ആണ്. നമ്മൾ ഇതിന്റെ വിത്ത് അഡ്ജസ്റ്റ് ചെയ്യും. ഇത്ര ടൈം ഓൺ ആയാൽ ഇത്ര വോൾട്ട് എന്നുള്ള ഒരു കാൽക്കുലേഷനിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഉദാഹരണം പറഞ്ഞാൽ 14.7 വോൾട്ടാണ് നമ്മുടെ ബാറ്ററിയുടെ ചാർജിങ് വേണ്ടതെങ്കിൽ പാനലിൽ നിന്ന് വരുന്നത് 18 വോൾട്ടാന്ന് വെക്കുക. നമ്മൾ ഈ മോസ്ഫെറ്റിന്റെ ഗേറ്റിന്റെ വിത്ത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള 4 വോൾട്ടേജിനെ കട്ട് ചെയ്ത് കളയും. അങ്ങനെയാണ് ഈ PWM വർക്ക് ചെയ്യുന്നത്. അതായത് നമുക്ക് 40.7 വോൾട്ട് മതി. ബാക്കി വരുന്ന എക്സസ് വോൾട്ടേജിനെ ഈ മോസ്ഫെറ്റിന്റെ ഗേറ്റ് നമ്മൾ മൈക്രോ കൺട്രോളിൽ നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കും. 14.7 കൂടും തോറും ഈ മോസ്ഫെറ്റിന്റെ ഓൺ ടൈം കുറഞ്ഞു വരണം. അതായത് നമ്മൾ ഒരു സ്വിച്ച് ഓൺ ആക്കുന്ന പോലെ തന്നെ അതിന്റെ കുറച്ച് ടൈം ഓൺ ആക്കും. അപ്പം സ്വാഭാവികമായിട്ട് ഈ 14.7 അങ്ങനെയാണ് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള 4 വോൾട്ട് നമുക്ക് വേസ്റ്റ് ആയി പോകും. കറണ്ട് ത്രൂ പാസ്സാവും. ഇപ്പം 14.7 വോൾട്ട് 5 ആംപിയർ ബാറ്ററിയിലേക്ക് പാസ്സാവുന്നു. ബാക്കിയുള്ള 4 വോൾട്ടേജിനെ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നു. അപ്പം നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം 14.7 വോൾട്ട് ഉദാഹരണമാണ് പറഞ്ഞത്. 14.7 വോൾട്ട് ഇൻറ്റു 5 ആംപിയർ വരുന്ന പവറും നമുക്ക് ആക്ച്വലി നമ്മുടെ പാനലിൽ നിന്ന് സത്യം പറഞ്ഞാൽ 17 വോൾട്ട് 5 ആംപിയർ വരുന്നുണ്ട്. ആ കിട്ടുന്ന പവറും തമ്മിൽ വ്യത്യാസം നമുക്ക് നോർമലി എടുക്കാം. അപ്പൊ അത്രയും ഒരു എഫിഷ്യൻസി കുറവുണ്ട് PWM-ന്. പക്ഷെ ഒരു ബിലോ 100 വാട്ട് അല്ലെങ്കിൽ 200 വാട്ട് ഇപ്പം സ്ട്രീറ്റ് ലൈറ്റ് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ MPPT ഉപയോഗിക്കുകയാണ്. വളരെ കോസ്റ്റ്ലി, ഈ പറഞ്ഞ പോലെ വളരെ കോസ്റ്റ് കൂടുതലായതുകൊണ്ട് നമുക്ക് PWM ഉപയോഗിക്കാം. കാരണം ചെറിയ ഈ പറഞ്ഞ ഒരു 10 വാട്ടിന്റെയോ 15 വാട്ടിന്റെ വേരിയേഷന് വേണ്ടി നമ്മൾ ഇത്രയും ഒരു കോസ്റ്റ് അതിൽ ചെയ്യുന്നതിൽ കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ചെറിയ വാട്ടേജിന് PWM ചൂസ് ചെയ്യുന്നത്. PWM-ൽ ഈ പറഞ്ഞ ഈ വോൾട്ടേജിനെ കട്ട് ചെയ്യാതിരിക്കാൻ വേറെ ജസ്റ്റ് സിമ്പിൾ. അതുകൊണ്ടാണ് അതിന് വിലയും കുറവ്. ഒരു പാനൽ സൈഡ്, ലോഡിന്റെ സൈഡ്, നമ്മുടെ ബാറ്ററിയുടെ സൈഡ്, 3 മോസ്ഫെറ്റ് ഉണ്ടാവും. അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി ഒരു മൈക്രോ പ്രോസസർ ഉണ്ടാവും, മൈക്രോ കൺട്രോൾ ഉണ്ടാവും. ആ മൈക്രോ കൺട്രോളിൽ നമ്മൾ പ്രീ പ്രോഗ്രാം ചെയ്ത് വെച്ച പോലെ അത് റൺ ചെയ്യുന്നു. പ്രത്യേകിച്ചൊന്നും ആംബിയർ കൂട്ടി കൊടുക്കാനോ കുറച്ച് കൊടുക്കാനോ, അല്ലെങ്കിൽ ഈവൻ വോൾട്ടേജ് കൺട്രോളിംഗ് ഉണ്ട്. പിന്നെ ഫോക്കസ് പോലുള്ള PWM ചാർജ് കൺട്രോളിൽ, ഫോക്കസ് ഇന്റർനാഷണൽ ബ്രാൻഡ് ആണ്. അവരുടെയൊക്കെ ഇതിൽ അവർ കറണ്ട് ലിമിറ്റിംഗ് ഉണ്ട്. ഈ പറഞ്ഞ എല്ലാം പ്രോപ്പറാണ്. നല്ല ടെസ്റ്റിംഗ് മെഷീനറീസ് വളരെ കൂടുതലുള്ള നല്ല R&D ലെവല്, നല്ല മികച്ച ലെവലുള്ള ആൾക്കാരാണ് ഫോക്കസ്. അപ്പം അവരുടെ ആ PWM കൺട്രോളിന് നല്ല എഫിഷ്യൻസി ഉണ്ട്. ഈ പറഞ്ഞ രീതിയിലുള്ള പ്രൊട്ടക്ഷനുകളുണ്ട്. അതിൽ ചില മോഡലുകളിൽ കറണ്ട് കൺട്രോളിംഗ് ഉണ്ട്. അപ്പം ഈ പറഞ്ഞ രീതിയിൽ നമുക്കൊരു ഈ പറഞ്ഞ വോൾട്ടേജ് കട്ട് ചെയ്യുന്നതിന്റെ ബേസിൽ നമുക്കൊരു പവർ നഷ്ടപ്പെടുന്നുണ്ട് PWM-ൽ. നേരെ മറിച്ച് അത് MPPT-ലോട്ട് വരുമ്പോൾ അതൊരു DC കൺവേർട്ടറായി. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ 220 വോൾട്ടിൽ നിന്ന് എന്തുകൊണ്ടാണ് നമ്മൾ പഴയ ട്രാൻസ്ഫോർമറുകളിൽ നിന്ന് മാറി SMPS-ലേക്കോ ഇപ്പം വരുന്ന പവർ സപ്ലൈയിലേക്കോ വരാനുള്ള കാരണം തന്നെ അതാണല്ലോ. പണ്ട് നമുക്ക് ട്രാൻസ്ഫോമർ വഴി ഭയങ്കര എഫിഷ്യൻസി ആയിരുന്നു നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. ഇപ്പം 0.7 ഒക്കെ ഉള്ളായിരുന്നു എഫിഷ്യൻസി. 30% നമുക്ക് നഷ്ടപ്പെടുന്ന കാലത്തു നിന്നാണ് നമ്മളിപ്പോൾ SMPS ചെയ്യുന്നത്. SMPS വന്നപ്പോഴത്തേനും അത്
90% എഫിഷ്യൻസി ആയി. അപ്പൊ നമുക്ക് 20% ഇപ്പൊ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെയാണ് PWM നിന്ന് നമ്മൾ നേരെ MPPT വരുമ്പോൾ ഉള്ള മാറ്റം. അത് DC ജസ്റ്റ് പവർ സപ്ലൈ തന്നെയാണ്, DC to DC കൺവേർഷൻ ആണ്. പിന്നെ അതിൽ ഉപയോഗിക്കുന്ന ടോപ്പോളജികൾ എന്ന് പറഞ്ഞാൽ ബക്കും ബൂസ്റ്റും. ബക്ക് എന്ന് പറഞ്ഞാൽ ഹൈ ഇൻപുട്ട് വോൾട്ടേജ് ആയിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ 220 വോൾട്ട് ആണ് ഇൻപുട്ട് എന്ന് വെക്കുക. അപ്പൊ നമ്മൾ ഔട്ട്പുട്ട് ഉപയോഗിക്കുന്നത് 100 വോൾട്ടിലോ അല്ലെ ഈ 220 ഒരു ഇത്ര പെർസെന്റേജ് റൺ ചെയ്യാൻ വേണ്ട ഒരു 20% താഴെയുള്ള വോൾട്ടേജ് ആയിരിക്കും നമ്മൾ ഔട്ട്പുട്ട് ആയിട്ട് എടുക്കുക. അതിൽ ട്രാൻസ്ഫോമർ അല്ല ഉപയോഗിക്കാറ്. അപ്പം ഇൻഡക്ടർ ആണ് ഈ ഇത് ചാർജ് ചെയ്യാൻ ഡിസ്ചാർജ് ചെയ്യാൻ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഈ ട്രാൻസ്ഫോമർ ഇല്ല എന്നുള്ളതുണ്ട്. അതായത് ട്രാൻസ്ഫോമർ മാറി ഇൻഡക്ടറിലേക്ക് ചാർജ് ചെയ്യുമ്പോൾ ഈ ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി നമുക്ക് ട്രാൻസ്ഫോമറിൽ നഷ്ടമാകുന്ന എഫിഷ്യൻസി നമുക്ക് ഈ ബക്കിൽ കിട്ടും. ബക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് 94, 93 ഒക്കെ എഫിഷ്യൻസി കിട്ടും. അതായത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 14.7 PWM വെക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 14.7 വോൾട്ട് 5 ആംപിയർ ആണെങ്കിൽ ആ പവറാണ് PWM ലഭിക്കുക. നമുക്ക് നേരെ മറിച്ച് അതിന് പകരം MPPT ഉപയോഗിക്കുകയാണെങ്കിൽ 18 വോൾട്ട് 5 ആംപിയർ ഇൻപുട്ട് കിട്ടുന്ന പവറിനെ നേരെ MPPT ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിന്റെ MPPTയുടെ ഒരു ലോസ് ഉണ്ടാകും. കാരണം ഈ സ്വിച്ചിങ് ലോസ് കാര്യങ്ങളുണ്ടായിട്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ 6%, 7% ലോസ് ഒഴിച്ച് ബാക്കിയുള്ള എമൗണ്ട് പവർ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ MPPT. കാരണം ഈ പറഞ്ഞ 6% മാത്രമേ ലോസ് ഉണ്ടാകുന്നു. മറ്റേ നേരെ മറിച്ച് PWMലാണെങ്കിൽ ഈ നമുക്ക് സ്വിച്ച് ചെയ്ത് വരുന്ന മോസ്ഫെറ്റിന്റെ ലോസ് ഒരു പെർസെൻറ്റേജ് പോകുന്നു. അതുപോലെ തന്നെ ഈ വോൾട്ടേജ് കട്ട് ചെയ്യുന്ന വഴി ഈ 4 വോൾട്ട് 6 വോൾട്ട് അല്ലെ സിസ്റ്റം വലുതാകുന്നതനുസരിച്ച് എത്ര വോൾട്ടേജിനെ കട്ട് ചെയ്യുന്നു അതനുസരിച്ച് ഈ പവറിൽ വരുന്ന വേരിയേഷൻ ഇൻറ്റു ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ 14.7 ഇൻറ്റു 5 നോക്കുന്നതും 18.5 നോക്കുന്നതും തമ്മിലുള്ള വേരിയേഷൻ ഔട്ട്പുട്ട് പവറിൽ ശരിക്കും മാറ്റമുണ്ട്. അപ്പൊ കൂടുതൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ കിട്ടുന്നതിന്റെ കാരണം ഇത് തന്നെയാണ്. മറ്റേതിനെ ഇൻപുട്ടിൽ കിട്ടുന്ന പവർ അത് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കമ്പോണന്റ് ലോസ് ഒഴിച്ച് ബാക്കി നമുക്ക് ഔട്ട്പുട്ടിൽ തരുന്നു. മറ്റേത് കുറെ വോൾട്ടേജും കാര്യങ്ങളെല്ലാം PWMൽ കട്ട് ചെയ്ത് കളയാം എന്നുള്ളതാണ് ഇത് തമ്മിലുള്ള പ്രധാന വ്യത്യാസം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട MPPT എന്ന് പറഞ്ഞാൽ മാക്സിമം പവർ പോയിന്റ് ട്രാക്കിംഗ് ആണ്. അതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുന്ന പോലെ പാനലിന്റെ ഏത് പീക്കിലാണോ ഇതിനെ കിട്ടുന്നത് അത് നമ്മൾ ഒരു സെക്കൻഡിൽ 60-50 തവണ ട്രാക്ക് ചെയ്തുകൊണ്ട് ഈ ഔട്ട്പുട്ടിനെ മാക്സിമം ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്ന പോലെ നമുക്ക് ബാറ്ററിയിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് MPPTയുടെ ഒരു വളരെ പ്രത്യേകതയാണ്. ഹലോ, കേൾക്കുന്നുണ്ടോ? പിന്നെ അതുപോലെ തന്നെ ഉള്ള ഈ ബക്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ബക്ക് ടോപ്പോളജി അല്ലെ ബൂസ്റ്റ് ടോപ്പോളജിയിൽ വരുന്ന രണ്ട് ഇതിലും ട്രാൻസ്ഫോമറുകളില്ല. ഇത് അതായത് കൊണ്ടുവന്ന് നമ്മൾ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ 220 കൊണ്ടുവന്ന് ട്രാൻസ്ഫോമറിൽ എത്തിച്ച് അതിനെ AC ആക്കി പിന്നെ അതിന്റെ ഔട്ട്പുട്ടിൽ ഡയോഡ് ഇട്ട് കപ്പാസിറ്റർ അതിനെ DC ആക്കി ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ല ബക്കിലുള്ളത്. ബക്ക് ഡയറക്റ്റ് DC ആണ്. DC വോൾട്ടേജിനെ അത് ഈ പറഞ്ഞ ഇൻഡക്ടർ വെച്ച് ചാർജ് ചെയ്യുന്നതുകൊണ്ട് ഹൈ എഫിഷ്യൻസി നമുക്ക്. അപ്പം ഈ ഇതിൽ ഉപയോഗിക്കുന്ന ഡയോഡുകൾ അങ്ങനെയുള്ള സാധനത്തിന്റെ ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് കൊണ്ടൊക്കെയാണ് ഈ പറഞ്ഞ കുറെ ഈ AC/DC പവർ സപ്ലൈക്ക് ഇത്ര എഫിഷ്യൻസി കുറവ് വരുന്നത്. ബക്കിലോട്ട് വരുമ്പോൾ ഈ പറഞ്ഞ പവർ സപ്ലൈയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് എഫിഷ്യൻസി കൂടാൻ കാരണം ഈ കമ്പൗണ്ട് ഇങ്ങനെയുള്ള ക്രിട്ടിക്കൽ കമ്പൗണ്ടിന്റെ കുറവ് കൊണ്ട് തന്നെയാണ്. അപ്പൊ ആ ലെവലിൽ ഇതിന് എഫിഷ്യൻസി കൂടുതൽ കിട്ടും. ഓക്കെ സർ. ഓക്കെ സാർ അൺമ്യൂട്ട് ചെയ്യാവോ? ഹലോ. ഓക്കെ സാർ. ഇപ്പൊ ക്ലിയർ ആണ് സാർ, പറഞ്ഞോളൂ, കണ്ടിന്യൂ ചെയ്തോളൂ സാർ. സാർ വീണ്ടും മ്യൂട്ടായി, ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്തോളൂ. ഹലോ. കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ, നേരത്തെ പറഞ്ഞിരുന്നു കേട്ടിരുന്നോ? കേട്ടിരുന്നു. സാർ വേണമെങ്കിൽ വീഡിയോ കട്ട് ഒരു ഇല്ലാതായി ഒക്കെ പകുതിയിൽ വെച്ച്. സാർ വീഡിയോ വേണേ കട്ട് ചെയ്തോളൂ, സൗണ്ട് ഇതുണ്ട്, ഡിസ്റ്റർബൻസ് ഉണ്ട്. ഓക്കെ നമ്മളെ പറഞ്ഞത് MPPTയെ കുറിച്ചായിരുന്നു. MPPTയിൽ നമുക്ക് ഇനി എവിടെയാണ് പറഞ്ഞത്? എല്ലാം നേരത്തെ കേട്ടിരുന്നോ? എല്ലാവരും
കാരണം എന്റെ ഇവിടെ ഡാറ്റ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. വീഡിയോ കറക്റ്റ് അല്ല, ക്ലിയർ അല്ല, കേൾക്കാൻ സാധിക്കുന്നില്ല, കട്ടായി പോകുന്നുണ്ട്, റേഞ്ച് ഇല്ല. സാറിന്റെ വീഡിയോ ഒന്ന് കട്ട് ചെയ്തോളൂ, എന്നിട്ട് പറഞ്ഞോളൂ. റേഞ്ച് ഇല്ല, കാരണം ഞാൻ വീഡിയോ ലോക്ക് ചെയ്തല്ലോ. വീഡിയോ ലോക്കാണ്. അല്ല, ഇപ്പൊ വീഡിയോ ഉണ്ട് ഇവിടെ. ആ സാർ പോയോ? ശരി. രജിത്ത് ഇപ്പൊ ഉണ്ടല്ലോ അല്ലേ ലൈനില്? രജിത്ത് ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? അൺമ്യൂട്ട് ചെയ്യാവോ? ഓക്കെ, ഞാൻ രജിത്താണ്, പറഞ്ഞു. രജിത്ത്, ഇവർ നമ്മള് സാധാരണ ഒരു ഇതില് ബാറ്ററി ഫീൽഡുമായിട്ട് പോകുമ്പോൾ കംപ്ലൈന്റ് ഉണ്ടാകുന്ന എന്തൊക്കെ, അത് ചാർജറുമായിട്ട് ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് അവരറിയാൻ ആഗ്രഹിക്കുന്നു, ഒന്ന് പറയാമോ? ഓക്കെ, ഇപ്പൊ നമ്മള് സോളാറുമായിട്ട് ബന്ധപ്പെട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ സോളാറിന്റെ ബാറ്ററി യൂസ് ചെയ്യുമ്പോഴേക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മെയിനായിട്ട് ബാറ്ററി ചാർജ് ആവുന്നുണ്ടോ എന്നുള്ളതാണ് ഫസ്റ്റ് നോക്കേണ്ടത്. അതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ബൂസ്റ്റ് വോൾട്ടേജ് കറക്റ്റ് ആയിരിക്കണം. ബൂസ്റ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് പെർ ബാറ്ററിക്ക് 15.5, അതാണ് ബൂസ്റ്റ് വോൾട്ടേജ് നമ്മൾ പറയുന്നത്. തിരിച്ച് ഫ്ലോട്ട് വോൾട്ടേജ്, ബൂസ്റ്റ് വോൾട്ടേജ് 15.5 ബൂസ്റ്റ് വോൾട്ടേജ് വന്നിട്ട് പെർ ബാറ്ററിയിൽ കട്ടായിട്ട് തിരിച്ച് ഫ്ലോട്ട് വോൾട്ടേജിലേക്ക് വരണം. ഈ ബൂസ്റ്റ് വോൾട്ടേജിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ ബാറ്ററി, പലരും പറയുന്നതാണ് ബാറ്ററി ഹീറ്റ് ആവുന്നുണ്ട്, വെള്ളം പെട്ടെന്ന് പറ്റി പോകുന്നു. ആ ഒരു പ്രോബ്ലം പറയുന്നത് ഈ ഒരു ബൂസ്റ്റ് വോൾട്ടേജിൽ തന്നെ വന്ന് അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ആ ഒരു കാര്യം സംഭവിക്കുന്നത്. തിരിച്ച് ബൂസ്റ്റ് വോൾട്ടേജിൽ വന്ന് ആ 15.5 പെർ ബാറ്ററിയുടെ വോൾട്ടേജാണ് ഞാനിപ്പോൾ പറയുന്നത്. 15.5 കട്ടായിട്ട് തിരിച്ച് വന്ന് 13.8 വോൾട്ടേജിൽ വരികയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി പ്രോപ്പറായിട്ട് ചാർജ് ആവും. അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ചാർജിങ് കറണ്ട് എന്ന് പറയുന്നത് 20% ആണ്. സോളാർ ബാറ്ററിക്ക് നമ്മൾ പറയുന്നത് AHന്റെ 20%, അതായത് 150 AH ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ നമുക്കതിന് 30 ആംപിയർ വരെ ചാർജിങ് കറണ്ട് ആയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിന്റെ ലോ കട്ട് ഓഫ് വോൾട്ടേജ് 11.4 ആണ്. ഈ ലോ കട്ട് ഓഫ് വോൾട്ടേജ് നമ്മൾ 11.4 പറയുന്നത് ബാറ്ററി ഡീപ്പ് ആയിട്ടുള്ള ഡിസ്ചാർജിങ് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ലോ കട്ട് ഓഫ് വോൾട്ടേജ് 11.4 പറയുന്നത്. ബാക്കിയുള്ള ബാറ്ററിയായിട്ട് കമ്പയർ ചെയ്ത് പറയുമ്പോഴേക്കും സോളാർ ബാറ്ററിക്ക് നമ്മളുടെ ഈ വോൾട്ടേജും കറണ്ടും കാര്യങ്ങളെല്ലാം നമ്മൾ കൂടുതലായിരിക്കും. ഫസ്റ്റ് ഇതില് കൂടുതൽ കസ്റ്റമറും പറയുന്ന ഒരു കാര്യമുണ്ട്, വെള്ളം എപ്പോഴും വറ്റി പോകുന്നു, ബാറ്ററി ഹീറ്റ് ആവുന്നു, പിന്നെ ലീക്കേജ്, വാട്ടർ ലീക്കേജ് പറയുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കസ്റ്റമർ സൈറ്റിൽ ചെല്ലുമ്പോഴേക്കും കസ്റ്റമർ ഇങ്ങനെ പറയാറുണ്ട്. അതിന് പ്രോബ്ലം ഈ വോൾട്ടേജ് തന്നെയാണ്. നമ്മളുടെ പല ഇതിലും കണ്ടുവരുന്നത് ഈ 15, പലരും കറക്റ്റ് ആയിട്ടുള്ള ഈ വോൾട്ടേജ് ആരും കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബാറ്ററി പ്രോപ്പർ ആയിട്ടുള്ള ചാർജിങ് നടക്കാറില്ല. 15.5 ആണ് നമ്മൾ ചാർജിങ്ങിന്റെ ബൂസ്റ്റ് വോൾട്ടേജ് പറയുന്നത്. ആ വോൾട്ടേജിൽ പ്രോപ്പറായിട്ട് കട്ട് ആയി കഴിഞ്ഞാൽ ഒരിക്കലും ബാറ്ററി ഹീറ്റ് ആകത്തില്ല, വെള്ളം വറ്റി പോകത്തുമില്ല. പിന്നെ ഇതിന്റെ അൺമ്യൂട്ട് ചെയ്യാമോ? രജിത്തെ അൺമ്യൂട്ട് ചെയ്യാമോ? ഹലോ കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ ഇത്രയും ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ സോളാർ ബാറ്ററിയുടെ ഒരു ചാർജിങ്ങിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ചാർജിങ് നടത്തി കഴിഞ്ഞാൽ ഉള്ള കാര്യമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ബാറ്ററി ഫുൾ ചാർജ് ബാറ്ററി, അതായത് നമ്മൾ ഒരു ഫുൾ ചാർജ് ആയിട്ടുള്ള ഒരു ബാറ്ററിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1.250 ആണ്. 1.250 സ്പെസിഫിക് ഗ്രാവിറ്റി ഉള്ള ഒരു ബാറ്ററിയുടെ വോൾട്ടേജ് നമ്മൾ ഡിസ്കണക്ട് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 12.50 ആയിരിക്കും. 12.50 എബോവ് ആയിരിക്കും അതിന്റെ ബാറ്ററി വോൾട്ടേജ്. ഈ ബാറ്ററി വോൾട്ടേജ് നമ്മൾ സോളാറിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള ഇൻവെർട്ടറിലേക്ക് കണക്ട് ചെയ്യുമ്പോഴേക്കും ആ വോൾട്ടേജ് ഫ്ലോട്ട് ലെവൽ ആ ഒരു ചാർജിങ് കുറയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ 1.5 വോൾട്ടേജ് നമ്മൾ ഇൻവെർട്ടർ വഴി സെറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് 12 വോൾട്ട്
ബാറ്ററി ഇൻവെർട്ടറിലേക്ക് ഒരു സിംഗിൾ ഇൻവെർട്ടറിലേക്ക് കണക്ട് ചെയ്യുമ്പോഴേക്കും അതിന്റെ വോൾട്ടേജ് 13.5, അതായത് 12 വോൾട്ട് ബാറ്ററിയുടെ വോൾട്ടേജ് പ്ലസ് 1.5 വോൾട്ട് ഇൻവെർട്ടർ കൊടുക്കുന്ന വോൾട്ടേജ്. അപ്പൊ ആ വോൾട്ടേജിൽ കറക്റ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ബാറ്ററി ഒരിക്കലും ഡിസ്ചാർജ് ആകത്തില്ല. അപ്പൊ അതിന്റെ സെൻസി ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1.250 ആയിരിക്കും. തിരിച്ച് നമ്മൾ സോളാറിലേക്ക് കൊടുത്തു കഴിയുമ്പോഴേക്കും സോളാറിന്റെ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ 15.50 ബൂസ്റ്റ് വോൾട്ടേജ്. സാധാ ഇൻവെർട്ടർ ആണെന്നുണ്ടെങ്കിൽ 14.5 ആണ് നമ്മൾ അതിന്റെ ബൂസ്റ്റ് വോൾട്ടേജ് പറയുന്നത്. സോളാറിന്റെ ബാറ്ററിക്ക് എപ്പോഴും വോൾട്ടേജ് കൂടുതലായിരിക്കും. അതായത് സോളാറിന്റെ ബാറ്ററി ചാർജ് ആകുന്നത് നമ്മൾ മാക്സിമം പറയുന്നത് ഒരു 5 മണിക്കൂറാണ്. 10 മണി മുതൽ 3 മണി വരെയുള്ള സമയത്താണ് ഈ ബാറ്ററിയുടെ ചാർജിങ് പ്രോപ്പർ ആയിട്ട് നടക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് 20% കറണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ 5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ ആസിഡിന്റെ ഈ ബാറ്ററി ഫുൾ ചാർജ് ആവും. അതായത് 1.250 എന്ന ലെവലിലേക്ക് നമുക്ക് ഒരു 3 മണി സമയത്തോടു കൂടി ആസിഡ് ഈ ബാറ്ററി ഫുൾ ചാർജ് ആവും. അപ്പൊ നമ്മള് മ്യൂട്ടായേ, ഒന്ന് അൺമ്യൂട്ട് ചെയ്തേക്കോ. രജിത്ത് കേൾക്കാമോ? ഓക്കെ. പ്രസീദ് സാർ നെറ്റ് ഉണ്ടോ? സാറിനെ ലൈനിലുണ്ടോ? പ്രസീദ് സാർ കേൾക്കാമോ? ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? സോറി, അൺമ്യൂട്ട് ചെയ്യാമോ? ആ സാർ. ഹലോ ആ സാറേ. സാർ, എന്റെ ഡാറ്റ ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് പ്രോപ്പറായിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ തന്നെ ഡിസ്റ്റർബൻസിലേക്ക് മാറുന്നു. അതാ ഞാൻ അങ്ങനെ അനങ്ങാതിരിക്കുന്നത്. വെളിയിലേക്ക് നിന്നിട്ട് മൊബൈലിൽ ചെയ്യാമോ? വെളിയിലേക്ക് റേഞ്ച് കിട്ടും കുറച്ച്. ഒരു മിനിറ്റ്, ഞാൻ അന്നൊരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് കയറാം. കാരണം വെച്ചാൽ ഞാനൊന്നേ പുറത്തേക്ക് കിടക്കട്ടെ. ഞാൻ റൂമിലാണ്. റൂമൊന്ന് പുറത്തേക്ക് കിടക്കട്ടെ, എന്നിട്ട് ഞാൻ ജോയിൻ ചെയ്യാം കേട്ടോ. ശരി ശരി ശരി. ഇനി നമ്മുടെ ഓരോ ഡൗട്ട്സ് ഉള്ളത് നമുക്ക് ചോദിക്കാം. അത് സെൽഫായിട്ട് തന്നെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചോളൂ. നമുക്ക് അവരെ ആൻസർ പറഞ്ഞു തരും. ഹലോ രജിത്ത്, ഓക്കെ. ആ സാറേ, അതെ, നെറ്റിൽ കണ്ടിന്യൂ ചെയ്തോളൂ. രജിത്ത്, നെറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ റൂമിന്റെ വെളിയിലേക്ക് വരുവാണെങ്കിൽ കുറച്ചുകൂടെ നെറ്റ് കിട്ടും. എന്നിട്ട് കട്ട് ചെയ്തിട്ടൊന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. സാർ, ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞത് സോളാർ ബാറ്ററിയുടെ ഡീറ്റെയിൽസ്, ആ ചാർജിങ്ങിന്റെ മെത്തേഡാണ് നമ്മൾ പറഞ്ഞത്. അതിലിപ്പോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അവരിപ്പോ ഒന്ന് ചോദിച്ചോളൂ. സെൽഫായിട്ട് തന്നെ അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ. ഞാൻ ശ്രീതാണ്. ഹലോ, പറഞ്ഞോളൂ. സോളാർ ബാറ്ററി സോളാർ ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ ചെയ്യുമ്പം അതിന്റെ 50% ഹലോ കേൾക്കുന്നുണ്ടോ? ശ്രീജിത്ത് അല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്? അതെ. അതായത് നമ്മള് സോളാർ ബാറ്ററി മറ്റേ കട്ട് ഓഫ് പറയുന്നത് 15.5 അല്ലെ 50% ആന്ന് പറയുന്നുണ്ടല്ലോ. അതെങ്ങനെയാ കറക്റ്റ് ആയിട്ട് വരുന്നതെന്ന്? കട്ട് ഓഫ് ചെയ്തിട്ട് EB-ലേക്ക് ചേഞ്ച് ആവെന്ന് പറയുന്നില്ല. അത് അതിന്റെ 15.5 ആണ് സാധാരണ സെറ്റ് ചെയ്യുന്നത്. അതാ ബാറ്ററിയുടെ 50% ആണോ ആക്ച്വലി? അല്ല, നമ്മൾ പറയുന്നത് വോൾട്ടേജ് ആണ്, ബൂസ്റ്റ് വോൾട്ടേജ്. അതായത് നമ്മളൊരു സാധാരണ നമ്മുടെ വീടുകളിൽ വെക്കുന്ന ഇൻവെർട്ടറിൽ, ഇപ്പൊ സോളാർ അല്ല, നോർമൽ ആയിട്ടുള്ള ഒരു ഇൻവെർട്ടറിൽ നമ്മൾ പറയുന്ന ഒരു ബാറ്ററി കണക്ട് ചെയ്യുമ്പോഴേക്കും അതിന്റെ ബൂസ്റ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് 14.5 ആണ്. അതായത് KCB കണക്ഷൻ കട്ടാകുമ്പോഴേക്കും ബാറ്ററിന്ന് നമുക്ക് പവർ യൂസ് ചെയ്യാമല്ലോ. തിരിച്ച് KCB വന്നു കഴിയുമ്പോഴേക്കും ആ ബാറ്ററി റീചാർജ് ആക്കാൻ വേണ്ടി നമ്മളൊരു വോൾട്ടേജ് കൊടുക്കും. അതാണ് ബൂസ്റ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അതായത് ആ വോൾട്ടേജ് 12 വോൾട്ടിൽ നിന്ന് അത് പതിയെ സമയമെടുക്കും. വോൾട്ടേജ് കൂടി 13, 14, അങ്ങനെ 14.5 ആകുമ്പോഴേക്കും ആ വോൾട്ടേജ് കട്ടാവും. ആ 14.5 വരെ വരുന്ന ആ വോൾട്ടേജ് വരുന്നവരെ നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്ന കറണ്ട് എത്രയാണോ അത്രയും കറണ്ട്
ത്രൂ ഔട്ട് കറണ്ട് ഉണ്ടാവും. ആ കറണ്ടിൽ 14.5 വോൾട്ടേജ് എത്തുമ്പോഴേക്കും ആ കറണ്ട് കട്ടാവും. തിരിച്ച് 14.5 കട്ടായിട്ട് തിരിച്ച് ആ വോൾട്ടേജ് ഡ്രോപ്പ് ആയിട്ട് 13.5 വന്നിട്ട് സ്റ്റഡി ആയിട്ട് അങ്ങനെ നിൽക്കും. ആ സെയിം ഇത് തന്നെയാണ് നമ്മൾ സോളാറിലും പറയുന്നത്. സോളാറിൽ നമുക്ക് 1 വോൾട്ട് കൂടുതലാണ്. അതായത് 14.5 എന്ന് പറയുന്നത് 15.5 വരും പെർ ബാറ്ററി. ഇപ്പൊ 2 ബാറ്ററി ആകുമ്പോഴേക്കും നമുക്ക് 15.5 ഇൻറ്റു 2 31 വോൾട്ടേജ്. ഇതിപ്പോ 3 ബാറ്ററി ആകുമ്പോഴേക്കും ആ വോൾട്ടേജ് ഇങ്ങനെ കൂടി കൂടി പോകും. ആ 15.5 എന്ന് പറയുന്ന വോൾട്ടേജ് ആ ബൂസ്റ്റ് വോൾട്ടേജ് ആണ്. അത് നമ്മളാണ് ഇതിൽ സെറ്റ് ചെയ്യുന്നത്. ആ വോൾട്ടേജ് എത്രയാണോ ആ 15.5 വോൾട്ടിൽ കറക്റ്റ് ആയിട്ട് കട്ട് ഓഫ് ആയിരിക്കണം. കട്ട് ഓഫ് ആയില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വാട്ടർ തിളച്ച് വെളിയിലേക്ക് വരും. അങ്ങനെ സംഭവിക്കും. മനസ്സിലായോ? സാറേ ഒരു സംശയം ചോദിച്ചോട്ടെ? പറഞ്ഞു. നമ്മള് പറഞ്ഞപ്പോ സീട്ടൺ ബാറ്ററി ഉപയോഗിക്കുന്നു പറഞ്ഞു. സീട്ടൺ ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ 10 മണിക്കൂർ കൊണ്ടല്ല ഈ ചാർജ് ഫുൾ ആവുള്ളൂ. ഇതിന്റെ സോളാർ നമ്മളിപ്പോ പറഞ്ഞതിന്റെ അല്ലേ? അതെ, സോളാറിന്റെ ബാറ്ററി. പക്ഷെ നമുക്ക് 5 മണിക്കൂറേ കിട്ടുന്നുള്ളൂ. വെളിച്ചം കിട്ടുന്ന 5 മണിക്കൂർ. പക്ഷെ 5 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവില്ലല്ലോ. അതാണ് പറഞ്ഞത്. നമുക്ക് സോളാറിന്റെ ബാറ്ററിക്ക് നമ്മൾ ആംബിയർ കൂടുതലാണ് കൊടുക്കുന്നത്. നമ്മൾ 150H ബാറ്ററിക്ക് 20% ചാർജിങ് കറണ്ടാണ് നമ്മൾ സോളാറിലൂടെ അപ്ലൈ ചെയ്യുന്നത്. അതായത് 30 ആംബിയർ വരെ നമുക്ക് ചാർജിങ് കറണ്ട് കൊടുക്കാം. ആ അത്രയും കറണ്ട് കൊടുക്കുന്നതുകൊണ്ട് ബാറ്ററിക്ക് നമുക്ക് ഒന്നും സംഭവിക്കത്തില്ല. അതിനാണ് നമ്മൾ കട്ട് ഓഫ് പറയുന്നത് 15.5. നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്നത് 10 മണി മുതൽ 3 മണി വരെയുള്ള സമയത്താണ് നമ്മൾ ഈ പറയുന്ന ചാർജിങ് കറണ്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് ബാറ്ററിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ആ കറണ്ട് 5 മണിക്കൂർ കൊണ്ട് കിട്ടുമ്പോഴേക്കും ബാറ്ററിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി ഏകദേശം 1.250 വരും. 5 മണിക്കൂറിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഈ കട്ട് ഓഫും ചാർജിങ് കറണ്ടും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ബാറ്ററി 1.2 ഗ്രാവിറ്റിയിലേക്ക് ഒരു 4 മണിയോടുകൂടി നമുക്ക് ആ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റിയിൽ നമുക്ക് എത്തും. തിരിച്ച് പിന്നെ 6 മണി 7 മണി ആകുമ്പോഴേക്കും നമ്മൾ വീണ്ടും യൂസ് ചെയ്യാൻ തുടങ്ങുവാണ്. അത് 11.4 ആണ് നമ്മൾ ലോ കട്ട് ഓഫ് വോൾട്ടേജ് പറയുന്നത്. അത് നമ്മുടെ ഈ സ്പെസിഫിക് ഗ്രാവിറ്റി 1.250 എന്നുള്ള സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ ബാറ്ററി ലോഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി പതിയെ കുറഞ്ഞ് 1.225 എന്ന് പറയുന്ന ഗ്രാവിറ്റിയിലേക്ക് വരും. അതാണ് ലോ കട്ട് ഓഫ് വോൾട്ടേജ്. ആ ലോ കട്ട് ഓഫ് വോൾട്ടേജ് 11.4 വരുമ്പോഴേക്കും നമ്മളുടെ സ്പെസിഫിക് ഗ്രാവിറ്റി ബാറ്ററിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി 1.225 ആയിരിക്കും. ആ 1.225 താഴെ പോയി കഴിയുമ്പോഴാണ് നമുക്ക് പിന്നീട് സോളാർ വഴി ചാർജ് ആകാതെ വരികയും ബാറ്ററി കസ്റ്റമർ ബാക്കപ്പ് ഇല്ല എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനാണ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ബൂസ്റ്റ് വോൾട്ടേജും ലോ കട്ട് ഓഫ് വോൾട്ടേജും പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ ബാറ്ററിക്ക് ഒരിക്കലും നമുക്ക് കംപ്ലൈന്റ് വരത്തില്ല. പിന്നെ ബാറ്ററിക്ക് കംപ്ലൈന്റ് വരിക എന്ന് പറയുമ്പോൾ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഒരാഴ്ച അല്ലെങ്കിൽ 1 മാസത്തിനകം നമുക്ക് അറിയാൻ പറ്റും ബാറ്ററി കംപ്ലൈന്റ് ആണെങ്കിൽ. ഇപ്പൊ ഇൻസ്റ്റാൾ ചെയ്ത് 1 വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 1.5 വർഷം കഴിഞ്ഞിട്ട് ബാറ്ററിക്ക് ബാക്കപ്പ് കുറവാണെന്ന് പറയുമ്പോഴേക്കും നമ്മൾ അതിന്റെ ചാർജിങ് വോൾട്ടേജും ചാർജിങ് കറണ്ടും എല്ലാം ചെക്ക് ചെയ്യണം. ഓക്കെ. കുറച്ച് ബാറ്ററി പഴക്കം വരുന്നതനുസരിച്ച് 11.4 എന്നുള്ളത് അത് അതിന്റെ താഴേക്കായിട്ടല്ലേ വരാം? കാരണം നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോ തന്നെ നമുക്ക് സൈക്ലിംഗ് തുടങ്ങി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഓരോ വർഷം കഴിയും തോറും ബാറ്ററിയുടെ ഏജിന്റെ 5 to 10% ഏജ് നമുക്ക് ലെസ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ പിന്നെ ബാക്കപ്പ് അതിന്റെ വോൾട്ടേജ് നമുക്ക് ഡൗൺ ചെയ്ത് കൊടുക്കണമെന്നില്ല. ആ ഒരു വോൾട്ടേജ് 11.4 തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതിയാവും. അപ്പൊ ബാക്കപ്പ് സമയം കുറയില്ല വളരെയധികം. ബാക്കപ്പ് അധിക സമയം കുറയില്ല, എന്നാലും വേരിയേഷൻ ഉണ്ടാവും. നമ്മൾ പറയുന്ന ഒറ്റയടിക്ക് പറഞ്ഞാൽ 1 മണിക്കൂറൊന്നും ഫെയിൽ ഡൗൺ ആവില്ല. പതിയെ നമ്മൾ ഇത് കുറഞ്ഞു വരത്തുള്ളൂ. സാധാരണ മറ്റേ ഇൻവെർട്ടറിലൊക്കെ വെക്കുന്നത് 10.4 10.5 അങ്ങനെ അത് 10.5 നമ്മൾ സാധാരണ ഇൻവെർട്ടറിലാണെങ്കിൽ ബൂസ്റ്റ് വോൾട്ടേജ് 14.5, ഫ്ലോട്ട് വോൾട്ടേജ് 13.5, ലോ കട്ട് ഓഫ് 10.5. അത് ആ ഇൻവെർട്ടറിൽ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്യാൻ കാരണം നമുക്ക് ത്രൂ ഔട്ട് കറണ്ട് ആണ്, നമുക്ക് കറണ്ട് വേരിയേഷൻ ഇല്ല. ഇപ്പൊ 100H ബാറ്ററിയാണ് നമ്മൾ ആ ഇൻവെർട്ടറിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് 14.5 വോൾട്ടേജ് വരുന്നവരെ 10 ആംപിയർ കണ്ടിന്യൂ ആയിട്ട് നമുക്ക് സ്റ്റഡി ആയിട്ട് ബാറ്ററിയിൽ അപ്ലൈ ചെയ്തിരിക്കുക. സോളാർ സംബന്ധിച്ചില്ല, നമുക്ക് കറണ്ടിൽ വേരിയേഷൻ ഉണ്ട്. ഇപ്പൊ പെട്ടെന്ന് ഒരു സൺലൈറ്റ് ഇപ്പൊ 10 മണിക്ക് നമുക്ക് 10 ആംപിയർ ചാർജിങ് കറണ്ട് കിട്ടി. ചിലപ്പോൾ അത് 11 മണിയാകുമ്പോഴേക്കും ചിലപ്പോൾ അത് കൂടും, ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് സൺലൈറ്റ് കുറയും. അപ്പോഴേക്കും ചാർജിങ് കറണ്ട് 5 ആംപിയർ ആകും, 8 നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ടൊരു കറണ്ട് അല്ല. നമ്മളെ ഇൻവെർട്ടറിൽ കൊടുത്തിരിക്കുന്നത് കോൺസ്റ്റന്റ് വോൾട്ട് കോൺസ്റ്റന്റ് കറണ്ട് ആണ്. സോളാറിനെ സംബന്ധിച്ച് അങ്ങനെയല്ല.
സൺലൈറ്റിന്റെ ബ്രൈറ്റ്നസ് ഇതുപോലെ ഇരിക്കും നമുക്ക് അതിലേക്ക് കിട്ടുന്ന ചാർജിങ് കറണ്ട്. അതുകൊണ്ടാണ് 20% കറണ്ട് നമ്മൾ സോളാർ ബാറ്ററിക്ക് അപ്ലൈ ചെയ്യാൻ പറയുന്നത്. അതല്ല സാറേ, വേറൊരു സംശയം. അപ്പൊ ഒരു 150 ആംബിയറിന്റെ ബാറ്ററിക്ക് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാനൽ ആംബിയറുള്ള പാനൽ വെക്കണ്ടേ നമുക്ക് കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ? ഒരു സിംഗിൾ ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പാനൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ഫാസ്റ്റ് ആയിട്ട് ഈ പറഞ്ഞ ചാർജ് ആകും, വേറെ പ്രോബ്ലങ്ങളൊന്നും ഉണ്ടാവില്ല. അല്ല, അങ്ങനെ അപ്പൊ ബാറ്ററിക്ക് ദോഷം വരില്ല? ഇത് കട്ട് ഓഫ് കറക്റ്റ് ആണെങ്കിൽ ദോഷം? കട്ട് ഓഫ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു ദോഷവും വരില്ല. കാരണം അങ്ങനെ പറയാറുണ്ട്. അങ്ങനെ പാനൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിക്ക് ആംബിയർ വന്നിട്ട് പ്രശ്നം വരുന്നു പറയാറുണ്ട്. അത് കാരണം ചോദിച്ചത്. കട്ട് ഓഫ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇല്ല, അതിനാണ് നമ്മൾ കട്ട് ഓഫ് പറയുന്നത്. ഈ 15 വോൾട്ടേജ് കട്ട് ഓഫ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ കട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ വോൾട്ടേജ് പിന്നെ ഡ്രോപ്പ് ആവുക. 13.8 എന്ന് പറയുന്ന ആ ഫ്ലോട്ടിലേക്ക് വരും. ആ ഒരു ഇത് വരുന്നതുകൊണ്ട് നമുക്ക് ഒരിക്കലും ബാറ്ററി ഫെയിൽ ആകത്തില്ല. പിന്നെ ഈ കട്ട് ഓഫ് വോൾട്ടേജും സോളാറിന്റെ ബാറ്ററിയുടെ മെയിൻ്റെനൻസ് നമ്മൾ പറയുന്നത് 6 മാസം കൂടുമ്പോഴാണ്. 6 മാസം കൂടുമ്പോഴേക്കും അതിന്റെ വാട്ടർ ലെവൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്തിരിക്കണം. വാട്ടർ ലെവൽ കൂടാൻ പാടില്ല. കൂടിക്കഴിഞ്ഞാൽ വെന്റ് ബ്ലോക്ക് ആകും. അതുവഴി കഴിഞ്ഞാൽ ബാറ്ററി ബ്ലാസ്റ്റ് ആവും. കൂടാൻ പാടില്ല. ആ മാർക്ക് ചെയ്തുള്ള അത്രയ്ക്ക് തന്നെ പാടുള്ളൂ. ആ മാർക്ക് ചെയ്തതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ ബാറ്ററി ചാർജിങ് സമയത്ത് ഓവർഫ്ലോ ആവും, തിളച്ച് വെളിയിൽ വരും. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. മിക്ക വീട്ടിലും അവരെന്തെങ്കിലും എളുപ്പത്തിന് വേണ്ടിട്ട് കൂടുതൽ വെള്ളം ഒഴിച്ചേക്കാറുണ്ട്. അപ്പൊ എനിക്ക് അത് ഈ ചാർജിങ് സമയത്ത് അത് ഓവർഫ്ലോ ആവും. അത് ശരി. പിന്നെ വേറൊരു സംശയം സാറേ, അതായത് നമുക്കിപ്പോ ഈ 150 ആംപിയറിന്റെ ബാറ്ററി സിംഗിൾ ബാറ്ററി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ കിട്ടുന്ന ഒരു 5 മണിക്കൂർ അവിടെ നല്ല പ്രകാശം ഉള്ളതെന്നുണ്ടെങ്കിൽ എത്ര വാട്ടിന്റെ പാനൽ വെക്കേണ്ടി വരും അവിടെ? ഇത്രയും ആംപിയർ, ഒരു 30 ആംപിയറിന്റെ താഴെ, 20 ആംപിയറിന്റെ താഴെ കിട്ടണമെന്നുണ്ടെങ്കിൽ, 20 ആംപിയർ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ 20 ആംപിയർ കിട്ടണമെന്നുണ്ടെങ്കിൽ 300 വാട്ടിന്റെ 2 പാനൽ വേണ്ടി വരും. 300 വാട്ടിന്റെ 2 പാനൽ വെക്കേണ്ടി വരും അല്ലെ? അപ്പോഴൊരു 5 മണിക്കൂർ കൊണ്ട് അത് ചാർജ് ആവണമെന്നുണ്ടെങ്കിൽ 5 മണിക്കൂർ പോരാ എപ്പോഴും അല്ലെ? നമുക്ക് ആ ഒരു രണ്ട് ഇത് മതിയാവും. 2 പാനുള്ള ചാർജിങ് കറണ്ട് മതിയാവും നമുക്ക്. അപ്പൊ സാറേ വേറൊരു കാര്യം, 300 വാട്ടിന്റെ പാനൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ബാറ്ററി 2 വെക്കേണ്ടി വരില്ലേ? ബാറ്ററി അതിന്റെ വോൾട്ട് എത്രയായിരിക്കും? 12 വോൾട്ട് ബാറ്ററി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റൂല? അത് പാരലൽ ചെയ്യേണ്ടി വരും. ബാറ്ററി 2 ബാറ്ററി വേണ്ടി വരും? ഇല്ല, ബാറ്ററി സിംഗിൾ. ഞാൻ പറഞ്ഞപ്പോ ഒരു ബാറ്ററിയിൽ കിട്ടുന്ന ചാർജിങ് കറണ്ട് കാര്യം ഞാൻ പറഞ്ഞത്. ചാർജിങ് കറണ്ട് കിട്ടാൻ വേണ്ടിയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിൽ പാനൽ ആഡ് ചെയ്യേണ്ടത് ഇപ്പൊ കസ്റ്റമർക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. പാനൽ കൂടുതൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. സിംഗിൾ ഇതാണെന്നുണ്ടെങ്കിൽ വേറെ യൂസേജ് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒറ്റ പാനലിൽ നിന്നുള്ള കറണ്ട് കൊണ്ട് നമുക്ക് ബാറ്ററി ചാർജ് ആവും. വേറെ യൂസേജ് നമുക്ക് വീട്ടിലേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഡേ ടൈമില്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പാനൽ വീണ്ടും ആഡ് ചെയ്യേണ്ടി വരുന്നല്ലേ? അതെ. രജിത്തെ, ഒരു 150H അതിന്റെ 4 ഇരട്ടി പാനലാണ് സാധാരണ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതാണോ? അതായത് 150H 4×20 4×4 600 വാട്ട്സ് പാനലാണ് ഒരു ഫുൾ ചാർജ് ആകാൻ വേണ്ടി സാധാരണഗതി പറയുന്നത്. അതാണോ അതിന്റെ കണക്ക്? അതെ, AH ഇത്ര വാട്ട് പാനൽ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. കേട്ടില്ല, ക്ലിയർ ആയില്ല. അതായത് 150H ആണെങ്കിൽ അതിന്റെ 4 ഇരട്ടി, 4×20 4×4 600 വാട്ട്സ് ആണ് ആ കമ്പനിക്കാര് അവർ പറയുന്നത് ഫുൾ ചാർജ് ആവാൻ വേണ്ടിട്ടല്ലേ? ശരി, ഓക്കെ, താങ്ക് യു സാർ. നീ ചോദ്യങ്ങൾ ചോദിച്ചോളൂ. സാർ ചോദിക്കാവോ? ചോദിച്ചോളൂ. സാർ, പാനല് കൂടുതൽ വെച്ചതുകൊണ്ട് ഉണ്ടാവാനുള്ള പ്രോബ്ലം എന്തൊക്കെയാണ്? പ്രസി സാർ കേൾക്കുന്നുണ്ടോ? ആൻസർ പറയാമോ? പ്രസി സാറിന്റെ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം. ഹലോ, പറഞ്ഞു. ചോദ്യം എന്തായിരുന്നു? അതായത് പാനല് കൂടുതൽ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ്. പാനൽ കൂടുതൽ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് കസ്റ്റമർക്ക് യൂട്ടിലൈസേഷൻ ഉണ്ടാവണം. അതുപോലെ തന്നെ അത് ബാറ്ററിയെ പ്രൊട്ടക്ട് ചെയ്യാവുന്ന ഒരു സംവിധാനം കൂടി ഉണ്ടാവണം. അതായത് നമ്മൾ പാനലിന്റെ വാട്ടേജ് തീരുമാനിക്കുന്നത് കസ്റ്റമറുടെ യൂസേജും
പ്ലസ് ബാറ്ററിയുടെ AH-നനുസരിച്ച്, അതായത് ബാറ്ററി ചാർജ് ചെയ്യാനുള്ള കറന്റും നമുക്ക് ഒരേ സമയത്ത് ലഭ്യമാകണം. അതിന് സിമ്പിളായിട്ട് ഞാൻ ഉദാഹരണം പറയാം. ഒരു കസ്റ്റമർ സൈറ്റിൽ ഒരു 1000 വാട്ടാണ് കസ്റ്റമർ നമ്മളോട് യൂട്ടിലൈസേഷൻ പറഞ്ഞിരിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 24 വോൾട്ട് സിസ്റ്റം ആണെന്ന് വിചാരിക്കാം. ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഡിസ്ചാർജിങ് കറന്റ് എത്ര, അതായത് കസ്റ്റമറുടെ ലോഡിന്റെ ഡിസ്ചാർജിങ് കറന്റ് പ്ലസ് ബാറ്ററി ചാർജിങ് കറന്റ്, ഈ രണ്ട് ആനുപാതികം കറക്റ്റ് ആയിട്ട് വേണം നമ്മൾ ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൽ പാനലിന്റെ കാൽക്കുലേഷൻ എടുക്കാനായിട്ട്. ഞാൻ പറഞ്ഞത് ഒന്നും കൂടി വ്യക്തമാക്കി പറയാം. ഒരു കസ്റ്റമർ സൈറ്റിൽ നമ്മളൊരു ഓർഡർ എടുക്കുമ്പോൾ ഒരു 1000 വാട്ടാണ് കസ്റ്റമർ നമ്മളോട് പറഞ്ഞു എന്ന് വിചാരിക്കുക. ആദ്യം തന്നെ കസ്റ്റമർ ലോഡിന്റെ ഡിസ്ചാർജിങ് കറന്റ് എത്ര, അതായത് 1000 വാട്ട് ഡിവൈഡഡ് ബൈ 24 വോൾട്ട്. അപ്പൊ നമുക്ക് അതിന്റെ ആംബിയർ കിട്ടി. പ്ലസ് അത് നമുക്ക് കിട്ടുന്നത് ജസ്റ്റ് കസ്റ്റമർ ലോഡിന്റെ ആംബിയർ മാത്രമാണ്. പിന്നെ നമുക്ക് വേണ്ടത് എന്താണ്, നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന ബാറ്ററിയുടെ AH-നനുസരിച്ചുള്ള ബാറ്ററി ചാർജ് ആവാനുള്ള കറന്റും കൂടി നമുക്ക് വേണം. അപ്പൊ സപ്പോസ് ഒരു 150 AH ബാറ്ററി ആണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 20 ആംബിയറും കൂടി നമുക്ക് വേണം. അപ്പൊ ലോഡ് കറന്റ് പ്ലസ് ബാറ്ററി ചാർജിങ് കറന്റ്, ഈ രണ്ട് പ്രൊപ്പോർഷനും ആനുപാതികമാക്കിയിട്ട് വേണം പാനലിന്റെ സെലക്ഷൻ എടുക്കാൻ. അല്ലാതെ നമ്മൾ വെറുതെ പോയിട്ട് ഒരു 2000 വാട്ട് പാനൽ അങ്ങ് ഡംപ് ചെയ്തിട്ട് കാര്യമില്ല. കസ്റ്റമർ ലോഡും ആനുപാതികമായിട്ട് ബാറ്ററി ചാർജിങ്ങിനുള്ള കറന്റും കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം പാനലിനെ നമ്മൾ തീരുമാനിക്കാനായിട്ട്. വെറുതെ നമ്മൾ പാനൽ ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർ അത് യൂസ് ചെയ്യില്ല. യൂസ് ചെയ്യാതിരുന്നാൽ ഡയറക്ട്ലി ഇത്രയും കറന്റ് ബാറ്ററിയിലേക്ക് ഫ്ലോ ചെയ്യും. ഫ്ലോ ചെയ്യാതിരുന്നാൽ പ്രോപ്പർ പ്രൊട്ടക്ഷൻ ഇല്ലാത്ത ചാർജർ സംവിധാനങ്ങളാണെങ്കിൽ ബാറ്ററി ബ്ലാസ്റ്റിംഗ് മുതൽ ബാറ്ററി ഓവർ ചാർജിങ്, ബാറ്ററി ഡ്രെയിൻ ഔട്ട്, ഇത്തരം തലവേദനകൾ നമുക്ക് വന്നു ചേരും. ഒന്നുകൂടി വ്യക്തമാക്കാം. അതായത് ഞാനിപ്പോ സാറിന്റെ വീട്ടിലൊരു സോളാർ ഓർഡർ എടുക്കാൻ വരുന്നു എന്ന് വിചാരിക്കാം. ഒരു 1000 വാട്ടാണ് സാറിന്റെ വീട്ടിലെ ലോഡ്. 24 വോൾട്ട് ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സിസ്റ്റം, അതായത് 2 ബാറ്ററിയുടെ സിസ്റ്റം. അപ്പോ 1000 വാട്ട് ഡിവൈഡഡ് ബൈ എത്രയാണോ ഓപ്പറേറ്റിംഗ് DC വോൾട്ടേജ്, അതായത് 24 വോൾട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ കിട്ടുന്നതാണ് ടോട്ടൽ ഡിസ്ചാർജിങ് കറന്റ്, അതായത് ആംബിയർ, ആ ലോഡ് എടുക്കുന്ന ആംബിയർ. അതായത് അതെ 1000 വാട്ട് വർക്ക് ചെയ്യാനായിട്ട് 24 വോൾട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ എടുക്കുന്ന ഡിസ്ചാർജിങ് കറന്റ് ആണ് ഞാൻ ആ സൂചിപ്പിച്ചത്. അത് പാനലിൽ നിന്ന് വരുന്ന കറന്റ് ആണോ? അല്ല, ബാറ്ററിയിൽ നിന്ന് എടുക്കുന്നത്. പാനല് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നതല്ലേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ തീരുമാനിക്കേണ്ടത് കസ്റ്റമറുടെ യൂസേജ് അനുസരിച്ച് ആംബിയർ ആണ്. അതിനുശേഷമേ നമുക്ക് പാനലിനെ തീരുമാനിക്കാൻ പറ്റൂ. അതായത് 1000 വാട്ട് യൂസ് ചെയ്യുന്ന കസ്റ്റമർ ഒരു ബാറ്ററിയിൽ നിന്ന് ഡിസ്ചാർജ് എടുക്കുന്ന കറന്റ് എത്ര, 1000 വാട്ട് ഡിവൈഡഡ് ബൈ 24 വോൾട്ട്. അപ്പൊ നിങ്ങൾക്ക് കറന്റ് കിട്ടി, ഡിസ്ചാർജിങ് കറന്റ് കിട്ടി. പ്ലസ് അതിന് ആനുപാതികമായിട്ട് നിങ്ങൾ വേറൊന്നും കൂടി ചിന്തിക്കേണ്ടതുണ്ട്. കസ്റ്റമർ 1000 വാട്ട് ലോഡ് യൂസ് ചെയ്താൽ നമുക്ക് ബാറ്ററി ചാർജ് ആവുകയും കൂടി വേണം അതേ സമയത്ത് തന്നെ, ഒരേ സമയത്ത്. അപ്പൊ അതിനും കൂടിയുള്ള കറന്റ് നമ്മൾ അവിടെ കാണണം. അപ്പൊ പ്ലസ് ചാർജിങ് കറന്റ് ഇപ്പൊ ഒരു 150 AH ആണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 20 ആംബിയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോ ലോഡ് കറന്റ് പ്ലസ് 20 ആംബിയർ, ഇത് രണ്ടും കൂടി കൂടുമ്പോഴാണ് പ്രൊപ്പോർഷൻ കറക്റ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാല് പലപ്പോഴും ദോഷം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരും ഇത്തരത്തിലൊരു കാൽക്കുലേഷൻ എടുക്കാറില്ല. നമ്മൾ ഒരു 1000 വാട്ട് 1 kV ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ പെരപ്പുറത്ത് ഇൻസ്റ്റാൾ ചെയ്ത് തിരിച്ചു പോരാനാണ് പതിവ്. അങ്ങനെ ചെയ്യുമ്പോൾ കസ്റ്റമർ ചിന്തിക്കുന്നത് മറ്റൊന്നും നമ്മൾ ചിന്തിക്കുന്നത് മറ്റൊന്നുമായി തീരും. അങ്ങനെ വരുമ്പോഴാണ് പ്രൊജക്ടിന്റെ ബാക്കപ്പ് ഇല്ലാതെ വരിക, പ്രോപ്പറായിട്ട് ഔട്ട്പുട്ട് കിട്ടാത്തൊരവസ്ഥ വരിക, കസ്റ്റമറായിട്ട് ഇഷ്യൂസ് ഉണ്ടാവുക, ഗ്രാവിറ്റി ഇഷ്യൂസ് വരിക, ഇതൊക്കെ സംഭവിക്കുന്നത്. അല്ല സാറേ, വേറൊരു കാര്യം, ഇപ്പൊ 1000 വാട്ട് അവർ ഉപയോഗിക്കുന്ന ലോഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് 24 വോൾട്ടിന്റെ ബാറ്ററി വെച്ചു. അപ്പൊ ഏകദേശം 40 ആംബിയർ ഒരു മണിക്കൂർ ഉപയോഗിക്കുന്ന കറണ്ട് ആണോ 40 ആംബിയർ എന്ന് പറയുന്നത്? ഇപ്പൊ സാറ് 1000 വാട്ട് ഒറ്റയ്ക്ക് കൺസ്യൂം ചെയ്യാന്ന് വിചാരിക്കാം. സാറ് 1000 വാട്ടിന്റെ ബൾബ് ഇട്ടു. അതെ. ആ ബൾബ് ഇട്ട് കഴിഞ്ഞ് ക്ലാമ്പ് ചെയ്ത് കഴിഞ്ഞാല് സാറിന് കിട്ടുന്ന ഡിസ്ചാർജിങ് കറന്റ് ആണ് ഞാൻ പറഞ്ഞത്. 40 ആംബിയർ ഏകദേശം. അതെ അതെ. അപ്പൊ 40 ആംബിയർ കിട്ടണമെന്നുണ്ടെങ്കിൽ ചാർജ് കയറുന്നുണ്ടെങ്കിൽ പാനലിൽ നിന്ന് ഏകദേശം അതാണ് ഉദ്ദേശിക്കുന്നത് സാറ്? ഈ കാൽക്കുലേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പാനലിനെ പിന്നെ തീരുമാനിക്കാൻ പറ്റും.
എത്ര വാട്ട് പാനൽ നമ്മൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളത്. കാരണം നമ്മുടെ ഡിസ്ചാർജിങ് കറന്റ് ചാർജിങ് കറന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. കസ്റ്റമറുടെ യൂട്ടിലൈസേഷൻ നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞു. ഇത് കിട്ടിയാലാണ് നമ്മൾ പാനലിന്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അല്ല സാറേ, അപ്പൊ അങ്ങനെയാണെങ്കിൽ പാനൽ എങ്ങനെ ഇപ്പൊ 40 ആംപിയർ ഒരു മണിക്കൂറിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പാനൽ എങ്ങനെ കണക്ക് കൂട്ടുക? അല്ല, ഇത് ഞാൻ പറഞ്ഞത് ഒരു അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻ ആണ്. ചിലപ്പോ കസ്റ്റമർ 1000 വാട്ട് ഒരുമിച്ച് കൺസ്യൂം ചെയ്യണം നിർബന്ധമില്ല. ഇല്ല, ഒരിക്കലും ഉണ്ടാവണമെന്നില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഒരു മെത്തേഡിലാണെങ്കിൽ നമുക്കൊരു ഗുണം എന്താ വെച്ചാൽ ഒരു കാരണവശാലും നമുക്ക് റിസ്ക് ഫാക്ടർ ഉണ്ടാവില്ല. ചില കസ്റ്റമേഴ്സ് മാത്രമേ, വിരലിൽ എല്ലാവുന്ന കസ്റ്റമേഴ്സ് മാത്രമേ 1000 വാട്ടൊക്കെ ഒറ്റയടിക്ക് കൺസ്യൂം ചെയ്യുന്നവരുണ്ടാവുള്ളൂ. വളരെ ചുരുക്കം പേരേ ഉണ്ടാവുള്ളൂ. അല്ലാത്തവരൊക്കെ ഒരു 450 വാട്ട് 500 വാട്ടൊക്കെ ആയിരിക്കും നോർമലി കൺസപ്ഷനിൽ ഉണ്ടാവുള്ളൂ. നോർമലി ഞാൻ പറഞ്ഞതിന്റെ പറഞ്ഞോളൂ. അതായത് നോർമലി ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലോഡ് കറന്റ് പ്ലസ് ചാർജിങ് കറന്റും കൂടി ആഡ് ചെയ്തിട്ട് കാണുക. അതൊരു 1000 വാട്ട് തന്നെ ആയിക്കൊള്ളുന്നില്ല. സപ്പോസ് നിങ്ങൾ ഒരു 300 വാട്ടാണ് കൺസപ്ഷൻ ഉണ്ടെങ്കിൽ 300 വാട്ട് പ്ലസ് ചാർജിങ് കറന്റ് നിങ്ങൾ കാണുക. അപ്പൊ എന്താ ഗുണം എന്ന് വെച്ചാൽ കസ്റ്റമർ ആ ലോഡ് യൂസ് ചെയ്താലും ബാറ്ററി ചാർജ് ചെയ്യാനുള്ള കറന്റ് അവിടെ എക്സ്ട്രാ ആയിട്ട് നിലനിൽക്കും. ഇപ്പൊ നിങ്ങൾ 400 വാട്ട് കൺസ്യൂം ചെയ്യാനുള്ള ഒരു പാനൽ മാത്രം ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർ 400 വാട്ട് യൂസ് ചെയ്യുകയും ചെയ്യും. ആ സമയത്ത് എന്തുണ്ടാവും? ഡേ ടൈമിൽ 400 വാട്ട് കസ്റ്റമർ കൺസ്യൂം ചെയ്യാന്ന് വിചാരിക്കാം. നിങ്ങൾ 400 ചാർജ് ആവില്ല. ബാറ്ററി എപ്പോഴും ഒരു മെയിൻറ്റെയിൻ ലെവലിൽ ഇങ്ങനെ കീപ്പ് ചെയ്ത് പോവുകയുള്ളൂ. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇപ്പൊ 1000 വാട്ട് സാർ പറഞ്ഞു. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ എത്ര പാനൽ വെക്കേണ്ടി വരിക? ഇപ്പൊ 1000 വാട്ട് ലോഡ് അവരെ ഉപയോഗിക്കുന്നത് ഒരു 40 ആംപിയർ നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ഇല്ല, ഞാൻ റെസ്യൂം ചെയ്തിട്ട് മാത്രം പറയാം. ഒരു ഏകദേശം 24 വോൾട്ട് സിസ്റ്റം ആണെങ്കിൽ നമുക്കൊരു 40 ആംപിയർ കിട്ടണം എന്നുണ്ടെങ്കിൽ MPPT വഴി നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 1500 വാട്ടിന് താഴെയുള്ള പാനൽ കൊടുത്താൽ കിട്ടും. അതായത് 345ന്റെ പാനലാണെങ്കിൽ 345ന്റെ ഒരു 4 പാനൽ നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഏകദേശം ഒരു 32-34 ആംപിയർ വരെ കിട്ടത്തുള്ളൂ. ഒരു 1500 വാട്ട് പാനൽ എന്തായാലും വേണ്ട വരും. 1500 വാട്ടിന്റെ പാനൽ വേണ്ട വരും. അപ്പൊ അതിന് ഒരു 34 ആംപിയറോളം ഏകദേശം കിട്ടുന്നു. നമുക്ക് കിട്ടും. 345ന്റെ വാട്ടിന്റെ ഒരു പാനലിന് ഏകദേശം ഒരു 8 ആംപിയറിന്റെ അടുത്തുണ്ട്. അത് പീക്ക് പീരീഡിൽ മാത്രം, അല്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ പീക്ക് സമയത്ത് മാത്രമേ അത്ര ഔട്ട്പുട്ട് നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടത്തുള്ളൂ. അല്ലാത്ത സമയത്ത് നമുക്ക് ഏകദേശം അതിന്റെ നേർപകുതിയോളം ആയിരിക്കും. ഇപ്പൊ മോർണിംഗ് ടൈമിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നത് 7:30 സമയത്തൊക്കെ ആണെങ്കിൽ ഒരു 4 ആംപിയർ 3.5 ആംപിയർ ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഏവറേജ് കണക്കിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു 5 ആംപിയർ മാത്രമേ കണക്കാക്കാൻ പറ്റുള്ളൂ അല്ലെ? അതെ, അതായത് ഒരു ദിവസം നമുക്ക് ഒരു കിലോ വാട്ട് പാനലിന് 4 യൂണിറ്റിന്റെ അടുത്ത് ജനറേഷൻ ഉണ്ടാവാം. അത് ഡിപ്പെൻഡിങ് അപ്പോൺ സൺലൈറ്റ് ആണ്. സൺലൈറ്റ് എത്രത്തോളം നമുക്ക് സാറിന് അറിയാലോ, സൺലൈറ്റ് എത്രത്തോളം കുറയുന്നു നമുക്ക് അത്രത്തോളം ഔട്ട്പുട്ട് കുറഞ്ഞു വരും. സാറിന് അറിയാലോ അത്. ഇത് ചാർജിങ് കറണ്ട് എങ്ങനെയാ സാറേ? അതെങ്ങനെയാന്ന് കാൽക്കുലേറ്റ് ചെയ്ത്? ചാർജിങ് കറണ്ടിന്റെ കാര്യം പറഞ്ഞല്ലോ. എന്തിലേക്ക്? നമ്മൾ ഈ 1000 വാട്ട്സ് ഉപയോഗിക്കുമ്പോൾ അത് 24 വോൾട്ടിന്റെ സിസ്റ്റം വെച്ചിട്ടാകുമ്പോൾ നമ്മൾ ടോട്ടൽ ഡിസ്ചാർജിങ് കറണ്ട് പ്ലസ് അതിന്റെ ചാർജിങ് കറണ്ട് കൂടെ എടുക്കണം. ചാർജിങ് കറണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നമ്മളിപ്പോ ഒരു 24 വോൾട്ട് സിസ്റ്റം ആണെങ്കിൽ അതിൽ നമ്മൾ 150 AH ആണ് അപ്രോക്സിമേറ്റ്ലി യൂസ് ചെയ്തതെന്ന് വിചാരിക്കാം. അപ്പൊ ആ ബാറ്ററി ചാർജ് ചെയ്യണമെങ്കിൽ നമുക്കൊരു നിശ്ചിത അളവിൽ ചാർജ് ചെയ്ത കറണ്ട് ആംപിയർ ഫ്ലോ ചെയ്താലേ ആ ബാറ്ററി ചാർജ് ആവുള്ളൂ. ഒരു 150 AH ബാറ്ററിക്ക് ആണെങ്കിൽ നോർമലി ഒരു 20 ആംപിയറെങ്കിലും നമ്മൾ കൺസിഡർ ചെയ്യുക. അതിൽ താഴെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ബാറ്ററി പ്രോപ്പർ ആയിട്ട് ചിലപ്പോൾ, കാരണം അവൈലബിലിറ്റി ആകെ 5 മണിക്കൂറേ സോളാർ ഉള്ളൂ നമുക്ക് പ്രോപ്പർലി. അത് കഴിഞ്ഞാൽ പിന്നെ ഷെയ്ഡിങ് സ്റ്റാർട്ട് ചെയ്തു, സൺലൈറ്റ് പിന്നെ ഡിമ്മാണ്. അപ്പോൾ ആ ഉള്ള സമയം കൊണ്ട് നമുക്ക് ബാറ്ററിനെ മാക്സിമം ഫുള്ളാക്കി എടുത്തേ പറ്റൂ. അപ്പോൾ 20 ആംപിയറെങ്കിലും 150 AH നമ്മൾ കൺസിഡർ ചെയ്യുക. അതിന് മേലെ പോകുമ്പോൾ ബാറ്ററിക്ക് അത് അത്രത്തോളം ഗുണകരമാവും എനിക്ക് തോന്നുന്നില്ല. കാരണം മോസ്റ്റ്ലി നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ 5 വർഷമുള്ള ബാറ്ററികളൊക്കെ സോളാറിൽ വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ ക്യാപ്പ് ഒന്ന് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 വർഷം കഴിയുമ്പോഴേക്കും അതിന്റെ ഉൾഭാഗത്ത് നിന്ന് നമുക്കൊരു കറുത്ത കളറായിരിക്കും. കണ്ടിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഹലോ, കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ. അത് എന്താ വെച്ചാൽ ഒന്ന് സോളാർ ബാറ്ററികളിൽ ഈ ചാർജിങ് നടക്കുന്ന സമയത്ത് മാക്സിമം മിക്ക ചാർജറിലും നമ്മൾ കണ്ടിട്ടുള്ളത് ഓവറായിട്ട് വെള്ളം അങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കും. ഒരു 2 മാസം 3 മാസം കൂടുമ്പോൾ റീഫില്ലിങ്ങും വേണ്ട വരും. അത് കാരണം എന്താ വെച്ചാൽ എല്ലാവരും 14.6 14.7 ചാർജിങ് നടക്കുന്നത്.
ഈ 14.7 കണ്ടിന്യൂസ് ആയിട്ട് ത്രൂ ഔട്ട് ആണ്. അങ്ങനെ വരുമ്പോൾ വെള്ളം അങ്ങനെ ബോയിൽ ചെയ്തുകൊണ്ടിരിക്കും ബാറ്ററിയുടെ ഉള്ളിൽ. ബാറ്ററി ഹീറ്റ് ഉണ്ടാവും. ഈ ഹീറ്റുകളൊക്കെ ബാറ്ററിയുടെ ലൈഫിനെ മാക്സിമം ബാധിക്കുക തന്നെ ചെയ്യും. അതിന് ചെയ്യാവുന്ന മെത്തേഡുകൾ, നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ചാർജറുകളെ കുറിച്ചും നിങ്ങൾ കുറച്ചൊന്ന് സ്റ്റഡി ചെയ്യുക. അതിന്റെ സെറ്റിങ്സ് എത്രയാണോ നമ്മുടെ സേഫ്റ്റി പോർഷൻ അതിലേക്ക് കൊണ്ടുവരിക. കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാറ്ററി ലൈഫ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. പറഞ്ഞോളൂ. ഹലോ സാറേ പറയട്ടെ. നമ്മളിപ്പോ ഇതിനെ മാറ്റിട്ട് ഇപ്പോ നമ്മുടെ ട്യൂബുലർ ബാറ്ററി മാറ്റിയിട്ട് നമ്മള് ലിഥിയം ബാറ്ററി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ചാർജിങ് കറന്റ് എത്രയായിട്ട് സെറ്റ് ചെയ്യേണ്ടി വരുന്നത്? ഓരോ ബാറ്ററിക്കും ഏത് ബാറ്ററി നിങ്ങൾ ഇപ്പൊ ലിഥിയം അല്ല, ഈ ട്യൂബുലർ ബാറ്ററി ആയാലും ഫ്രഷ് ഏത് ബാറ്ററി ആയാലും അതിനനുസരിച്ചുള്ള ചാർജിങ് കറന്റുകൾ അതിന്റെ ഡാറ്റ ഷീറ്റിൽ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അത് എത്രയാണെന്നുള്ള കറക്റ്റ് റീഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു ബാറ്ററി മാറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം വെച്ചാൽ അല്ലാതെ നമ്മളിപ്പോ ഒരു ട്യൂബുലർ ബാറ്ററി ഇരുന്നോടത്ത് ലിഥിയം ബാറ്ററി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതില് അതിന്റെ ചാർജിങ് ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ വളരെ ഡിഫറെന്റ് ആണ്. ഇപ്പൊ നമ്മള് സാധാരണ ചിലർ ചെയ്യുന്നത് ഒരു നോർമൽ ഇൻവെർട്ടർ ബാറ്ററി ഇരിക്കുന്നിടത്ത് കൊണ്ടുപോയിട്ട് സാധാരണ സോളാർ ബാറ്ററി വെക്കുന്നുണ്ട്. അതിലൊന്നും യാതൊരു വിഷയവുമില്ല. പക്ഷെ അതിനൊക്കെ കമ്പനി മെൻഷൻ ചെയ്തിട്ടുള്ള ഓരോ ഡീറ്റെയിൽസും ഉണ്ട് അതിന്റെ സ്പെസിഫിക്കേഷൻസിൽ. ഇപ്പൊ ചിലതിൽ ഇപ്പൊ എക്സൈഡിനാണെങ്കിൽ 14.65 മെൻഷൻ ചെയ്യുന്നുണ്ട്, ചിലർ വന്നിട്ട് 14.2 ആയിരിക്കും. പക്ഷെ പലരും ഇതൊന്നും ശ്രദ്ധിക്കാതെ അത് നേരെ ചാർജറിൽ കൊണ്ട് കണക്ട് ചെയ്തിട്ട് ബാറ്ററി റീപ്ലേസ് ചെയ്യാറായി ബാറ്ററി അങ്ങ് മാറ്റി അവർ വീട്ടിൽ പോയി. പക്ഷെ 2 ദിവസം കഴിയുമ്പോഴായിരിക്കും ഇതിന്റെയൊക്കെ ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ ഫ്രഷിലിരിക്കുന്ന ഒരു ബാറ്ററി യാതൊരു ഇഷ്യൂസും കാണിക്കില്ല. കാരണം ഓൾമോസ്റ്റ് അതിൽ ഗ്രാവിറ്റി ഉണ്ട്. കാരണം കമ്പനി നമുക്ക് ചാർജ് ചെയ്ത് വിടുന്ന ബാറ്ററിയാണ്. ഒരു കാരണവശാലും അതിന് ഇഷ്യൂസ് ഉണ്ടാവില്ല. പക്ഷെ 2 ദിവസം കഴിയുമ്പോൾ ഈ ഇഷ്യൂസ് ഒക്കെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഏതൊരു കാരണവശാലും നമ്മളൊരു സാധനം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിന്റെ സ്പെസിഫിക്കേഷൻസ് നമ്മളൊന്ന് ഫസ്റ്റ് സ്റ്റഡി ചെയ്യുക. എന്താണ് ഈ ഒരു കമ്പനി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങൾ അത് സ്റ്റഡി ചെയ്തതിന് ശേഷം ഏതൊരു ചാർജ് കൺട്രോളറിനും അത് സപ്പോർട്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ അതും നമ്മൾ ഒന്ന് നോക്കുക. ലിഥിയം ബാറ്ററിക്ക് നമ്മുടെ ഇപ്പോഴുള്ള ട്യൂബുലർ ബാറ്ററിയുടെ സെറ്റിംഗ്സ് ഡിഫറെന്റ് ആണ്. അത് എന്തായാലും ഞാൻ സ്റ്റഡി ചെയ്തിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ട് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. വിത്തിൻ ഒരു 2 hour എൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാം. PDF ആയിട്ട് തന്നെ ഫോർവേഡ് ചെയ്യാം എല്ലാ ഡീറ്റെയിൽസും. ഒന്നുകൂടി ചോദിച്ചോട്ടെ. അതായത് നമ്മൾ ബാറ്ററി ഇപ്പൊ കുറച്ച് പഴക്കമുള്ള ബാറ്ററി നോക്കിയപ്പോ അതിന്റെ ഗ്രാവിറ്റിയിൽ കുറവില്ല, പക്ഷെ അതിൽ ചാർജ് ഫുൾ ആവണില്ല. അതിന് കാരണം എന്താ വെച്ചാൽ ഗ്രാവിറ്റി സാറ് കറക്റ്റ് ആയിട്ട് നോക്കിയായിരുന്നോ? കാരണം എന്താ വെച്ചാൽ ഇന്റേണൽ ബാറ്ററിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഈ ബാറ്ററി സാധാരണ നമ്മൾ കാണാറ് ഒരു 14.20 ഒക്കെ ആയിരിക്കും നമ്മൾ നോർമലി കട്ട് ഓഫ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ചില ബാറ്ററികൾ നമ്മൾക്ക് ഈ കട്ട് ഓഫ് സെറ്റ് ചെയ്ത വോൾട്ടിലേക്ക് കയറില്ല. അതായത് ചിലപ്പോൾ ഒരു 13.80 അവിടെ ചെന്ന് നിന്നുകൊണ്ട് ഇങ്ങനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. ചാർജർ കട്ട് ഓഫ് ആവില്ല. അത് ബാറ്ററിയുടെ ഇന്റേണൽ ഷോർട്ട് പോലെ ചെറിയ രൂപത്തിൽ വരുമ്പോഴാണ് ആ വോൾട്ടേജ് മുകളിലേക്ക് കയറാതെ വരുന്നത്. അതിൽ നമുക്ക് എളുപ്പവഴികളൊന്നുമില്ല കറക്റ്റ് ചെയ്യാനായിട്ട്. പലരും ചെയ്യാറുള്ളത് ചിലപ്പോൾ ചാർജർ കുറച്ച് വെച്ച് കുറച്ച് നാളും കൂടി ഓടിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ശാശ്വതമല്ല. അല്ല സാറേ, ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ടേജ് മാറുമോ? ബാറ്ററി കളഞ്ഞിട്ട് അത് ഞാൻ പലരും പറയുന്നുണ്ട്. ഞാൻ അതങ്ങനെ ചെയ്ത് നോക്കാത്തൊരു കാര്യത്തിൽ എനിക്ക് ആൻസർ പറയാൻ പറ്റില്ല. ഞാനത് ചെയ്ത് നോക്കിയിട്ടില്ല. സാധാരണ ഷോർട്ട് ഉണ്ടെങ്കിൽ ഷോർട്ട് ഗ്രാവിറ്റിയിൽ വളരെ വ്യത്യാസം കാണിക്കും. ഇപ്പൊ ഗ്രാവിറ്റി നോക്കുമ്പോൾ എല്ലാ ഇതിലും ഒരേപോലെ തന്നെ കാണിക്കുന്നത് 1.20 അങ്ങനത്തെ. ചിലപ്പോ എന്താ വെച്ചാല് കെമിക്കൽ അടിയിൽ ഊറിയിട്ടേ ബാറ്ററിയുടെ കെമിക്കൽസ് ഉണ്ടല്ലോ മറ്റേ പ്ലേറ്റ് എന്ന് വരുന്ന ആ ചെറിയ ഇത് അത് ഊറിയിട്ട് വല്ല ഷോർട്ടോ അങ്ങനെ വന്നിട്ടും ആയിരിക്കാം. ഞാനത് അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് താങ്കൾക്ക് കറക്റ്റ് ആയിട്ടൊരു ആൻസർ പറഞ്ഞു തരാൻ പറ്റില്ല. ഞാനത് അത്തരത്തിൽ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാനിങ്ങനെ ബാറ്ററിക്കാരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു വെച്ചാൽ ഒത്തിരി വർഷം പഴക്കമായി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി കുറയുന്നുള്ള തരത്തിലാണ്. അത് ഒരു ശരിയാണോ എന്നുള്ളതാണ്. അങ്ങനെ സ്റ്റോറേജ് എന്തായാലും കുറയും. കാരണം എന്താ വെച്ചാല് ഒന്ന് ചില ബാറ്ററികൾക്ക് ഇന്റേണൽ ആയിട്ട് ഇത്ര കാലപ്പഴക്കം വരുമ്പോ എന്തായാലും സ്റ്റോറേജ് കുറയും എന്നുള്ളത് ഷുവർ തന്നെയാണ്. പിന്നെ കാര്യം കംപ്ലീറ്റ് ഊറ്റിയിട്ട്, അതായത് വെള്ളങ്ങൾ കംപ്ലീറ്റ് ഊറ്റുക. പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, നമ്മൾ ചെയ്ത് നോക്കിയിട്ടില്ല. ഊറ്റിയിട്ട് ക്ലീൻ ചെയ്ത് രണ്ടാമത് റിഫ്രഷ് ചെയ്യുമ്പോൾ പലർക്കും കറക്റ്റ് ആയെന്ന് പറഞ്ഞ് കേട്ടിട്ടുമുണ്ട്. സാറേ ഒരു ഡൗട്ട് ഉണ്ട്, ചോദിക്കാലോ? പിന്നെന്താ സാർ, ഈ ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറുമായി ബന്ധപ്പെട്ട് ഈ പീരിയോഡിക്കൽ മെയിൻ്റെനൻസ്, പ്രിവെന്റീവ് മെയിൻ്റെനൻസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്?
അതായത് സാധാരണ ഒരു ഓഫ് ഗ്രിഡ് UPS നമ്മളൊരു 4 മാസം 5 മാസം കൂടുമ്പോൾ സൈറ്റ് വിസിറ്റ് നടത്തുമ്പോൾ ഏറ്റവും ആദ്യം നോക്കേണ്ടത് ബാറ്ററിയുടെ ഗ്രാവിറ്റിയാണ്. ഇത് ഞാൻ എടുത്തു പറയാനുള്ള ഒരു കാരണം, നമ്മളിപ്പോൾ ഡീലേഴ്സ് ഇൻസ്റ്റലേഷൻ കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ കസ്റ്റമർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു അഭ്യാസം എന്താ വെച്ചാൽ അവർ മെയിൻ അങ്ങ് ഓഫ് ചെയ്തിടും. കാരണം പലരെയും പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത് സോളാർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ KSEB വേണ്ടാന്നാണ്. അപ്പൊ കസ്റ്റമർ ചെയ്യുന്ന എന്താണ്, കസ്റ്റമർ മെയിൻ ഓഫ് ചെയ്തിട്ട് പിന്നെ സോളാറിലാണ് ഉപയോഗം. പക്ഷേ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പാനല് ചിലപ്പോൾ അത്രയൊന്നും സപ്പോർട്ട് ചെയ്യാൻ കഴിവുള്ളതായിരിക്കില്ല. അതായത് കപ്പാസിറ്റി ഉണ്ടാവില്ല. ചിലപ്പോൾ കസ്റ്റമർ ആവശ്യപ്പെട്ടുണ്ടാവും എനിക്ക് കുറഞ്ഞ ബഡ്ജറ്റിലാണ് വേണ്ട വരിക. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാല് പ്രോപ്പർ ആയിട്ട് ബാറ്ററി ഒരു ചാർജിങ്ങിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. കാരണം കസ്റ്റമർ മെയിൻ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് ഫുൾ ടൈം സോളാറിൽ ചാർജ് ചെയ്ത് സോളാറിന് ഡിസ്ചാർജ് നടത്തി വരുന്ന ഒരു ബാറ്ററി എല്ലാ ദിവസവും ചിലപ്പോൾ ഒരു ഫുൾ ചാർജിൽ എത്തിയെന്ന് വരില്ല. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ബാറ്ററിയുടെ ഗ്രാവിറ്റി, ഇപ്പോൾ സപ്പോസ് 4 ബാറ്ററി ഉള്ള സിസ്റ്റം ആണെങ്കിൽ എല്ലാ ബാറ്ററിയുടെയും ഗ്രാവിറ്റി നിങ്ങളൊന്ന് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. അതിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ആ ഗ്രാവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സംവിധാനം ചെയ്യുക. ഒന്നുമില്ലെങ്കിൽ ഒരു ദിവസം ഫ്രീ ആയിട്ട് വിടുകയോ 1-2 ദിവസം ഒന്ന് ഫ്രീ ആയിട്ട് വിടുകയോ, അപ്പോൾ അത് ബാറ്ററി കറക്റ്റ് ആയിട്ട് അതിന്റെ ഗ്രാവിറ്റിയിലേക്ക് തിരിച്ചു വരും. അല്ലാത്ത പക്ഷം ആ ബാറ്ററിക്ക് കാലക്രമം ഒരു വളരെ നിയറസ്റ്റ് പീരീഡിൽ തന്നെ അതിന്റെ സ്റ്റോറേജ് നഷ്ടപ്പെടാനുള്ള ഒരു ചാൻസ് വന്നു ചേരും. ബാറ്ററി ലൈഫിനെയും അത് ബാധിക്കും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ രൂപത്തിൽ പോയി കഴിഞ്ഞാൽ. പിന്നെ നമ്മുടെ സിസ്റ്റത്തിലെ ചാർജിങ്ങിനെ കുറിച്ച്, അതായത് നമ്മുടെ ബാറ്ററി ചാർജിങ്ങിൽ എന്തെങ്കിലും ഇത് വന്നിട്ടുണ്ടോ, സെറ്റിംഗ്സിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ, അതുപോലെ തന്നെ ബാറ്ററിയിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മെഷീൻ ആണെങ്കിൽ എല്ലാം ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേയിൽ കാണിക്കുന്ന സെയിം വോൾട്ടേജ് തന്നെയാണോ നമ്മൾ മൾട്ടിമീറ്ററിൽ മെഷർ ചെയ്യുമ്പോൾ ബാറ്ററിയിലും കാണിക്കുന്നത്? ഞാനത് എടുത്തു പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ പല സൈറ്റുകളിലും നമ്മൾ കാണുന്ന ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ സിസ്റ്റത്തിലെ ഡിസ്പ്ലേയിൽ ഒരു വോൾട്ടും നമ്മൾ മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് ബാറ്ററിയിൽ മെഷർ ചെയ്യുമ്പോൾ വേറൊരു വോൾട്ടുമാണ്. അങ്ങനെ ഒരു കാരണവശാലും വരാൻ പാടില്ല. അതായത് ഒരു 0.5 0.35 അതൊരു വലിയ ഇഷ്യൂ അല്ല. 1-2 വോൾട്ടിന്റെ ഡിഫറൻസിലേക്ക് നമ്മൾ അതിനെ വിട്ടുകൊടുക്കരുത്. വിട്ടുകൊടുത്താൽ അത് ചാർജിങ്ങിനെ വലിയ രൂപത്തിൽ ബാധിക്കും. ഒന്നുമില്ലെങ്കിൽ ചിലത് ഓവർ ചാർജിങ്ങിലേക്ക് പോവാം, ചിലത് ചാർജിങ് പ്രോപ്പർ ആവാതെ വരാം. അപ്പൊ അതൊക്കെ കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴും വാച്ച് ചെയ്യുക. ഈ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് വാച്ച് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബാറ്ററിയുടെ ലൈഫും കാര്യങ്ങളും നിങ്ങൾക്ക് കറക്റ്റായിട്ട് തലവേദനകൾ ഇല്ലാതെ മുന്നോട്ട് പോകാനും പറ്റും. പറഞ്ഞോളൂ. ഹലോ. ഹലോ. സാർ നമ്മൾ ഡിസ്ചാർജിങ് പറഞ്ഞില്ലേ, അത് ഞാൻ നേരത്തെ ചോദിച്ചെന്താ വെച്ചാല് ഡിസ്ചാർജിങ് ടൈം നമുക്ക് ഈവനിങ്ങില് ഓഫ് ഗ്രിഡിലാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ബാറ്ററിയുടെ 50% നമുക്ക് KSEBിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യാവല്ലോ ഓട്ടോമാറ്റിക്കലി. അത് 50% 11.5 ആയിട്ടാണോ വരുന്നത്? അങ്ങനെയില്ല. അതായത് അതിനൊരു കൺസിഡറേഷൻ ഇല്ല, നമ്മൾ ആണ് തീരുമാനിക്കുന്നത്. അതായത് ഇപ്പൊ ഒരു കസ്റ്റമറുടെ വീട്ടില് മാക്സിമം സേഫ് അവർ ഉദ്ദേശിക്കുന്നത് KSEBിനെ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് മാക്സിമം ഡിസ്ചാർജ് എടുക്കാം. ഒരു ബാറ്ററിയുടെ നിയറസ്റ്റ് ലെവൽ വരെ, ബാറ്ററി ലോ ലെവൽ വരെ നമുക്ക് ഡിസ്ചാർജ് എടുത്തിട്ട് മെയിൻസിലേക്ക് ബൈപ്പാസ് ചെയ്യാം. അതുകൊണ്ട് വിരോധമൊന്നുമില്ല. അതൊക്കെ നമ്മളാണ് തീരുമാനിക്കുന്നത്. മാക്സിമം യൂട്ടിലൈസേഷൻ എന്നൊരു പോളിസി അവിടെ എൻട്രി ചെയ്യുന്ന വാല്യൂ. പറഞ്ഞോളൂ. അതുകൊണ്ട് വാറണ്ടിക്ക് പ്രോബ്ലം ഉണ്ടാവും? വാറണ്ടിക്കൊന്നും യാതൊരു ഇഷ്യൂസും ഇല്ല. അവിടെ ആ ഒരു ഫംഗ്ഷൻ വരുന്നത് നമുക്ക് മാക്സിമം സോളാർ യൂട്ടിലൈസേഷൻ വേണ്ടിയിട്ടാണ്. അതായത് കസ്റ്റമറുടെ ബില്ല് മാക്സിമം റിഡ്യൂസ് ചെയ്യാനാണ് ആ പോയിന്റ്. എത്രത്തോളം നിങ്ങൾ ബാറ്ററിയിൽ നിന്ന് യൂസ് ചെയ്യുന്നോ അത്രയും ടൈം നമ്മൾ KSEB യൂസ് ചെയ്യാതെ സോളാറിൽ തന്നെ യൂട്ടിലൈസേഷൻ നടക്കുന്നു. അത് കസ്റ്റമർക്കും ഉപയോഗമാണ്. പക്ഷെ അത്രയും ഡിസ്ചാർജിൽ പോകുമ്പോൾ അടുത്ത ദിവസം സോളാർ ഇത് റീചാർജ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവിടെ ഉണ്ടാവണം. അല്ലെങ്കിൽ അടുത്ത ദിവസം സോളാർ ഷിഫ്റ്റ് ആവുന്ന ടൈം വളരെ ലേറ്റ് ആയിട്ടായിരിക്കും. മാക്സിമം ഡീപ് ഡിസ്ചാർജ് എടുക്കാതിരിക്കുക, ഒരു പർട്ടിക്കുലർ ലെവൽ അവിടെ നിർത്തുക. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് രാത്രി കറണ്ട് പോയി വിചാരിക്കുക. നമ്മളിപ്പോൾ ഒരു ഡീപ് ഡിസ്ചാർജിലാണ് ഈ ചേഞ്ച് ഓവർ സെറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. താങ്കൾ പെട്ടെന്ന് രാത്രി കറണ്ട് പോയി, എന്തുണ്ടാവും? ഈ കസ്റ്റമർക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഒരു പവർ പോലും സ്റ്റോറേജിൽ ഉണ്ടാവില്ല. അപ്പോൾ ഒരു 11.50 താഴെ മാക്സിമം പോവാതിരിക്കുക. പോയി കഴിഞ്ഞാൽ പെട്ടെന്നൊരു പവർ ഷട്ട് ഡൗൺ വന്നാൽ കസ്റ്റമർക്ക് ബാക്കപ്പ് ഇല്ലാത്ത ഒരു അവസ്ഥ വരും, അവർ ഇരുട്ടിലിരിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. 11.5 എന്ന് പറഞ്ഞാൽ 50% ആണോ? കേട്ടില്ല.
11.5 എന്ന് പറയുന്നത് നമ്മുടെ ചായ ബാറ്ററി കുടിച്ചില്ലേ? കപ്പാസിറ്റി 50% ആണോ? ആ ഒരു 50%-ന്റെ അടുത്ത്. ഉണ്ണിയെ ഇവരൊക്കെ നീ ഹലോ വാതിലടച്ചിട്ട് കിടന്നു. ഡിസ്റ്റർബൻസ് ആയിട്ട് വോയിസ് വരുന്നുണ്ടല്ലോ. ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. ആരെങ്കിലും മ്യൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്തോളൂ. ഹലോ സാറേ, ഹലോ, ഞാൻ ജയനാണ്. പറഞ്ഞോളൂ. ഞാൻ നേരത്തെ ഇവിടെ രഞ്ജിത്ത് സാർ ആൻസർ കൊടുത്തതാണ് ഞാൻ ചോദിക്കുന്നത്. 9 ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ 600 വാട്ട് പാനൽ വേണ്ടി വരും എന്നൊരു സജഷൻ പറഞ്ഞു. എന്റെ വീട്ടില് അനട്ടിന്റെ സബ്സിഡി സ്കീമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. 1000 വാട്ട് പാനൽ വെച്ചപ്പോൾ 600 ബാറ്ററിയാണ് വെച്ചിരിക്കുന്നത്. അത് വലിയ കുഴപ്പമില്ലാതൊക്കെ വർക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോ രഞ്ജിത്ത് സാറ് പറഞ്ഞ പോലെ ആ രീതിയിലാണെങ്കിൽ 600 ബാറ്ററിക്ക് ഒരു 4 ഇരട്ടി വേണ്ടി 2400 വാട്ട്. ഇല്ല സാറേ ഒരു മിനിറ്റ്. സാറ് പറയുന്നത് 600 ബാറ്ററി എന്ന് പറഞ്ഞാൽ 150 4 ബാറ്ററി അല്ലേ? 4 ബാറ്ററി. അത് ഒരിക്കലും 600 അല്ല. അത് 150 4 ബാറ്ററി സീരീസ് ആണ്. അത് 150 സീരീസ് ആണ്. 150 48 വോൾട്ട് ആണ്. അത് ഒരു കാരണവശാലും 600 അല്ല. കാരണം 600 ആവണമെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് 600 ആവണമെന്നുണ്ടെങ്കിൽ സാറ് ബാറ്ററികൾ തമ്മിൽ ഒരു കാരണവശാലും വോൾട്ടേജ് ഇൻക്രീസ് ആകുമ്പോഴാണ് നമുക്ക് കറന്റ് സെയിം ആയിരിക്കും. ബാറ്ററിയുടെ ഏതാണോ AH അതേ AHൽ തന്നെ ബാറ്ററി നിലനിൽക്കും. അത് 48 വോൾട്ടിലേക്ക് മാറുകയും ചെയ്യും. അതായത് സാറ് പറഞ്ഞത് 600 എന്നാണ്. അതല്ല, 600 അല്ല ബാറ്ററി. 150 12 വോൾട്ടിന്റെ 4 നമ്പർ ബാറ്ററികളാണ് സാറിന്റെ വീട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ടാവുക. ശരിയല്ലേ? അത് 4ഉം സീരീസിലാണ്. ആ ഒരു കണക്ഷനിൽ ഒരു കാരണവശാലും സാറിന്റെ AH ഇൻക്രീസ് ആവില്ല, വോൾട്ട് മാത്രമേ ഇൻക്രീസ് ആവുള്ളൂ. അതായത് 12 വോൾട്ടിനെയാണ് സാറ് 4 ബാറ്ററികൾ തമ്മിൽ ഇന്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. അവിടെ വോൾട്ടേജ് മാത്രമേ ഇൻക്രീസ് ആവുള്ളൂ. AH സെയിം ആണ്. 150 ബാറ്ററിയാണ്. അതായത് അതിനെ മെൻഷൻ ചെയ്യുക 150 48 വോൾട്ട് സിസ്റ്റം എന്നാണ്. അത് 600 മാറണമെന്നുണ്ടെങ്കിൽ സാർ ഈ 4 ബാറ്ററികളും ആഡ് ചെയ്യണം. അതായത് പാരൽ ചെയ്യണം. അപ്പൊ എന്തുണ്ടാവും? സാറിന്റെ വോൾട്ടേജ് സെയിം ആയിരിക്കും. ഏതാണോ ബാറ്ററിയുടെ യഥാർത്ഥ വോൾട്ടേജ് 12 വോൾട്ട് ആണെങ്കിൽ ആ 12 വോൾട്ട് തന്നെയായിരിക്കും ആഡ് ചെയ്യുമ്പോൾ വരിക, പാരൽ ചെയ്യുമ്പോൾ വരിക. വോൾട്ടേജ് ഒരിക്കലും ഇൻക്രീസ് ആവില്ല. കറന്റ് മാത്രമേ പാരൽ ഇൻക്രീസ് ആവുള്ളൂ. സീരീസ് ചെയ്യുമ്പോൾ കറന്റ് സെയിം ആയിരിക്കും, വോൾട്ടേജ് മാത്രം ഇൻക്രീസ് ആവും. അതുകൊണ്ടാണ് സാറിന്റെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള 1 കിലോവാട്ട് പാനലിൽ സാറിന്റെ ബാറ്ററി പ്രോപ്പർ ആയിട്ട് ചാർജ് ആവുന്നത്. ഒരു 600 AH ബാറ്ററി ആണെങ്കിൽ ഒരു കാരണവശാലും സാറിന്റെ ബാറ്ററി ചാർജ് ആവില്ല 100%. അപ്പൊ എനിക്കൊരു ചോദിക്കുന്നത് ക്ലിയർ ആവേണ്ടത്, അപ്പൊ 1000 വാട്ട് പാനലിൽ എനിക്ക് 4 യൂണിറ്റ് പവർ കിട്ടുന്നു. അതെ. ഞാൻ 150 ഒരു ബാറ്ററി വെക്കുകയാണ്. ഓക്കെ. വെച്ച് ചെയ്യാണ് 600 വാട്ട് പാനലും വെക്കുകയാണ്. അപ്പൊ എനിക്ക് ആ രീതി അനുസരിച്ച് പറയുകയാണെങ്കിൽ ഒരു 2.4 യൂണിറ്റ് പവർ കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും. ഈ 150 ബാറ്ററിയിൽ ബാക്കപ്പ് ചെയ്യോ? ബാക്കപ്പ് ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല. പക്ഷെ അത്രയും കറന്റ് ഫ്ലോ ചെയ്യുമ്പോൾ ഇപ്പൊ ഒരു ഏകദേശം ഇപ്പൊ 600 വാട്ടല്ലേ പാനൽ പറഞ്ഞത്. അപ്പൊ ഏകദേശം ഒരു 20-25 ആംബിയറിന്റെ അടുത്ത് കറന്റ് ഫ്ലോ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലേ? അങ്ങനെ 600 വാട്ട് ഏകദേശം 20-25 വലിയ കുഴപ്പമില്ലാതെ ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റും. 20ന്റെ അടുത്ത് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബാറ്ററിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. നോർമലി ഉള്ള കേസുകളാണ്. കാരണം ഇതിലും ശ്രദ്ധിക്കേണ്ടത് അതിന്റെ ചാർജിങ് പ്രോപ്പർ അല്ലേ എന്നുള്ളതാണ് ഏറ്റവും സേഫ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഒരു കാരണവശാലും പറഞ്ഞോളൂ. അങ്ങനെയാണെങ്കിൽ 150 ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര യൂണിറ്റ് പവർ അതിൽ ബാക്കപ്പ് ഉണ്ടായിരിക്കും ഏകദേശം? അതായത് സാർ എത്ര കൺസ്യൂം ചെയ്യും ലോഡ്? പകല് യൂസേജ് ചെയ്യുന്നില്ല വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പകല് യൂസേജ് ചെയ്യുന്നില്ലെങ്കിൽ സാറിന് ഇപ്പൊ ഒരു സിംഗിൾ ബാറ്ററി ആണെങ്കിൽ ഒരു 400 വാട്ട് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും കാൽക്കുലേറ്റർ ഇല്ല കറക്റ്റ് ആയിട്ട് സാറിനൊന്ന് പറഞ്ഞാൽ മതി. സാർ പറഞ്ഞാൽ മതി, അതിന്റെ കാൽക്കുലേഷൻ രീതി പറഞ്ഞാൽ മതി, എനിക്ക് കുഴപ്പമില്ല. അതായത് ഇപ്പൊ ഒരു ബാക്കപ്പ് കാൽക്കുലേഷൻ എടുക്കുകയാണെങ്കിൽ ടോട്ടൽ വാട്ട് സാർ കൺസ്യൂം ചെയ്യുന്ന വാട്ടേജ് ബൈ DC വോൾട്ട്. സാറിന്റെ ഇൻവെർട്ടർ സൈൻ വേവ് ആണോ സ്ക്വയർ വേവ് ആണോ? സൈൻ 0.6. അപ്പൊ കിട്ടുന്നതാണ് സാറിന് 1 മണിക്കൂർ വർക്ക് ചെയ്യാനുള്ള ബാറ്ററിയുടെ AH. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യോ? അത് കട്ടായി പോയി.
ടോട്ടൽ വാട്ട്, അതായത് ടോട്ടൽ വാട്ട് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ കൺസ്യൂം ചെയ്യുന്ന വാട്ടാണ് കേട്ടോ. ശരി, ഓക്കെ. ടോട്ടൽ വാട്ടേജ് ഡിവൈഡഡ് ബൈ DC വോൾട്ട് ഡിവൈഡഡ് ബൈ 0.6. അപ്പോൾ കിട്ടുന്നതാണ് നിങ്ങൾക്ക് 1 മണിക്കൂർ വർക്ക് ചെയ്യാനുള്ള ബാറ്ററിയുടെ AH. ചിലപ്പോൾ ആ കിട്ടുന്ന സംഖ്യ നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ഉള്ള ഒരു ബാറ്ററിയുടെ AHന്റെ സംഖ്യയായിട്ട് നിയറസ്റ്റ് ആയിരിക്കില്ല. അപ്പൊ അതിന്റെ തൊട്ടടുത്ത് ബാറ്ററി നമുക്ക് കിട്ടുന്നത് 75.5 അങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്. നമ്മൾ 80 AH സെലക്ട് ചെയ്യാം. മനസ്സിലായില്ലേ? 0.6 എന്ന് പറഞ്ഞാൽ എന്താണ് അത്? അത് സൈൻ വേവിന്റെ എഫിഷ്യൻസിയിൽ അതന്നെ സ്ക്വയറിലാണെങ്കിൽ 0.8. അല്ല സാറേ, എന്റെ ചോദ്യം അപ്പോഴും എനിക്ക് ക്ലിയർ ആയില്ല. ഞാൻ ചോദിച്ചത് 150 AH ബാറ്ററി ഞാൻ ഉപയോഗിക്കുമ്പോൾ പകല് ഉപയോഗിക്കുന്നില്ല എങ്കിൽ രാത്രി എനിക്ക് ഒരു 200 വാട്ട് പവർ വെച്ചിട്ട് ഞാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ എത്ര മണിക്കൂർ ഉപയോഗിക്കാൻ ബാക്കപ്പ് ഉണ്ടാവും? അതിനാണ് ഞാൻ ആ ഇക്വേഷൻ സാറിന് തന്നത്. അതിൽ ആ 200 വാട്ട് സാർ ഇട്ടാൽ മതി. 200 വാട്ട് ഡിവൈഡ് ബൈ 12 ഡിവൈഡ് ബൈ 0.6. അപ്പൊ എത്ര മണിക്കൂർ എന്നുള്ള സാറിന് അവിടെ കിട്ടി? AH കിട്ടി. ഇൻറ്റു ഹവർ ഇട്ട് കഴിഞ്ഞാൽ സാറിന്റെ ബാറ്ററിക്ക് ഈക്വൽ ആവും. ഹലോ, ഒന്ന് പറഞ്ഞോട്ടെ. രജിത്തേ സാറേ, 150 AH ബാറ്ററിയിൽ 200 വാട്ട് ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 6 മണിക്കൂർ ബാക്കപ്പ് സാറിന് കിട്ടും. 6 മണിക്കൂറോ? അല്ലേ? 150 AH ബാറ്ററിയിൽ 200 വാട്ട് ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 6 മണിക്കൂർ ബാക്കപ്പ് ആണ് കിട്ടേണ്ടത്. പറഞ്ഞോളൂ. ഹലോ ഹലോ പറഞ്ഞോളൂ. ചോദിച്ചാള് പോയോ? ഹലോ ഹലോ അല്ല, എന്താ ക്ലിയർ ആയി എനിക്ക് ക്ലിയർ ആയല്ലോ. അതായത് 150 AH ബാറ്ററിയിൽ 400 വാട്ട് ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3 മണിക്കൂറാണ് ബാക്കപ്പ് കിട്ടേണ്ടത്. ഓക്കെ, എനിക്ക് മനസ്സിലായി. ശരി, അടുത്ത ചോദ്യം ചോദിച്ചോളൂ. സാറേ ചോദിച്ചോട്ടെ. നമ്മൾ ഈ പാനലുകൾ സീരിയൽ ചെയ്ത് വെക്കുന്നതും പാരൽ ചെയ്ത് വെക്കുന്നതും അതുപോലെ തന്നെ ബാറ്ററികൾ സീരിയൽ ചെയ്ത് വെക്കുന്നതും പാരൽ ചെയ്ത് വെക്കുന്നതും ഏതാണ് നല്ലത്? അത് എന്നോടാണോ ചോദ്യം? സാറിനോട്. അതായത് നമ്മളിപ്പോ ഒരു സിസ്റ്റത്തില് ബാറ്ററി സീരീസ് ചെയ്ത് വെക്കണോ പാരൽ ചെയ്ത് വെക്കണമോ എന്ന് തീരുമാനിക്കുന്നത് അതിന്റെ ബാക്കപ്പ് ടൈമിനെ ആശ്രയിച്ചിട്ടാണ്, അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ കപ്പാസിറ്റിയെ അനുസരിച്ചിട്ടാണ്. ഇപ്പൊ ഒരു 600 VL സിസ്റ്റത്തിലൊന്നും നമുക്ക് സിംഗിൾ ബാറ്ററിയുടെ ആവശ്യമുള്ളൂ. അപ്പൊ അതിൽ നമ്മൾ വലിയൊരു ബാക്കപ്പ് കസ്റ്റമർ പറയുന്നുണ്ടെങ്കിൽ, അതായത് സപ്പോസ് ഒരു കസ്റ്റമർ നമ്മളോട് പറയാണ് എനിക്ക് ഒരു 300 വാട്ട് ലോഡ് 24 hours വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാലാണ് നമ്മൾ ഹയർ വോൾട്ടേജിലേക്ക് സിസ്റ്റത്തെ ഡിസൈഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഈ ബാറ്ററികൾ സീരീസ് ചെയ്യുന്നതുകൊണ്ടൊന്നും വിഷയങ്ങളൊന്നുമില്ല. പിന്നെ താങ്കൾ ചോദിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പാനല് സീരിയൽ ചെയ്ത് വെക്കുന്നത് പാരൽ ചെയ്ത് വെക്കുന്നത് അല്ല, അതും ഇതേപോലെ തന്നെ പ്രൊപ്പോർഷണലി. അതായത് നമ്മൾക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇപ്പൊ താങ്കളുടെ വീട്ടിൽ ഞാൻ ചെയ്യുന്ന ഒരു പ്രൊജക്ടിന് താങ്കൾ പറയാണ് എനിക്ക് ഹയർ ബാക്കപ്പിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ ബാറ്ററിയുടെ എണ്ണം കൂട്ടുക, അല്ലാതെ വേറെ സോഴ്സുകളൊന്നുമില്ല. ബാറ്ററിയുടെ എണ്ണം കൂട്ടുമ്പോൾ എനിക്ക് അതിനനുസരിച്ച് പാനൽ VOCകളും മാറ്റം വരുത്തണം. ഇപ്പൊ 24 വോൾട്ട് ബാറ്ററിയിൽ എനിക്കൊരു 50 വോൾട്ടും കൊടുക്കാം, 100 വോൾട്ടും കൊടുക്കാം MPPT ഇൻപുട്ടിലാണെങ്കിൽ. അപ്പൊ അതൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് നമ്മൾക്ക് ഉപയോഗിക്കുന്ന ചാർജ് കൺട്രോളറിൽ അത് എത്രത്തോളം VOC സപ്പോർട്ട് ചെയ്യും, അതായത് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറയും VOC. അതായത് വിത്തൗട്ട് ലോഡിൽ നമ്മൾ മെഷർ ചെയ്യുന്ന വോൾട്ടേജിനെയാണ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഒരു പാനല് നമ്മളൊരു സിസ്റ്റത്തിൽ കണക്ട് ചെയ്യാതെ 2 വയറിൽ നമ്മൾ മെഷർ ചെയ്യുന്ന വോൾട്ടേജിനെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്നാണ് പറയാം. അത് നമുക്ക് ഒരു 24 വോൾട്ട് ബാറ്ററി ആണെങ്കിൽ MPPTയിൽ 40 വോൾട്ട് മുതൽ 100 വോൾട്ട് വരെ. അതൊരു നിർബന്ധമല്ല, പല കമ്പനികളും പല രൂപത്തിലാണ്. ചിലർ പറയും 150 വോൾട്ട് വരെ പോകാം, ചിലർ പറയുന്നുണ്ട് 100 വോൾട്ട് വരെ പോകാം, ചിലർ പറയുന്നുണ്ട് 50 വോൾട്ട് വരെ പോകാം. ഇതിൽ ഓരോന്നിനും കാറ്റഗറിയിൽ ഡിഫറൻസുകളുണ്ട്. ഒരു പരിധി കഴിഞ്ഞാൽ എഫിഷ്യൻസി ഹയർ ഇല്ല, ഒരു പരിധി വരെ എഫിഷ്യൻസി ഉള്ളൂ. അതിന് മേലെ വരുന്ന ഹീറ്റ് ലോസും കാര്യങ്ങളുമാണ്. ഈ പാനൽ സീരീസ് തീരുമാനിക്കുന്നത് നമ്മൾക്ക് സിസ്റ്റത്തിന്റെ ഇതനുസരിച്ച് എഫിഷ്യൻസിക്ക് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. അതേപോലെ തന്നെ അവിടെ നിന്ന് വരുന്ന കേബിളിന്റെ ഇതിനും വ്യത്യാസം വരും അല്ലെ? പാരലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വരും. പാരൽ ചെയ്യുമ്പോൾ നമുക്ക് കേബിൾ സൈസ് കൂട്ടിയേ പറ്റൂ, സീരീസ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ കുറയ്ക്കാൻ പറ്റും. അതൊക്കെ
അതേപോലെ തന്നെ നമ്മൾ ഒരു ചാർജ് കൺട്രോൾ തീരുമാനിക്കുന്നത് എത്ര ആംപിയർ വേണമെന്നുള്ള തീരുമാനിക്കുന്നത് എങ്ങനെയായിരിക്കുക? ഒരു നമ്മളിപ്പോ ഒരു 300 വാട്ട് അല്ലെങ്കിൽ 350 വാട്ടൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 5 ആംപിയറിന്റെ ഞാൻ സിമ്പിൾ ആയിട്ട് നേരത്തെ സാറിന് ഒരു ഉദാഹരണം പറഞ്ഞു തന്നു. അതായത് നമ്മൾ കസ്റ്റമറുടെ ലോഡിന് നമ്മൾ ആശ്രയിക്കുന്നു 300 വാട്ട് പ്ലസ് ചാർജിങ് കറണ്ട് എന്ന് ഞാൻ പറഞ്ഞു തന്നു ഇല്ലേ? അതേ അപ്പൊ ടോട്ടൽ ആംപിയർ അവിടെ കിട്ടി, എത്രയാണ് നമുക്ക് ഫ്ലോ ചെയ്യേണ്ട കറണ്ട് എന്നുള്ളത് കിട്ടി. അതായത് നേരത്തെ ഞാൻ പറഞ്ഞു തന്ന ഒരു 300 വാട്ട് കസ്റ്റമർ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അവിടെ എടുക്കുന്ന ഡിസ്ചാർജിങ് കറണ്ട് ആദ്യം മെൻഷൻ ചെയ്യുക, നോട്ട് ചെയ്യുക, പ്ലസ് ബാറ്ററിയിലേക്ക് ഫ്ലോ ചെയ്യേണ്ട കറണ്ട് നോട്ട് ചെയ്യുക. ഈ രണ്ട് കറണ്ടും കൂടി കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് ടോട്ടൽ കറണ്ട്. ഈ ടോട്ടൽ കറണ്ട് നമുക്ക് MPPT വഴിയാണ് വരേണ്ടത്. അതെ. അപ്പൊ ഒരു സപ്പോസ് 20 ആംപിയർ ആണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ 30 ആംപിയർ ആണ് വേണ്ടതെന്ന് വെക്കാം. അപ്പൊ ഒരു 40 ആംപിയർ ഫ്ലോ ചെയ്യുന്ന MPPT നമുക്ക് വേണം. അതാണ് അറിയേണ്ടത്. അതായത് ഒരു 10% ഇൻക്രീസ് കണ്ടിട്ട് നമ്മൾ ചാർജിങ് യൂണിറ്റിനെ സെലക്ട് ചെയ്യാം. മനസ്സിലായി. 10% ഇൻക്രീസ് ചെയ്തിട്ട് വെക്കണം. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ എന്താ വെച്ചാൽ തൊട്ട് നിയറസ്റ്റ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. കസ്റ്റമർ ചിലപ്പോൾ ഒരു ഹെവി സർജ് യൂസ് ചെയ്യുന്ന സാധനങ്ങളോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ കുറച്ച് നേരം വർക്ക് ചെയ്യേണ്ട സാധനങ്ങളോ ഉണ്ടെങ്കിൽ കസ്റ്റമർ അത് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ഇവിടുന്ന് കറണ്ട് കൂടുതൽ ഫ്ലോ ചെയ്യും. അത് നിങ്ങളുടെ MPPT-നെ ബാധിക്കും. അതിന്റെ കൺവേർട്ടർ സ്റ്റേജ് ബ്ലാസ്റ്റ് ചെയ്യാനുള്ള അവസ്ഥ വരും. ഒരുപാട് ആംപിയർ ഉള്ളത് വെച്ച് കഴിഞ്ഞാലും പ്രശ്നങ്ങളുണ്ടോ? ഇതിനെ ചാർജ് കൺട്രോളറിന്റെ ആംപിയർ ആണോ സാർ ഉദ്ദേശിക്കുന്നത്? അതിന് കുഴപ്പമില്ല. സാർ ഇപ്പൊ ഇൻസ്റ്റാൾ ചെയ്യുന്ന പാനൽസ് കുറവാണെങ്കിൽ സാർ എത്ര ആംപിയറിന്റെ കൊടുത്താലും പാനലിന് കിട്ടുന്നതല്ലേ MPPT-ക്ക് തരാൻ പറ്റൂ. ഉപയോഗിക്കാൻ പറ്റും. സാറ് ഇപ്പൊ ആംപിയർ കൂടിയ ചാർജ് കൺട്രോൾ ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. അത് സാർ ഉപയോഗിക്കുന്ന പാനലിനനുസരിച്ച് മാത്രമേ ഔട്ട്പുട്ട് പുറത്തേക്ക് വരുള്ളൂ. അതിനനുസരിച്ച് അതിന്റെ POC-യിലും വ്യത്യാസം ഉണ്ടാവും. ഓരോന്നിനും ഓരോ അത് കമ്പനികൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഓരോന്നിനും ഇത്ര വോൾട്ടിലാണ് ഇത് വർക്ക് ചെയ്യുക, ഇത്ര വോൾട്ട് മുതൽ ഇത്ര വോൾട്ട് വരെ. ഹലോ സാർ, ഒരു കാര്യം പറഞ്ഞോട്ടെ. ഹലോ, ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ പേര് രജിത്ത് എന്നാണേ. ഞാൻ നേരത്തെ പറഞ്ഞ 15.5 ബൂസ്റ്റ് വോൾട്ടേജ് പറഞ്ഞ എക്സൈഡ് ബാറ്ററിയുടെ കാര്യമാണ്. ബാക്കി ബാറ്ററിയുടെ ഡീറ്റെയിൽസ് വേരിയേഷൻ ഉണ്ടാവും. ഞാൻ സംസാരിച്ചത് കംപ്ലീറ്റ് എക്സൈഡിന്റെ കാര്യമാണ്. എക്സൈഡിന്റെ ബാറ്ററി വോൾട്ടേജും ഇപ്പൊ അതർ ബാറ്ററിയുടെ വോൾട്ടേജും തമ്മിൽ വേരിയേഷൻ ഉണ്ടാവും. അപ്പൊ കസ്റ്റമർ അത് ഒന്ന് പ്രോപ്പർ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഒരു ചാറ്റിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അതായത് 150H ബാറ്ററി മാക്സിമം സ്റ്റോറേജ് 1.75 യൂണിറ്റ് അല്ലേ എന്ന് ഒരു ചോദ്യം വന്നിട്ടുണ്ട് ചാറ്റ് ബോക്സിൽ. അത് ഡിപ്പെൻഡ് അപ്പോൺ ഡിസ്ചാർജിനെ ബാധിക്കില്ലേ? തീർച്ചയായിട്ടും ബാധിക്കും. ഡിസ്ചാർജ് മാത്രമല്ല, നമ്മളിപ്പോ ഡേ ടൈമിൽ ഇപ്പോ എല്ലാവരും ഇത് നോക്കിയിരുന്ന വൈകിട്ട് ഈവനിങ് മാത്രമാണ് ബാറ്ററിയുടെ സ്റ്റോറേജ് ചിന്തിക്കുന്നത്. സോളാറില് ഈവനിങ് മാത്രം ആയിക്കൊള്ളുന്നില്ല. കാരണം ഡേ ടൈമിലും ബാറ്ററിയിൽ നിന്ന് ഡിസ്ചാർജ് നടക്കുന്നുണ്ട്. കാരണം വെച്ചാൽ സോളാറിന്റെ സൺലൈറ്റ് കുറയുമ്പോൾ ബാറ്ററിയിൽ നിന്ന് ഡിസ്ചാർജ് എടുത്തു തുടങ്ങും. പക്ഷെ ഇതാരും ചിന്തിക്കാറില്ല. വൈകിട്ട് 6 മണിക്ക് ശേഷമാണ് ബാറ്ററിയുടെ സ്റ്റോറേജ് എന്നുള്ളൊരു ചിന്തയാണ് ആൾക്കാരുടെ കയ്യിൽ. നോർമലി എടുക്കുന്നത് ഒരു 5 മണിക്ക് ശേഷം ബാറ്ററി ഡിസ്ചാർജ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നോർമലി. ഓക്കെ, അടുത്ത ചോദിച്ചോളൂ. ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഒരു പുതിയൊരു വീട് പണിതിലാണ്. അവര് പരമാവധി 500 വാട്ട്സാണ് പകൽ ഉപയോഗിക്കുന്നത്. രാത്രിക്കും വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കണം. കറണ്ട് പോവാണെന്നുണ്ടെങ്കിൽ രാത്രി ഉപയോഗിക്കണം. പകല് അവർക്ക് 500 വാട്ട് ഉപയോഗിക്കണം. ഒരു മിനിറ്റ്, ഞാനൊന്ന് നോട്ട് ചെയ്തോട്ടെ. 500 വാട്ടാണ് യൂസേജ്. ഓക്കെ, ഉപയോഗിക്കുന്നത് രാത്രി. അതേപോലെ തന്നെ കറണ്ട് പോവുകയാണെങ്കിൽ രാത്രി ഉപയോഗിക്കണം. ഓഫ് ഗ്രിഡ് സിസ്റ്റം. എത്ര മണിക്കൂർ? രാത്രി പോവാണെന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ എങ്ങനെ, അല്ലെങ്കിൽ മാക്സിമം അത്ര മതി. ഈ സെയിം 500 വാട്ട് തന്നെ? 500 വാട്ട് തന്നെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വെച്ചു കൊടുക്കേണ്ട പാനല് ഒരു സിംഗിൾ ബാറ്ററി മേല് എത്ര പാനൽ വെച്ചു കൊടുക്കേണ്ടി വരും? സിംഗിൾ ബാറ്ററിമേ എത്ര പാനല് യൂസ് ചെയ്യണം? രാത്രി 2 മണിക്കൂർ വർക്ക് ചെയ്യണം. ഓൺലൈനായിട്ട് കൺസ്യൂം ചെയ്യുകയും വേണം. 500 വാട്ട് ഡിവൈഡഡ് ബൈ 12 എത്ര കിട്ടും? 40 ആംപിയർ. 40 ആംപിയർ. പക്ഷെ ഇതില് താങ്കൾ ഈ പറഞ്ഞ ഈ ഒരു ഇതില് ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരുന്നത് എവിടെയാന്ന് വെച്ചാല്, ഇപ്പൊ ഇത് സിംഗിൾ ബാറ്ററി ആണ്. ഒരു സിംഗിൾ ബാറ്ററിയിൽ നമുക്ക് ഇത്രയും അധികം കറണ്ട് ഫ്ലോ ചെയ്യാൻ പറ്റില്ല. കാരണം
എല്ലാ ദിവസവും കസ്റ്റമർ ചിലപ്പോൾ ലൈവായിട്ട് വീട്ടിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. അതെ. നമുക്ക് ആർക്കും ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പൊ ഒരു 40 ആംബിയർ ഒക്കെ ഒറ്റയടിക്ക് ഒരു സിംഗിൾ ബാറ്ററിയിലേക്ക് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ആ ബാറ്ററിയുടെ അവസ്ഥ ഞാൻ പറയാതെ തന്നെ താങ്കൾക്ക് അറിയാം. അതെ. അത് നല്ലൊരു കറണ്ടാണ് ബാറ്ററിയിലേക്ക് ഫ്ലോ ചെയ്യുന്നത്. അത് അതിനെ കൊണ്ട് താങ്ങാൻ ബുദ്ധിമുട്ടാണ്. അല്ല, നമ്മൾ കട്ട് ഓഫ് വെക്കുമ്പോൾ അത് കട്ടായി കിടക്കും. കട്ട് ഓഫ് ഒരു മിനിറ്റ്, അവിടെയാണ് നമ്മുടെയൊക്കെ ഒരു പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ, ബാറ്ററി ഡിസ്ചാർജ് ആവുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? താങ്കൾ പറഞ്ഞ ഒരു ചോദ്യം ശരിയാണ്. ബാറ്ററി ഇതിൽ കട്ട് ഓഫ് ഉണ്ട്, ഫ്ലോട്ട് ചാർജിങ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, കസ്റ്റമർ ഇന്ന് ഫുള്ള് ഡിസ്ചാർജ് ചെയ്തു എന്ന് വിചാരിക്കാം. അതെ. നാളെ കാലത്ത് കസ്റ്റമർ വീട്ടിലില്ല, എന്ത് സംഭവിക്കും? അപ്പൊ മറ്റേ സോളാറിൽ നിന്ന് ബാറ്ററിയിലേക്ക് ചാർജ് കയറിക്കൊണ്ടേയിരിക്കും. എത്ര ആംബിയർ വെച്ച് കയറും? 1 കിലോവാട്ട് പാനലാണ് നമ്മൾ കൊടുത്തതെന്ന് വെച്ചാൽ എത്ര ആംബിയർ വെച്ച് കയറും? എത്ര 1 kV പാനൽ വെച്ചിട്ടുള്ള 1 കിലോവാട്ട് പാനൽ എന്ന് വിചാരിക്കാം. അപ്പൊ ഒരു ഏകദേശം ഒരു 40 ആംബിയർ വെച്ച് ഫ്ലോ ചെയ്യും. അതെ. അപ്പൊ ആ ബാറ്ററിയുടെ അവസ്ഥ എന്തായിരിക്കും? അത് നമ്മുടെ കട്ടാവാതെ തന്നെ നിൽക്കുന്നില്ല. അത് കട്ടാവാതെ അല്ല സാറേ, ഇത്രയും ആംബിയറിൽ ബാറ്ററിയിലേക്ക് ഫ്ലോ ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ട് ബാറ്ററിക്ക് സൃഷ്ടിക്കും. ബാറ്ററി ലൈഫിനെ അത് ബാധിക്കും. പിന്നെ വേറൊരു പ്രശ്നം, ഇത്രയും കറന്റ് ഫ്ലോ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒരു 600 വാട്ട് വരെയൊക്കെ നമുക്ക് ഒരു 20 ആംബിയർ 22 ആംബിയർ വരെ ഒരു സിംഗിൾ ബാറ്ററിയിലേക്ക് നമുക്ക് ഫ്ലോ ചെയ്യിക്കാം. അതിന് മേലെ ഫ്ലോ ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ സാറിന് ഏറ്റവും പറ്റിയ മെത്തേഡ് അതിൽ കറന്റ് ലിമിറ്റിംഗ്, അതായത് എത്ര ഡിസ്ചാർജിലേക്ക് ബാറ്ററി പോയാലും ബാറ്ററിയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്ന കറന്റിനേക്കാൾ കൂടുതൽ കറന്റ് ഫ്ലോ ചെയ്യാൻ പാടില്ല. അതായത് സപ്പോസ് സാർ ഒരു 20 ആംബിയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ 20 ആംബിയറിന് മേലെ എത്ര ഡിസ്ചാർജ് ഉള്ള ബാറ്ററി ആണെങ്കിലും ഫ്ലോ ചെയ്യാൻ പാടില്ല എന്നൊരു പ്രിൻസിപ്പിൾ സാറിന്റെ ടെക്നോളജിയിൽ ആഡ് ചെയ്യുക. അതിനുശേഷം സാറ് 1 കിലോവാട്ടോ 2 കിലോവാട്ടോ പാനൽ കൊടുത്തു കഴിഞ്ഞാൽ സാറിന്റെ ബാറ്ററി അവിടെ സേഫ് ആയിരിക്കും. അല്ല സാറേ, അത് പറഞ്ഞത് മറ്റേ പാനലിൽ നിന്ന് വരുന്ന ആംബിയറിന്റെ കാര്യമാണോ പറയുന്നത്? അതായത് നമ്മളെ പാനൽ കണക്ട് ചെയ്തിട്ട് ചാർജർ യൂണിറ്റ് വഴിയാണല്ലോ കൊടുക്കുക. അതെ, ചാർജ് കൺട്രോൾ വഴി. അതെ, ചാർജ് കൺട്രോളിൽ ചാർജിങ് ലിമിറ്റ് ആവുന്നത് ബാറ്ററി ഫുൾ ആവുമ്പോഴല്ലേ? അതെ. അല്ലാതെ ലിമിറ്റ് ആവില്ലല്ലോ ഇപ്പോഴുള്ള ചാർജ് കൺട്രോളർ. അതെ അതെ. അപ്പൊ എന്തുണ്ടാവും? ഈ 40 ആംബിയറും ബാറ്ററിയിലേക്ക് ഫ്ലോ ചെയ്യും. സിംഗിൾ ബാറ്ററിയിലേക്ക് 40 ആംബിയർ ഫ്ലോ ചെയ്യും. ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററിക്ക് അത് വലിയ ലൈഫിനെ ബാധിക്കും. അത്രയും കറന്റ് ഒരു സിംഗിൾ ബാറ്ററിക്ക് അത്രയും കറന്റ് താങ്ങാനുള്ള ഒരു കാപ്പബിലിറ്റി ഇല്ല. അങ്ങനെ വെച്ചാൽ 2 ബാറ്ററി നിങ്ങൾ പാരൽ ചെയ്യാം. 100 ആഴ്ച പറ്റില്ല സാറേ. ഒരു മിനിമം ഒരു 150 മിനിമം കൊടുക്കേണ്ടി വരും. 150യുടെ 2 ബാറ്ററി എങ്കിലും പാരൽ ചെയ്യാം. പക്ഷെ എങ്കിലും ഞാനിത് സേഫ് ആണെന്ന് ഒരിക്കലും പറയില്ല. അത്തരത്തിൽ യൂസേജ് ഈ ലോ വോൾട്ടേജ് ഓപ്പറേഷനിൽ ഒരിക്കലും സേഫ് ആണെന്ന് ഞാൻ പറയില്ല. ഇനി അത്ര നിർബന്ധമാണെങ്കിൽ യൂസ് ചെയ്യുക എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അതിലും നല്ലത് നിങ്ങൾ അതിൽ കറന്റ് ലിമിറ്റിംഗ് കൊണ്ടുവന്നിട്ട്, അതായത് എത്ര ഡ്രെയിൻ ആയാലും നിങ്ങൾ സെറ്റ് ചെയ്യുന്ന കറന്റ് ലിമിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ചാർജ് കൺട്രോൾ യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് സേഫ് ആണ്, ബാറ്ററി സേഫ് ആണ്. കറന്റ് ലിമിറ്റ് ചെയ്യാന്ന് പറഞ്ഞത് മനസ്സിലായില്ല സാർ. അതായത് നമ്മളിപ്പോ ഞാൻ താങ്കളോട് പറഞ്ഞു ബാറ്ററി ഒരു 10 വോൾട്ടുള്ള ബാറ്ററിയിലേക്ക് നമ്മൾ 40 ആംബിയർ ഫ്ലോ ചെയ്യുന്നു വിചാരിക്കാം. ആ 40 ആംബിയർ ഫ്ലോ ചെയ്യാതെ നമ്മൾ സെറ്റ് ചെയ്യുന്നു ഒരു ചാർജിങ് കറന്റ് ഒരു 20 ആംബിയറെ എന്റെ ബാറ്ററിയിലേക്ക് ഫ്ലോ ചെയ്യാൻ പാടുള്ളൂ. ബാക്കി കറന്റ് ഡയറക്റ്റ് ലൈനിലേക്ക്. എത്ര ഡിസ്ചാർജ് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും 20 ആംബിയറിൽ കൂടുതൽ ബാറ്ററിയിലേക്ക് ഫ്ലോ ചെയ്യരുത്, അല്ലെങ്കിൽ 25 ആംബിയർ കൂടുതൽ ഫ്ലോ ചെയ്യരുത്. അതിന് സംവിധാനങ്ങളുണ്ട് ഒരുപാട്. കറന്റ് സെൻസറുകൾ ഉപയോഗിച്ച് അതിനൊക്കെ ലോക്ക് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള ചാർജർ യൂണിറ്റ് യൂസ് ചെയ്താൽ സാറിന് സിംഗിൾ ബാറ്ററിയിൽ 1 കിലോ വാട്ടോ 1.5 2 കിലോ വാട്ടോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സാറ് സേഫ് ആയിരിക്കും, ബാറ്ററിയും സേഫ് ആയിരിക്കും. പക്ഷെ എങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാലും ലാസ്റ്റിംഗ് കുറയും എന്തായാലും അല്ലെ? കാരണം അതിന് ലോഡ് ഇത്ര അധികം വരുന്ന കാരണം ബാറ്ററി ലാസ്റ്റിംഗ് കുറയില്ല. സാറ് ഇത്രത്തോളം ഇത് കൊടുക്കുകയാണെങ്കിൽ, ഈ പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണെങ്കിൽ സാറിന്റെ ബാറ്ററി ലൈഫ് കൂടും, 100% കൂടുന്നുള്ള ഷുവറാണ്. ശരി. പക്ഷെ നോർമൽ കണ്ടീഷനിൽ അത് ചാർജ് കയറാൻ 20 ആംബിയർ സെറ്റ് ചെയ്തിട്ടുള്ള കാരണം കുഴപ്പമില്ല, ഒരു കുഴപ്പമുണ്ടാവില്ല. അതായത് മാക്സിമം നമുക്കൊരു അതിൽ സെറ്റബിൾ ആണ്. നമുക്ക് ആ ചാർജിങ് കറന്റ് വന്നിട്ട് 0 മുതൽ 60 വരെ നമുക്ക് സെറ്റ് ചെയ്യാം. അത് പ്രോഗ്രാം എഴുതുന്ന അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്ന ആളുടെ കഴിവാണ്. അവിടെ നമുക്ക് വിൻഡോ ഇഷ്ടം പോലെയുണ്ട്. നമുക്ക് സാറ് 200 ആഴ്ച ബാറ്ററി വെക്കുകയാണെങ്കിൽ സാറിന് ഒരു 30 ആംബിയർ വേണമെന്നുണ്ടെങ്കിൽ 30 ആംബിയർ സെറ്റ് ചെയ്യാം. അത് ഡിപ്പെൻഡിങ് അപ്പോൾ ഏജിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാവുന്ന രൂപത്തിൽ ആ ഹാർഡ്വെയർ ഡിസൈൻ ചെയ്യുന്ന ആളും പ്രോഗ്രാം എഴുതുന്ന ആളും തീരുമാനിച്ചാൽ അത് നടക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ സിംഗിൾ ബാറ്ററിയിലും നിങ്ങൾക്ക് ഒരു 1 കിലോ വാട്ടോ 2 കിലോ വാട്ടോ ചെയ്യാൻ പറ്റും. അല്ലാതെ ചെയ്യുന്ന പക്ഷം നിങ്ങളുടെ ബാറ്ററി പെട്ടെന്ന് പോകും. ഇതിപ്പോ നമ്മുടെ സാധാരണ വരുന്ന ചാർജ് കൺട്രോളിലൊന്നും ഇങ്ങനെ സെറ്റിംഗ്സ് ഇല്ലല്ലോ? ഇല്ല.
MPPT ഒന്നും വരുന്നില്ല. ഇല്ല ഇല്ല, കാരണം എല്ലാവരും കോസ്റ്റ് വൈസ് ആണ് ചിന്തിക്കുന്നത്. കോസ്റ്റ് വൈസ് വരുമ്പോൾ സാറേ ഇതൊന്നും നടക്കില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാം സാറിന് അറിയാലോ, ഓരോ പ്രൊഡക്റ്റിനും അതിൻ്റെതായ റേറ്റുകൾ മാറ്റം വരും. കോസ്റ്റ് വൈസ് മാത്രം പോകുമ്പോൾ നമുക്ക് ഇതൊന്നും നടക്കില്ല. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ സാറേ ഒരു ഡൗട്ട്. സാറേ ഈ MPPT ചാർജറും PWM തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞില്ലായിരുന്നോ? അതില് നമുക്കൊരു പാനലിന് ഒരു 18 വോൾട്ട് വരുന്നുണ്ടെങ്കിൽ അതില് ഏകദേശം ഒരു 14.7 വോൾട്ട് നമുക്ക് ചാർജിങ്ങിന് എടുക്കും. ബാക്കി 3.3 വോൾട്ട് നമുക്ക് അത് കട്ട് ചെയ്യാന്ന് പറഞ്ഞു PWM-ല്. അതേ സിറ്റുവേഷനിൽ MPPT-ല് അത് ഡയറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞേ. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് മനസ്സിലായില്ല എങ്ങനെ? അത് MPPT ചാർജ് കൺട്രോളറിലാണെങ്കിൽ നമ്മളൊരു 18 വോൾട്ട് പാനലിന് വരുന്നുണ്ട്, VOC വരുന്നുണ്ട്. അത് MPPT-ൽ എത്തുന്നത്. MPPT നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാൻ 14.7 വോൾട്ട് പോരെ ചാർജ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ബാക്കിയുള്ള ഈ വോൾട്ടേജ് MPPT-ൽ എന്താ സംഭവിക്കുന്നത്? അതായത് MPPT-ല് അത് അതിന്റെ VMP-ക്ക് അനുസരിച്ച് ട്രാക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു മാക്സിമം പവർ പോയിന്റ് ട്രാക്കിംഗ് എന്ന് പറഞ്ഞ അലോഗരിതം ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ സൺലൈറ്റിന്റെ എഫിഷ്യൻസിക്ക് അനുസരിച്ച് ഔട്ട്പുട്ട് മാക്സിമം ആയിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരാം. കറന്റ് ആയിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. കറണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യും. അതായത് സപ്പോസ് 1 ആംപിയർ ഇൻപുട്ട് ഉണ്ടെങ്കിൽ MPPT ഔട്ട്പുട്ട് വന്നിട്ട് ഏകദേശം 1.5 1.6 ഉണ്ടാവും. എഫിഷ്യൻസിയാണ് നമുക്ക് MPPT-ൽ കൂടുതലായിട്ട് ലഭിക്കുന്നത്. കാരണം അതിൽ ബക്ക് കൺവെർട്ടർ ആണ് യൂസ് ചെയ്യുന്നത്. സോ നോർമലി ഒരു PWM-ൽ ബക്ക് കൺവെർട്ടർ ഒന്നുമില്ല. PWM എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് സ്വിച്ച് ആണ്. പാനൽ ടു ബാറ്ററി ജസ്റ്റ് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഇലക്ട്രോണിക് സ്വിച്ച് പോലെ ഫംഗ്ഷൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇതിലെന്ന് പറയുമ്പോൾ നമുക്ക് എഫിഷ്യൻസിയാണ്, വോൾട്ടേജിനെ കറന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് തരുന്നുണ്ട്. സാറേ ഒരു ഡൗട്ട് കൂടെ. സാറ് ഇപ്പൊ നേരത്തെ ഒരു ഡൗട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു 1 കിലോവാട്ട് പാനലും 600 AH ബാറ്ററി ഉണ്ടെന്ന് പറഞ്ഞ് അത് ചാർജ് ചെയ്യാൻ 1000 വാട്ട്സ് പാനൽ മതി എന്ന് പറഞ്ഞല്ലോ സാറ്, ബാറ്ററി സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ചാർജിലേക്ക് എത്തുമോ ബാറ്ററി? അതിന് മുമ്പേ പറഞ്ഞ 600 AH അല്ല, അത് 150 AH ബാറ്ററി ആണ്. 150 AH 48 വോൾട്ട് ആണ്. 600 AH അല്ല. കാരണം 600 AH എന്ന് പറയുന്ന ബാറ്ററി ഒരു കാരണവശാലും 1 കിലോവാട്ട് പാനലിൽ ചാർജ് ആവില്ല. അതായത് അത് അവിടെ 150 AH 48 വോൾട്ട് സിസ്റ്റം ആണ്. അതായത് സീരീസ് ഒരു കാരണവശാലും AH ഇൻക്രീസ് ആവുന്നില്ല, വോൾട്ടേജ് മാത്രമേ ഇൻക്രീസ് ആവുന്നുള്ളൂ. സാറേ അപ്പൊ ഡിസ്ചാർജ് ലെവലിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നമ്മളിപ്പോ ബാറ്ററി ഡിസ്ചാർജ് ഒരു സിംഗിൾ ബാറ്ററി ഇപ്പൊ 150യുടെ സിംഗിൾ ബാറ്ററി ഡിസ്ചാർജ് ചെയ്യുന്നതും ഇപ്പൊ 4 ബാറ്ററി ഉണ്ടാവുമല്ലോ നമ്മൾ 48 വോൾട്ട് കൊടുക്കുമ്പോൾ, അപ്പൊ ഡിസ്ചാർജ് ലെവല് കൂടല്ലേ? അതെ. എന്നപ്പോ ഒരു 150യുടെ ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ 600 വാട്ട്സോളം പാനൽ വേണമെന്ന് പറഞ്ഞ്, പിന്നെ അതേപോലെ ഒരു 3 കിലോ ബാറ്ററി ചാർജ് ചെയ്യാനല്ല, ഒരു മിനിറ്റ് ശ്രദ്ധിച്ച് കേൾക്കുക. 150 AH ബാറ്ററി ചാർജ് ചെയ്യാൻ നോർമലി ഒരു 20 ആംപിയറെങ്കിലും കറന്റ് വേണം. നോർമലി അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് സോളാർ അവൈലബിലിറ്റി ഒരു 5 hours ആണ് പീക്കായിട്ട് നമുക്ക് കിട്ടുന്നത്. അതിന് താഴെയെല്ലാം നമുക്ക് ഷെയ്ഡിയാണ്. അപ്പോ നമുക്കൊരു 20 ആംപിയർ എല്ലാ സമയത്തും 20 ആംപിയർ അല്ല പാനലിന് കിട്ടുന്നത്. കാരണം വെച്ചാൽ താങ്കൾക്കറിയാം, കൂടി വന്നിട്ട് ഒരു പീക്ക് സമയത്താണ് നമുക്ക് മോസ്റ്റ്ലി ഒരു 20 ആംപിയർ ഒക്കെ കിട്ടുന്നത്, അല്ലെ? അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് അതിന് കുറവായാലേ കിട്ടുള്ളൂ. അപ്പൊ ഒരു 150 AH ബാറ്ററി ചാർജ് ചെയ്യണമെങ്കിൽ നോർമലി ഒരു 20 ആംപിയർ, അതൊരു സേഫ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം അതിന് മേലെ നമ്മൾ ഒരു ബാറ്ററിയിലേക്ക് പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാറ്ററിയുടെ ലൈഫിനെയും ബാറ്ററിയുടെ ചാർജിങ്ങിലെ പ്രോപ്പർ അല്ലാത്ത വരുന്ന അവസ്ഥയും, അതായത് ഹീറ്റ് ആവുക, അങ്ങനത്തെ ഇഷ്യൂസും ഒക്കെ നമുക്ക് വന്നു ചേരുന്നുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഹലോ കണ്ണൻ സാറേ. പറഞ്ഞോളൂ. ഹലോ കണ്ണൻ സാറേ, എന്നാ അറിയോ, ഇപ്പം ഒരു PWM ടു MPPT കമ്പാരിസൺ വന്നായിരുന്നു. അത് തോന്നുന്നു ഞാൻ പറഞ്ഞതിന്റെ ബേസിലാണെന്ന് തോന്നുന്നു പുള്ളി ചോദിച്ചിരുന്നേ. അപ്പൊ അതിലൊരു കാര്യം പെട്ടെന്ന് ക്ലിയർ ചെയ്യാനുള്ളത്, പുള്ളി കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ആരാണേലും ഞാൻ പേര് ശ്രദ്ധിച്ചില്ല. അപ്പം പുള്ളിക്കാരൻ ചോദിച്ചു 14.7 വോൾട്ട് മതി, ബാക്കിയുള്ള വോൾട്ട് 18 വാട്ട് ഡിഫറൻസ് വരുന്ന വോൾട്ടേജ് PWM-ൽ കട്ട് ചെയ്ത് കളയുന്നു, MPPT-ൽ അത് നേരിട്ട് പോകുന്നു എന്നൊരു കാര്യം പറഞ്ഞു. MPPT-ൽ അത് നേരിട്ട് പോവല്ല ചെയ്യുന്നത്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഒന്ന് ആരാണ് ചോദിച്ച ആളാണ് നോട്ട് ചെയ്താൽ മനസ്സിലാവും. ഇപ്പം 14.7 വോൾട്ട് 10 ആംപിയർ ആണ്
PWM-ൽ ഔട്ട്പുട്ട് കിട്ടുന്നത് എന്ന് കരുതുക. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പാനലിൽ നിന്ന് വരുന്നത് 18 വോൾട്ട് 10 ആംപിയർ ആണെന്ന് ഉദാഹരണത്തിൽ വിചാരിക്കുക. അതായത് 180 വാട്ട്സ്. അത് ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ, അതായത് PWM ബാക്കി കട്ട് ചെയ്ത് കളയുന്നു, വോൾട്ടേജ് കട്ട് ചെയ്ത് കളയുന്നു. അതായത് 14.7 വോൾട്ട് 10 ആംപിയർ ആണ് നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. 180 വാട്ട്സ് നിങ്ങൾക്ക് ഇൻപുട്ട് കിട്ടുമ്പം നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് 147 വാട്ടായിരിക്കും. മനസ്സിലായോ? ഈ 147 ഞാൻ പറഞ്ഞ കണക്കിൽ ഒരു മൈനസ് കൂടെ വരും. കാരണം ഇത് ഡ്രൈവ് ചെയ്യുന്ന മോസ്ഫെറ്റില് ഒരു 5 വാട്ട് അല്ലെ ഒരു 4 വാട്ടോളം മൈനസും ഉണ്ട്. അതായത് 147 - 5, അതായത് ആ സ്വിച്ച് ചെയ്യുന്ന മോസ്ഫെറ്റ് ഒരു ലോസ് ഉണ്ടാക്കും. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം 142 വാട്ടില് കിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. നേരെ മറിച്ച് അത് MPPT-യിലേക്ക് വരുന്നു. കേൾക്കാമോ? MPPT-യിൽ വരുമ്പോൾ സെയിം നിങ്ങൾക്ക് 18 വോൾട്ട് 10 ആംപിയർ ഇൻപുട്ട് കിട്ടി. അതായത് 180 വാട്ട്സ് ആണ് നിങ്ങൾക്ക് ഇൻപുട്ട് കിട്ടുന്നത്. MPPT-യിലേക്ക് ഇൻപുട്ട് കിട്ടുന്നു. അതൊരു DC കൺവേർട്ടർ ആണ്. അത് നമ്മൾ പറഞ്ഞ അതിന് ഏകദേശം 92-94% എഫിഷ്യൻസി ഉണ്ട്. അപ്പൊ അത് ചെയ്യുന്നത് ഈ പറഞ്ഞ കട്ടിങ്ങോ കാര്യങ്ങളോ അല്ല, നേരെ അത് നിങ്ങൾക്ക് ഔട്ട്പുട്ട് പവർ തരുന്നു. അതായത് അതിന്റെ എഫിഷ്യൻസി 94 ഉണ്ടെന്ന് കരുതുക. 6% അതിന്റെ ഇത് ഡിവൈസ് വർക്ക് ചെയ്യാൻ എടുത്തിട്ട് ബാക്കിയുള്ള ഔട്ട്പുട്ട് പവർ നിങ്ങൾക്ക് തരും. അതായത് 6%, 150 വാട്ട്സിന്റെ 6% എടുത്തു കഴിഞ്ഞാൽ 10.8 വാട്ട് അതിൽ നിന്ന് മൈനസ് ആവും. അപ്പൊ നിങ്ങൾക്ക് 150 - 10.8, അതായത് 179.2 വാട്ട് നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടും. മനസ്സിലായോ? ബാറ്ററിയിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന എന്തിലേക്കാണല്ലോ. അപ്പം PWM-ൽ നിങ്ങൾക്ക് കിട്ടിയത് 143 വാട്ട്സും ഇത് 179. ഇത് ആണ് തമ്മിലുള്ള പ്രധാന വ്യത്യാസം. മനസ്സിലായോ? പിടികിട്ടിയോ? ഓക്കെ. മറ്റേ PWM-ൽ ഈ പറഞ്ഞ ആ 4 വോൾട്ടേജ് കട്ട് ചെയ്യുമ്പോൾ ഉള്ള ഡ്രോപ്പും ഇതില് നേരെ DC കൺവേർഷൻ നടക്കുമ്പം ആ ഡിവൈസ് ഉപയോഗിക്കുന്ന എഫിഷ്യൻസി മാത്രമേ കട്ടാകുന്നുള്ളൂ കേട്ടോ. അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ്. അല്ലാതെ ഇതൊരു ഡിവൈസ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, താങ്ക്സ്. സാറേ ചെറിയ പാനലുകളൊക്കെ വെക്കുകയാണ്, ചെറിയ വാട്ട് കൂടി കുറഞ്ഞ പാനലുകളൊക്കെ വെക്കുകയാണെങ്കിൽ ഈ PWM വെച്ച് കഴിഞ്ഞാൽ നല്ലതാണോ? PWM വെക്കുന്നത് നല്ലതാണോ എന്നുള്ളതല്ല, എപ്പോഴും എഫിഷ്യൻസി MPPT തന്നെയാണ്. പക്ഷെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യണമല്ലോ. ഇപ്പം MPPT-യുടെ റേറ്റ്, അതായത് ഇപ്പം നമ്മൾ വെക്കുന്ന 30 വാട്ട്സ് ലൈറ്റ് ലോഡേ ഉള്ളൂ. അതിന്റെ ഞാൻ ഈ പറഞ്ഞ പെർസെന്റേജ് എടുത്ത് നോക്കിയാൽ വളരെ മൈന്യൂട്ട് പെർസെന്റേജ് ആണ്. നമുക്ക് MPPT വെച്ചാൽ കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചായിരിക്കും. നമ്മൾ MPPT-ക്ക് മുടക്കുന്ന ഒരു എമൗണ്ട് നമ്മൾ ഈ സേവ് ചെയ്യുന്ന വാട്ടേജിന് ഈക്വൽ അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിൽ അത്രയും ഡീപ്പായിട്ട് ചിന്തിച്ച് MPPT വെക്കുന്നതിൽ കാര്യമില്ലല്ലോ. ചെറിയ വാട്ടേജ് ഉദ്ദേശിച്ചത് 20 വാട്ട്സ് ലൈറ്റ്, 15 വാട്ട്സിന് ഇപ്പം സോളാർ ലൈറ്റുകളൊക്കെ നമ്മൾ വഴി ഇത് ചെറിയ കവലകളിലും ഒക്കെ വെക്കുന്ന കാര്യം PWM ഉപയോഗിക്കാനുള്ള പ്രധാന കാരണമാണ് പറഞ്ഞത്. മനസ്സിലായോ? വെറും 15 വാട്ട്സിന് വേണ്ടി നമ്മൾ അതിൽ MPPT ഡിസൈൻ ചെയ്യും. നല്ലതാണ് എപ്പോഴും MPPT ഉപയോഗിക്കുന്നത്, എപ്പോഴും നല്ലതാണ്. നമുക്ക് ചെറിയ വാട്ടേജ് മതി, പാനലിന് അത്രയും ലോഡില്ല, പ്രോപ്പറായിട്ട് ബാറ്ററി ചാർജ് ആവും, കൂടുതൽ പ്രൊട്ടക്ഷൻസ് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അതേസമയം നമുക്ക് ഇതുപോലുള്ള നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഫോക്കസിലൊക്കെ പോലുള്ള ബ്രാൻഡ് നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള PWM സപ്ലൈ ചെയ്യുന്നുണ്ട്. ചെറിയ 10 ആംപിയർ 5 ആംപിയർ ഒക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അത് മേടിച്ച് ഉപയോഗിച്ചാൽ നമുക്ക് ലോസ് ആകുന്ന പറഞ്ഞാൽ 3 വാട്ടോ അല്ലെ 5 വാട്ടൊക്കെ ആയിരിക്കും ഇതുകൊണ്ടുള്ള ഡിഫറൻസ്. 5 വാട്ടിന് വേണ്ടി നമ്മൾ മുടക്കേണ്ടി വരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം 5 ആംപിയർ ചാർജ് കൺട്രോളിന്റെ വില PWM 700 രൂപയാണെങ്കിൽ നേരെ കുറച്ച് 5 ആംപിയർ MPPT-യിലോട്ട് പോകുമ്പോൾ 2500-3000 രൂപയാവും. അപ്പൊ അത് നമുക്ക് സത്യം പറഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല. നമുക്ക് ചെറിയ വാട്ടേജിൽ PWM ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും കോസ്റ്റ് എഫക്റ്റീവ്. MPPT ഉപയോഗിച്ചാൽ കുറച്ചുകൂടെ നല്ലത്. എത്ര വാട്ട് വരെയുള്ളതിന് ഉപയോഗിക്കാൻ പറ്റും നമുക്ക്? അങ്ങനെ വില കുറയാൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ സേഫ് ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ സേഫ് ആയിട്ടെന്ന് ഉദ്ദേശിച്ചത് ഇത് പറഞ്ഞാൽ വാട്ടേജ് ഞാനിപ്പോ ഈ ഉദാഹരണം പറഞ്ഞാൽ 17 എന്നാ പറഞ്ഞേ നമ്മൾ അതോരോന്നും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കേണ്ടി വരും. ഇപ്പം ഞാൻ പറഞ്ഞാൽ ഇപ്പം നേരെ മറിച്ച് ഞാൻ ഈ 30 വാട്ട്സിന്റെ കാര്യം പറഞ്ഞു. നേരെ മറിച്ച് ഇത് 3000 ഉദാഹരണം ചുമ്മാ ഒരു നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി ഒരു ഉദാഹരണമാണ് പറയുന്നത്. 30 വാട്ട്സിൽ നമുക്ക് MPPT-യും PWM വെക്കുമ്പം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ PWM വെച്ചാൽ നമുക്കൊരു 5 വാട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ 5 വാട്ടാണ് നമ്മുടെ നഷ്ടം എന്ന് വിചാരിക്കുക. MPPT വെച്ചാൽ നമുക്ക് ഔട്ട്പുട്ട് പവർ 5 വാട്ടോടെ എക്സ്ട്രാ കിട്ടും. ഈ 30 എന്നുള്ളത് 3000 വാട്ട്സ് ആകുമ്പോഴത്തേനും നമുക്ക് കിട്ടും ഭയങ്കര ലോസ് ആയിരിക്കും. ചിലപ്പോൾ 50 ആംപിയർ ആയിരിക്കും ലോസ് ഉണ്ടാകാൻ പോകുന്നത്, 40 ആംപിയർ ആയിരിക്കും ലോസ് ഉണ്ടാകാൻ പോകുന്നത്. മനസ്സിലായോ? അപ്പം ആ രീതിയിൽ വേണം നമ്മൾ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്നാ പറഞ്ഞത്. ഹയർ വാട്ടേജിലോട്ട് പോകുമ്പോൾ നമ്മുടെ എത്രയാണോ നമ്മുടെ നഷ്ടം,
PWM വരെ നമ്മൾ MPPTക്ക് വരെ നമ്മൾ PWM ഉപയോഗിച്ചാൽ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു എമൗണ്ട് ഓഫ് എനർജി ഉണ്ടല്ലോ, അത് എത്രയാണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഇത് തീരുമാനിക്കും. ഈ പറഞ്ഞ ചെറിയ എമൗണ്ട് ഞാൻ പറഞ്ഞില്ല, നമ്മൾ MPPTക്ക് മുടക്കുന്ന ഒരു എമൗണ്ട് നമുക്ക് ഈ ഒരു ഡിവൈസ് വെച്ചാലും വലിയ മാറ്റം ഇല്ലെങ്കിൽ നമുക്ക് PWM വെക്കാം. പക്ഷേ ഹയർ വാട്ടേജിൽ ഞാൻ പറഞ്ഞ ഭയങ്കര മാറ്റം വരും. നിങ്ങൾക്ക് ഇത്രയും ആംബിയർ ലോസ് ഉണ്ടാകുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഒരു 300 വാട്ട് വരെയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ MPPT-നേക്കാളും നല്ലത് PWM വെച്ചാൽ മതിയോ എന്നുള്ളതാണ്. ഇപ്പൊ പൈസ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പൈസ കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് PWM ഉപയോഗിക്കാം. അപ്പൊ അതനുസരിച്ച് യൂണിറ്റ് വലുതാവും. മനസ്സിലായോ? നിങ്ങൾ 300 വാട്ടിന് വേണ്ടി ഉദാഹരണം പറഞ്ഞാൽ, ചുമ്മാ ഞാൻ പറയാണ് പെട്ടെന്ന്, ഉദാഹരണം പറഞ്ഞാൽ 500 വാട്ട് അല്ലെ 1000 വാട്ട് പാനലാണ് വെക്കുന്നതെങ്കിൽ PWM MPPT വെച്ചാൽ ചിലപ്പോൾ അത്രയും വെക്കേണ്ട വരത്തില്ല. എമൗണ്ട് ഓഫ് പാനൽ കുറവ് മതിയായിരിക്കും. മനസ്സിലായോ? അപ്പൊ അതനുസരിച്ച് നിങ്ങളുടെ ഈ പാനലിന്റെ വാട്ടേജ് തമ്മിലുള്ള എന്ന് പറഞ്ഞാൽ PWM വെക്കുമ്പോൾ 1000 MPPT വെച്ചാൽ 800 ആണെങ്കിൽ തമ്മിൽ 200 വാട്ടിന്റെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മനസ്സിലായി, നിങ്ങൾക്ക് MPPT മേടിക്കാനുള്ള പൈസ അവിടെ തന്നെ കിട്ടി, പാനലിൽ നിന്ന് തന്നെ കിട്ടി. ഓക്കെ. നേരെ മറിച്ച് നിങ്ങൾ 30 വാട്ട് സോളാർ വെക്കുന്നു, 15 വാട്ട് ലൈറ്റ് സോളാർ ഔട്ട്പുട്ട് ഉള്ള സാധനം വെക്കുന്നു, 100 വാട്ട് പാനൽ മേടിക്കുന്നു. നിങ്ങൾക്ക് MPPT വെച്ച ഇത് 90 വാട്ട്സ് അല്ലെ 80 വാട്ട്സ് പാനൽ വെക്കണം. 20 വാട്ട്സ് പാനൽ 20 രൂപ, വളരെ ചെറിയൊരു എമൗണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന 400 രൂപയ്ക്ക് വേണ്ടി നിങ്ങൾ അത് MPPT 2500 രൂപ അടുത്ത് മേടിക്കുന്നു, 700 രൂപ അടുത്ത് PWM മേടിക്കുന്നതായിരിക്കും ഏറ്റവും ലാഭം. ക്ലിയർ അല്ലേ? മനസ്സിലായി. പിന്നെ വേറൊരു കാര്യം, പിന്നെ വേറെ എല്ലാവർക്കും ഒരു ഡൗട്ട്, എങ്ങനെയാണ് ബാക്കപ്പ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അത് പലർക്കും ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് ഡൗട്ട് ഉള്ളതുകൊണ്ട് മാത്രം എടുത്ത് പറഞ്ഞേ ഉള്ളൂ. അത് എല്ലാവരും എങ്ങനെയാണ് ബാക്കപ്പ്? സത്യം പറഞ്ഞാല് നമ്മള് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കിട്ടുന്ന ഇപ്പൊ ഒരു വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന കസ്റ്റമർ പറയും എനിക്ക് 30 വാട്ട്സിന്റെ ലൈറ്റ് ഉണ്ട്, അത് 5 മണിക്കൂർ വർക്ക് ചെയ്യണം, എനിക്ക് 60 വാട്ട്സിന്റെ ലൈറ്റ് ഉണ്ട്, 3 മണിക്കൂർ വർക്ക് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഇതെല്ലാം ഇതിന്റെ വാട്ട് അവർ എടുക്കുക. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ 30 വാട്ട്സ് ഇൻറ്റു 5 മണിക്കൂർ അവർ പറഞ്ഞാൽ അതനുസരിച്ചിട്ടുള്ള വാട്ട് അവർ എടുക്കുക. 30 ഇൻറ്റു 12, 60 ഇൻറ്റു 5, എത്രയാണോ അവർ പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് വാട്ട് അവർ എടുക്കുക. ഹലോ, കേൾക്കാമോ? കേൾക്കാം. വാട്ട് അവർ എടുക്കുക. വാട്ട് അവറെ നിങ്ങൾ ബാറ്ററി വോൾട്ടേജ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് ഉദാഹരണം പറഞ്ഞാൽ 1000 വാട്ട്സ് ആണ് കരുതുക, ഡിവൈഡ് ബൈ നിങ്ങളുടെ ബാറ്ററി വോൾട്ടേജ് 48. 4 ബാറ്ററി ചുമ്മാ ഞാൻ കണക്കാ പറയുന്നത്. 1000 ഡിവൈഡ് ബൈ 12 എന്ന് 12 വോൾട്ടാന്ന് വിചാരിക്കുക. കേൾക്കാമോ? അതെ, കേൾക്കാം. 83.3 ആംപിയർ വേണം. ഓക്കെ, ആംപവർ വേണം. ഏതൊരു ഡിവൈസ് ആണെങ്കിലും അത് അതിനൊരു എഫിഷ്യൻസി ഉണ്ട്. അതിപ്പോ ലെഡ് ആസിഡ് ബാറ്ററി, ലിഥിയം ബാറ്ററി അങ്ങനെ തുടങ്ങി അതിന് വേരി ചെയ്തോണ്ടിരിക്കും. നമ്മൾ ടിപ്പിക്കലി ലെഡ് ആസിഡിന് 15% എഫിഷ്യൻസി, അതായത് 85% നമ്മുടെ ലെഡ് ആസിഡിൽ എഫിഷ്യൻസി ഉള്ളൂ എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം ബാക്കി 15% ലോസ് ഉണ്ടാവും. നിങ്ങൾ നേരെ ഈ കിട്ടുന്ന വാല്യൂ, അതായത് 1000 ഡിവൈഡ് ബൈ 12 നിങ്ങളുടെ വാട്ട് അവർ ഡിവൈഡ് ബൈ നിങ്ങളുടെ ബാറ്ററി സിസ്റ്റം വോൾട്ടേജ് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനെ വീണ്ടും ഈ പറഞ്ഞ 0.85 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഹലോ, ഓക്കെ. 83നെ ബാറ്ററി എഫിഷ്യൻസി കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യണം. ഓക്കെ. ബാറ്ററി എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ അതായത് നിങ്ങളുടെ ബാറ്ററിക്ക് ഒരു ഡിവൈസിന് 100% നമുക്ക് എഫിഷ്യൻസി പറയാൻ പറ്റില്ലല്ലോ. നിങ്ങളുടെ ചാർജ് കൺട്രോൾ ആണെങ്കിലും ബാറ്ററി ആണെങ്കിലും ലിഥിയം ആണെങ്കിലും ഏതാണെങ്കിലും നമ്മളിപ്പോ 100 ആഴ്ച മേടിച്ചാൽ 100 ആഴ്ച ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ. അതിലൊരു 85% ആണ്. ബാക്കി അതിന്റെ ലോസ് ആയിട്ട് പോകും, ചാർജിങ് ലോസ് അങ്ങനെയുള്ള എല്ലാം കൂടെ നമ്മൾ അത് നിങ്ങൾക്ക് ഇപ്പൊ ബാറ്ററിയുടെ ആൾ തന്നെ ഇതിലുണ്ട്. പിന്നെ ഇതിന്റെ ഡാറ്റ ഷീറ്റുകളും കാര്യങ്ങളൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാവും. ഓക്കെ. ഹലോ, അങ്ങനെ നിങ്ങൾക്ക് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം കിട്ടുന്ന ഒരു വാല്യൂ കിട്ടും. ഇപ്പൊ 98 എന്ന് വിചാരിക്കുക. പിന്നെ നിങ്ങളിപ്പോ ഒരു 0.6ന്റെ കാര്യം ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് 0.6 നമ്മൾ അങ്ങനെ ലെഡ് ആസിഡിൽ ചെയ്യുക എന്നുള്ളത്. അത് സത്യം പറഞ്ഞാല് ഹലോ, കേൾക്കാമോ? ഇനി നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ലെഡ് ആസിഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഡീപ്പായിട്ടുള്ള ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഡിസ്ചാർജ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഡിസ്ചാർജ് ചെയ്താൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിറ്റേ ദിവസം ഇതിനെ ഒന്ന് അപ്പ് ചെയ്തുകൊണ്ട് വരാൻ കുറച്ച് പാടാണ്. കാരണം
വോൾട്ടേജ് കണ്ടമാനം ഡൗൺ ആയി പോയി കഴിയുമ്പോൾ ഇതിന് ബാറ്ററിയിലുള്ള റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അപ്പം കേൾക്കാമോ? റെസിസ്റ്റൻസ് കൂടുതലായതുകൊണ്ട് നമുക്ക് ഇവനെ ചാർജ് ആക്കി എടുത്തോണ്ട് വരാൻ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ 5 hour എന്ന് പറയുന്നു. ചിലപ്പോൾ അത് കിട്ടണമെന്നില്ല. അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന്റെ എത്രത്തോളം നമ്മുടെ ബാറ്ററിയെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം ഈ ഒരു പ്രശ്നമില്ലാതെ. അപ്പൊ നമ്മൾ തീരുമാനിക്കും നമുക്ക് 60% വരെ ഡിസ്ചാർജ് ചെയ്യാം. 40% എന്റെ ബാറ്ററിയിൽ സ്റ്റോർ ആയിരിക്കട്ടെ. അത് സെറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ. ചെയ്യാനല്ല, അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പൊ അതിനുള്ള എമൗണ്ട് ഓഫ് ബാറ്ററി കൂട്ടി വെക്കണം. 40% നിങ്ങൾ ബാറ്ററി കൂട്ടി വെക്കണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പം നിങ്ങൾ ഈ 0.6 എന്നുള്ള വാല്യൂ വരുന്നത് 60% നിങ്ങൾ നിങ്ങളുടെ ബാറ്ററിയെ ഡിസ്ചാർജ് ചെയ്യും. 40% നിങ്ങളുടെ ബാറ്ററിയിൽ കിടക്കും. അപ്പം നിങ്ങൾക്ക് അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് ചാർജ് ആക്കാൻ ഇത്രയും ഈ പറഞ്ഞ അവർ വേണ്ടി വരില്ല. ഈസി ആയിട്ട് 0.6 കൊണ്ട് ഡിവൈഡ് ചെയ്യും വീണ്ടും ഒരു വാല്യൂ കിട്ടും. പിന്നെ വരുന്നത് നിങ്ങൾ എങ്ങനെയാണ്, ഇപ്പം നിങ്ങളുടെ ബാറ്ററിയിൽ അത്രയും സ്റ്റോറേജ് ഉണ്ട്, ഈ പറഞ്ഞ ബാറ്ററിയുടെ എഫിഷ്യൻസി കഴിഞ്ഞും. കേൾക്കാമോ? ഓക്കെ. പിന്നെ വരുന്നത് നിങ്ങൾ ഇത് ഇൻവേർട്ടർ ഉപയോഗിച്ചിട്ടായിരിക്കും കൺവേർഷൻ നടത്തി ലൈറ്റ് കത്തിക്കുന്നത് ആണല്ലോ. ഇൻവേർട്ടറിനകത്ത് ട്രാൻസ്ഫോമർ ആണ്. അപ്പം ഈ ഇൻവേർട്ടർ ഒരു ലോസ് ഉണ്ടാക്കും. ഇനിയും പോട്ടെ, നിങ്ങൾ ഒരു ചാർജ് കൺട്രോളാണ് ഉപയോഗിക്കുന്നത്. ഈ ചാർജ് കൺട്രോളിന്റെ മോസ്ഫെറ്റ് വഴി കയറി ഇറങ്ങി നിങ്ങളുടെ ലോഡിലേക്ക് പോകുമ്പോൾ അത് അവിടെ ഒരു ലോസ് ഉണ്ടാക്കും. അപ്പൊ നിങ്ങൾ എങ്ങനെയാണോ ഇത് കൺവേർട്ട് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കുന്നത്, ആ മാധ്യമത്തിന്റെ എഫിഷ്യൻസിയും കൂടെ ഇതിന് ബാധകമാണ്. ഓക്കെ. അപ്പൊ നമ്മൾ അവസാനം ചെയ്തത് ബാറ്ററിയുടെ എഫിഷ്യൻസി ഡിവൈഡ് ബൈ ചെയ്തു. ആ കിട്ടിയ വാല്യൂവിനെ നമ്മൾ ബാറ്ററി എത്രത്തോളം ഡിസ്ചാർജ് ചെയ്യണമെന്ന് തീരുമാനിച്ചു. 60%. അതാണ് 0.6. മനസ്സിലായോ? അത് 70% 0.7, 80% 0.8. ഓക്കെ. അടുത്ത നിങ്ങൾ ചെയ്യേണ്ടത് ആ കിട്ടുന്ന വാല്യൂവിനെ നിങ്ങൾ എന്താണോ കൺവേർഷൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഇൻവേർട്ടർ ആണെങ്കിൽ നേരത്തെ ഉള്ള പഴയ നമ്മുടെ എന്നാ പറയുന്നത്, പഴയ ഇൻവേർട്ടറിന് 0.7, 0.75 ഉള്ളായിരുന്നു. എന്നാൽ ഇന്ന് നല്ല ഇൻവേർട്ടറുകൾ അവൈലബിൾ ആണ്. 0.8, 0.85 ഒക്കെ എഫിഷ്യൻസി ഉള്ളതുകൊണ്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് മാനുഫാക്ചറോട് ചോദിച്ച് മനസ്സിലാക്കണം. 5% വ്യത്യാസം ഉണ്ടായാൽ തന്നെ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാകും കേട്ടോ. അത് നിങ്ങൾ തരുന്ന അപ്പൊ നിങ്ങൾ അതാണ് മാനുഫാക്ചർ പറയണം. എന്റെ ഇൻവേർട്ടറിന് 0.7 ഉള്ളെന്ന് പറഞ്ഞാൽ ഈ കിട്ടുന്ന വാല്യൂനെ വീണ്ടും 0.7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ഔട്ട്പുട്ട് കിട്ടുന്നതാണ് നിങ്ങൾക്ക് അത്രയും സാധനം എത്ര അവർ ഉപയോഗിക്കാൻ പറ്റുമെന്ന് കിട്ടുന്നത്. മനസ്സിലായോ? അത്രയും ബാറ്ററി വെക്കേണ്ടി വരും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിന്റെ ഇടയ്ക്ക് ഫാക്ടറാണ്. നിങ്ങൾ കൺവേർട്ട് ചെയ്യുന്ന ഇൻവേർട്ടറുകൾ, നിങ്ങൾ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ എഫിഷ്യൻസി, പിന്നെ നിങ്ങളൊരു പ്രോപ്പർ കാൽക്കുലേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര, ഓരോരുത്തരും പലരും ചെയ്യാറുണ്ട്. ഇപ്പം ഞാനിവിടെ സോളാർ ചെയ്യുമ്പം ഈ പറഞ്ഞ 40% ബാറ്ററിയിൽ 60 ആണ് ചെയ്യാറ്. ചിലര് 50 ചെയ്യുന്നവരുണ്ട്, 40 ചെയ്യുന്നവരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ചിലപ്പം ഇപ്പം നമുക്ക് എമൗണ്ട് ഓഫ് പാനൽ കൂടുതലുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഡിസ്ചാർജ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അത് എങ്ങനെയാണ് അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അവരുടെ മാക്സിമം ലോഡ് നോക്കിയിട്ട് കണക്കൂട്ടിയിട്ട് എന്തായാലും ബാറ്ററി കൂടുതൽ വെക്കുന്ന എപ്പോഴും സേഫ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അല്ല, കൂടുതൽ അതാ പറഞ്ഞത്. നിങ്ങളിപ്പം ഫ്രീ ആയിട്ട് അവരോട് പറയേണ്ട കാര്യമില്ല. ഇതൊരു 150 HL തീരും വിലയിരുന്ന അങ്ങനെയല്ല ചെയ്യേണ്ടത്. അവരുടെ എന്താണ് അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഇത് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഇന്ന ഫാക്ടറുകളുണ്ട്. ഇപ്പൊ നിങ്ങൾ 1000 watt-hour അവര് പറയും ഇത്രയൊന്നും വെക്കണ്ടല്ലോ, ഇതിന് ഇത്ര പോരെ എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് 1000 watt വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന സാധനം തന്നെയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന MPPT ഇതാണ്. നമ്മൾ ലെഡ് ആസിഡ് ബാറ്ററിയാണ് സാർ, അതിന് ഇത്രയാണ് എഫിഷ്യൻസി ഉള്ളത്. ഇപ്പൊ എന്റെ കാൽക്കുലേഷൻ ഇതാണ്. ഇത് എല്ലായിടത്തും ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മള് സ്വന്തമായിട്ട് തീരുമാനിച്ചാലൊന്നും ഇത് കുറച്ചുകൂടെ യൂണിറ്റ് തരത്തില്ലല്ലോ. അപ്പൊ നമ്മള് ഈ പ്രോപ്പറായിട്ട് എന്താണോ നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നത് അതല്ലേ നമുക്കും നല്ലത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇതിനകത്ത് ഫാക്ടറാണ്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നോക്കി ചെയ്യുകയാണെങ്കിൽ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏകദേശം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോണം. പിന്നെ ബാക്കി ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇപ്പം പ്രതീക് സാർ പറഞ്ഞു, ഈ പറഞ്ഞ ബാറ്ററിയുടെ പാരാമീറ്ററുകൾ, ഔട്ട്പുട്ട് പാരാമീറ്ററുകളൊക്കെ ചെക്ക് ചെയ്യണം. ഓരോ കമ്പനിക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും അല്ലേ? കമ്പനിക്ക് വ്യത്യാസം ഉണ്ടാകും. ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ്. ഞാൻ ചെയ്യുന്ന ലൈറ്റിന്റെ എഫിഷ്യൻസി ആയിരിക്കുമല്ല നാളെ ക്രോംപ്ടൺ ചെയ്താൽ, ക്രോംപ്ടൺ ചെയ്യുന്ന എഫിഷ്യൻസി ആയിരിക്കുമല്ല ഫിലിപ്സ് ചെയ്താല്. അങ്ങനെ വ്യത്യാസം വന്നോണ്ടായിരിക്കും. മനസ്സിലായോ? ഞാൻ അതിന്റെ പ്രൊഡക്റ്റിന്റെ ഡാറ്റാ ഷീറ്റിൽ കൃത്യമായിട്ട് നോട്ട് ചെയ്തിരിക്കും. എന്റെ ബാറ്ററിക്ക്
85, 84, അല്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാകും. ചിലരത് മറച്ചു വെക്കാൻ ടെമ്പറേച്ചർ അനുസരിച്ച് മാറും. മനസ്സിലായോ? ഇപ്പം 85 പറയുന്ന എല്ലാ പ്രൊഡക്റ്റും ടെസ്റ്റ് ചെയ്യുന്നത് 25 ഡിഗ്രിയിലാണ്. ശരി. ഇപ്പൊ ഞാൻ എന്റെ ലൈറ്റ് അല്ലെങ്കിൽ എന്റെ ബാറ്ററി അല്ലെങ്കിൽ എന്റെ MPPT ടെസ്റ്റ് ചെയ്യുന്നത് 25 ഡിഗ്രിയിലായിരിക്കും മിക്കതിന്റെയും ഇത് ടെസ്റ്റ് കണ്ടീഷൻ വരുന്നത്. അതൊരു പ്രത്യേകം നോട്ട് ചെയ്തതാണ്. നിങ്ങൾ ഏതെങ്കിലും പ്രൊഡക്റ്റിന്റെ ഡാറ്റ ഷീറ്റ് എടുത്ത് നോക്കിയോ, 25 ഡിഗ്രിയിൽ ID നിങ്ങൾ 40 ആംപിയർ ചാർജ് ചെയ്യുകയാണെങ്കിൽ ആംബിയൻ ടെമ്പറേച്ചർ ഗ്രാഫ് ഒക്കെ അടി കിട്ടും. അത് ടെമ്പറേച്ചർ എങ്ങനെയാ നമ്മൾ കണക്കാക്കുന്നത്? എങ്ങനെയാ? അത് റൂം ടെമ്പറേച്ചർ ആണോ? എങ്ങനെയാണ്? അതായത് ടെമ്പറേച്ചർ അനുസരിച്ച് മാറാൻ ചാൻസ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞത് നിങ്ങളത് കൃത്യമായിട്ട് നിങ്ങളുടെ ബാറ്ററി തരുന്ന ആളോട് ചോദിക്കുന്നതായിരിക്കും ബെറ്റർ. ഇപ്പൊ ഞാനൊരു വാല്യൂ പറഞ്ഞാൽ അതൊരിക്കലും ആക്യുറേറ്റ് ആവില്ല. ബാറ്ററി സപ്ലൈസിനോട് ചോദിച്ച് കൃത്യം മനസ്സിലാക്കണം. ഞാൻ കൊണ്ടുവെക്കാൻ പോകുന്നത് 40 ഡിഗ്രിയിലാണ്. മനസ്സിലായോ? കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഞാൻ പറയാം. ഇപ്പൊ നേരെ സൺലൈറ്റിന്റെ അടിയിലാണ്, നേരെ പാനലിന്റെ അടി വെക്കും, കൂടുതൽ ചൂടുണ്ടാവും. ഇപ്പൊ ഇത്രയും ചൂടുണ്ട്, നിങ്ങൾക്ക് ഒരു ടെമ്പറേച്ചർ മീറ്റർ നിസ്സാരമായിട്ട് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലോ. അത് നോക്കിയിട്ട് കൃത്യം കണ്ടീഷൻ അവരോട് പറയാം, ഞാൻ ഇന്നോളാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, ഇത്ര ഡിഗ്രി ചൂടിലാണ് ഇത് വെക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഫീഡ്ബാക്ക് അവരുടെ സൈഡിൽ നിന്ന് കിട്ടും. പിന്നെ വേറൊരു സംശയം എന്ന് വെച്ചാല്, നമ്മളിപ്പോ ബാറ്ററി ഒക്കെ വെച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് വെള്ളം ഒഴിക്കുമ്പോ വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് അതിൽ നിന്ന് ആസിഡ് ഒക്കെ പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കണ്ടീഷൻ വരാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ചെയ്യേണ്ടത്? നമ്മൾ ആ ആസിഡ് പോയതിനനുസരിച്ച് ആസിഡ് ഒഴിക്കേണ്ടി വരുമോ, അതോ ഗ്രാവിറ്റി നോക്കിയിട്ടാണോ ഒഴിക്കേണ്ടി വരുമോ? എന്താണെന്നുണ്ടാണ് അതിൽ കൂടുതലായിട്ട് പറയാൻ പറ്റുന്ന കണ്ണൻ സാറിനായിരിക്കും. ഞാൻ ഈ പറഞ്ഞ ഇതിലെ എക്സ്പീരിയൻസിൽ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നത് കണ്ണൻ സാറിന് അറിയാം. എങ്ങനെയാണ് അതിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ളത് കണ്ണൻ സാർ പറഞ്ഞു കൊടുക്കുകയാണ് ഉപകാരമായിരിക്കും. എങ്ങനെയാണ് ബാറ്ററി വാട്ടർ ലെവൽ ചെയ്യേണ്ടതെന്ന് കൺട്രോൾ ചെയ്യേണ്ടത്. ബാറ്ററി വാട്ടർ നമ്മളത് ചെയ്യേണ്ടത് 6 മാസം കൂടുമ്പോഴാണ്. അതിന്റെ ലെവൽ കുറയുന്നതനുസരിച്ച് അതിന്റെ നീഡിലുണ്ട്, ആ നീഡിൽ താഴുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ അത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഒരു ഇപ്പൊ ഡീലർ അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് വാട്ടർ ഫില്ല് ചെയ്ത് പോയിട്ട് പിറ്റേ ദിവസം ഓവർഫ്ലോ ആയി, അതായത് തിളച്ച് വെളിയിൽ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ ബാറ്ററി IFC ഇനിഷ്യൽ ഫില്ലിംഗ് ചാർജ്, അതിൽ മാത്രമേ നമ്മൾ ആസിഡ് ഒഴിച്ച് ചാർജ് ചെയ്യാറുള്ളൂ. പിന്നീട് നമ്മൾ ഒഴിക്കുന്ന ഒന്നും ആസിഡ് അല്ല. ടോപ്പ് അപ്പ് ചെയ്യുന്നത് ഡിസ്റ്റിൽ വാട്ടർ ആണ്, അതായത് ഡീമിനൈസ് വാട്ടർ എന്ന് പറയും. നമ്മൾ സാധാരണ കിണറ്റിലെ വെള്ളം അല്ലെങ്കിൽ മഴവെള്ളം, ഇപ്പൊ കുറച്ച് സ്ഥലത്തൊക്കെ ആൾക്കാർ മഴവെള്ളം ഒഴിക്കാറുണ്ട്. അങ്ങനെ മഴവെള്ളം ഒരിക്കലും ഒഴിക്കാൻ പാടില്ല. അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഇരുമ്പിന്റെ അംശം നമ്മൾ ലഡുവായിട്ട് പിടിച്ച് ആ പ്ലേറ്റ് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഡീമിനൈസ് ചെയ്ത വാട്ടർ എന്ന് പറയും, DM വാട്ടർ, ഡിസ്റ്റിൽ വാട്ടർ, ആ വാട്ടർ മാത്രമേ നമ്മൾ അതിൽ ടോപ്പ് അപ്പ് ചെയ്യാൻ പാടുള്ളൂ. അല്ല സാറേ, വേറെ സംശയം ചോദിച്ചോട്ടെ. ഈ മഴവെള്ളം ഒഴിക്കാന്ന് പറഞ്ഞിട്ട് മിക്കവരും പറയുന്നുണ്ടല്ലോ, ബാറ്ററി മേടിക്കുന്നവരൊക്കെ അത് മഴവെള്ളം എടുത്തു വെച്ച് ഒഴിക്കാന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട്. ഒരിക്കലും പാടില്ല. അത് ഭയങ്കര, ഞങ്ങൾ എന്നിട്ട് അത് അതുപോലെ ചെയ്യാൻ പറയാറുണ്ട്. ഇവര് പറയണ കേട്ടിട്ട് ഞങ്ങളും പറയും. ഒരിക്കലും, അതായത് നമ്മളുടെ വാട്ടിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് എല്ലാം ഒഴിവാക്കിയിട്ട് വെറും വെള്ളം, അത് നമ്മുടെ വാട്ടിൽ അടങ്ങിയിരിക്കുന്ന ഇരുമ്പിന്റെ അംശമുണ്ട്. ആ ഇരുമ്പിന്റെ അംശം നമ്മൾ വാട്ടിൽ ഇതിലേക്ക് ഇത് ചെന്ന് കഴിഞ്ഞാൽ ലഡുവായിട്ട് പ്രവർത്തിച്ചിട്ട് അത് പതിയെ ഒറ്റടിക്ക് ഫെയിൽ ആയില്ല, അത് പതിയെ ആ പ്ലേറ്റ് പൊടിയാൻ തുടങ്ങും. അത് ശരി. ഒരു കാരണവശാലും നമ്മളുടെ മഴവെള്ളമോ അല്ലെങ്കിൽ ഒഴുക്ക് വെള്ളം, ചില സ്ഥലത്ത് ഇപ്പൊ തെക്ക് ഭാഗത്തോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങൾ ഒഴുക്ക് വെള്ളം ഒഴിക്കാറുണ്ട്, പ്രശ്നമില്ല എന്ന് പറയും. കിണർ വെള്ളം ഒഴിക്കാറുണ്ട്, മഴവെള്ളം ഒഴിക്കാറുണ്ട്. അങ്ങനെ ഡിസ്റ്റിൽഡ് വാട്ടർ, മറ്റേ വാട്ടർ ഉണ്ടല്ലോ, ആ വാട്ടർ ഒഴിക്കുന്നു പറയാറുണ്ട്. അതും നമ്മൾ വാങ്ങിക്കും. നമ്മൾ ബാറ്ററി വാട്ടർ എന്ന് പറയുമ്പോഴേക്കും ഡിസ്റ്റിൽ വാട്ടർ എന്ന് പറഞ്ഞ് തന്നെ വാങ്ങിക്കണം. ആസിഡ് വാട്ടർ ഉണ്ട്, രണ്ട് ടൈപ്പ് വാട്ടർ ഉണ്ട്. ആസിഡ് ഒഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആസിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടും. അപ്പോഴേക്കും ആസിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുമ്പോഴേക്കും നമുക്ക് ബാക്കപ്പ് കൂടും. ബാക്കപ്പ് കൂടിയിട്ട് 2-3 വർഷം കഴിയുമ്പോഴേക്കും പതിയെ പെട്ടെന്ന് അത് ഫെയിലാകാൻ തുടങ്ങും ബാറ്ററി. ശരി. ആസിഡിന്റെ പവർ കൂടുമ്പോൾ ബാക്കപ്പ് കൂടുകയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മുടെ 0.250, അതായത് ഇത് നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് ആണ്, ഡൈല്യൂട്ട് ചെയ്ത് സൾഫ്യൂരിക് ആസിഡ് ആണ്. 1.250 എന്നാണ്, അതായത് 0.250, അതായത് സൾഫ്യൂരിക് ആസിഡ് 1840, അതാണ് നമ്മള് ഡൈല്യൂട്ട് ചെയ്യാത്ത സൾഫ്യൂരിക് ആസിഡ്. അതിലേക്ക് 1:4, അതായത് 1 ലിറ്റർ സൾഫ്യൂരിക് ആസിഡ് 4 4 ലിറ്റർ വെള്ളം, അങ്ങനെ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ 1.250 സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് നമ്മളുടെ ഫുൾ ചാർജ് ബാറ്ററിയിൽ വേണ്ടത്. അത് IFC ഇനിഷ്യൽ ഫില്ലിംഗ് ചാർജ് എന്ന് പറയുന്നത് 1.225 ആസിഡ് ഒഴിച്ചിട്ട്
3 ദിവസം 72 മണിക്കൂർ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചാർജ് ചെയ്ത് ഫുൾ ആകുമ്പോഴാണ് 1.250 ഗ്രാവിറ്റിലേക്ക് എത്തുന്നത്. അപ്പോഴേക്കും ബാറ്ററിയുടെ വോൾട്ടേജ് 16.50 വരും. 16.50 വരുമോ? IFCയിൽ ചെയ്യുമ്പോഴേക്കും 16.50 വോൾട്ടേജ് വരുമ്പോഴാണ് നമുക്ക് ബാറ്ററി ഫുൾ ചാർജ് ആകുന്നത്. പിന്നെ നമ്മൾ ISC എന്ന് പറയുന്നത് സാറേ ഇനിഷ്യൽ ഫില്ലിംഗ് ചാർജ്, ബാറ്ററി ഡ്രൈ ആയിരിക്കുന്ന ബാറ്ററി ഫസ്റ്റ് നമ്മൾ ഇപ്പോഴല്ല, ഫസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് ഡ്രൈ ആയിരിക്കുമല്ലോ, ആ ബാറ്ററിയിൽ നമ്മൾ ആസിഡ് ഒഴിച്ചിട്ടാണ് ചാർജ് ചെയ്യുന്നത്. ആ സമയത്തുള്ളതാണ്. പിന്നീട് ഒരിക്കലും നമ്മൾ അതിലേക്ക് ആസിഡ് ആഡ് ചെയ്യാറില്ല. അപ്പൊ ഈ തിളച്ചു പോകുന്നത് ഇവര് അശ്രദ്ധമായിട്ട് കസ്റ്റമർ ഒഴിച്ചിട്ട് പോകുന്ന ആസിഡ് ഒരുപാട് പോയിട്ട് കാണാറുണ്ട്. അപ്പൊ അതിന് പകരം എന്താ ചെയ്യേണ്ടത് നമ്മള്? ഇതിന് പകരം നമ്മൾ ഡിസ്റ്റിൽ വാട്ടർ ഒഴിച്ചാൽ മതി. അത് സൈക്ലിംഗ് നടന്നു കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക് അത് ആസിഡിന്റെ പവർ കിട്ടിക്കോളും. ഈ പറഞ്ഞ പോലെ ചാർജിംഗ് കറണ്ട് പ്രോപ്പർ ആയിട്ട് വന്നിട്ട് ബൂസ്റ്റ് വോൾട്ടേജ്, ഈ പറഞ്ഞ വോൾട്ടേജ് എല്ലാം കറക്റ്റ് ആയിട്ട് വരുമ്പോഴേക്കും ബാറ്ററി പഴയ ആ ഒരു 1.250 ലെവലിലേക്ക് വരും. ഒരു കാരണവശാലും നമ്മൾ ഒരിക്കലും ആസിഡ് ഒഴിക്കരുത്. ആസിഡ് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒഴിക്കുന്ന ആസിഡും ബാറ്ററിയിലുള്ള ആസിഡും കൂടെ പവർ കൂടും, ബാക്കപ്പ് കൂടും, പതിയെ ബാറ്ററി ഫെയിൽ ആകാൻ തുടങ്ങും. ഓക്കെ, 6 മാസം കൂടുമ്പോഴാണ് ഇതിന്റെ ഇത് നമ്മൾ ചെയ്യേണ്ടത്. ഓവർ ചാർജ് എന്ന് പറയും, നമ്മളെ വോൾട്ടേജ് കൂടി കിടന്നു കഴിഞ്ഞാൽ ഓവർ ചാർജ് ആകാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ബാറ്ററി ഓവറായിട്ട് ഹീറ്റ് ആകും, വെള്ളം പെട്ടെന്ന് ഡ്രൈ ആകും, ബാറ്ററി ഡ്രൈ ആയി കഴിഞ്ഞാൽ ബ്ലാസ്റ്റ് ആകും. അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ സോളാർ വെച്ചിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ബാറ്ററി ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ ബാറ്ററി ക്ലീൻ ആയിരിക്കണം. അതിന്റെ പുറം തുടച്ച് ഡസ്റ്റ് പിടിക്കാൻ പാടില്ല, നീറ്റ് ആയിരിക്കണം. സെൽഫ് ഡിസ്ചാർജിങ് വരാൻ പാടില്ല. ഇപ്പൊ 4 ബാറ്ററി വെച്ചിരിക്കുന്ന സ്ഥലത്ത് ചിലര് കൊണ്ടുവന്ന് വെള്ളം ഒഴിച്ചിട്ട് അതിന്റെ പുറമേയൊക്കെ വെള്ളം ഉണ്ടാവും. നമ്മൾ ഒരു മൾട്ടിമീറ്റർ കൊണ്ട് അതിന്റെ പോസിറ്റീവ് ലാസ്റ്റ് എൻഡ് കണക്ഷൻ വരുന്ന പോസിറ്റീവിലും ബാറ്ററി ടോപ്പിലും നമ്മൾ വെച്ച് നോക്കി കഴിഞ്ഞാൽ വോൾട്ടേജ് ലീക്കേജ് കാണാം. അതായത് സെൽഫ് ഡിസ്ചാർജ്, നമ്മൾ അറിയാതെ തന്നെ വോൾട്ടേജ് അത് ഡിസ്ചാർജ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ബാറ്ററി എപ്പോഴും ക്ലീൻ ആയിരിക്കണം. നമ്മൾ വാട്ടർ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൽ കൊടുത്തിരിക്കുന്ന നീഡിലുണ്ട്, ആ ഒരു ഗ്രീനിന്റെ ഒരു റൗണ്ട് ഉണ്ട്, അതിന് മുകളിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല. ഒഴിച്ചു കഴിഞ്ഞാൽ ഓവർഫ്ലോ ആകും, നമ്മുടെ ഫ്ലോറിലേക്ക് വീണ് കഴിഞ്ഞാൽ ടൈല് വരെ ഇതാവും, ഫെയ്ഡ് ആവും. ആ വെന്റ് കവർ മാറ്റേണ്ടി വരും ഇടയ്ക്ക്, കാരണം അത് ചിലതിന്റെ അടഞ്ഞു പോകുന്നത് കാണാറുണ്ട്. ഒരു ക്രിസ്റ്റൽ പോലെ വന്നിട്ട് അടയാറുണ്ട്. അതെ. ആ ക്രിസ്റ്റൽ വഴിയാണ് നമ്മൾ ഡിസ്ചാർജ് നടക്കുന്നത്. അത് ഓവർ ചാർജ് വരുമ്പോഴേക്കും ചില സ്ഥലത്ത് ചിലർ പറയാണ്ട് ഫ്യൂമ് ഭയങ്കര സ്മെല്ല് വരാറുണ്ടെന്ന് പറയും. അത് ഈ ഓവർ ചാർജ് നടക്കുന്ന സ്ഥലത്താണ് ആ സ്മെല്ല് വരുന്നത്. ആ ക്രിസ്റ്റൽ ഇതിൽ വഴി ഗ്യാസ് പുറത്തേക്ക് വരുന്നതാണ്. അല്ലാതെ കറക്റ്റ് ആയിട്ടുള്ള കട്ട് ഓഫും കാര്യങ്ങളും നടക്കുന്ന സ്ഥലത്തൊന്നും ഈ പറഞ്ഞ പോലെ യാതൊരു പ്രശ്നവും ഉണ്ടായില്ല. സാറേ, മറ്റൊരു ഡൗട്ട്, നമ്മുടെ 150Ah ഒരു പുതിയ എക്സിഡിന്റെ ബാറ്ററി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ നമ്മുടെ ഇൻഡിക്കേറ്ററിനകത്ത്, അതായത് ലെവൽ ഇൻഡിക്കേറ്ററിന്റെ താഴ്വശത്തായിട്ട് ഒരു കറുത്ത പൗഡർ പോലെ കാണുന്നുണ്ട്. അതെന്തായിരിക്കും അതിന്റെ റീസൺ? കറുത്ത പൗഡർ നമ്മൾ അതിലേക്ക് വാട്ടർ വേറെ ഇതുവല്ലോ ഒഴിച്ചു കൊടുത്തായിരുന്നു? ഇല്ല, പുതിയ ബാറ്ററിയെ വെച്ച് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ കറുത്ത പൗഡറിന്റെ ഒരു സ്കെയിലിംഗ് പോലെ ഈ ഇൻഡിക്കേറ്റർ ലെവൽ ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ, അതിന്റെ അടിവശത്ത്. അപ്പൊ ക്യാപ്പ് ഊരി നോക്കിയപ്പോൾ അതിനകത്ത് ഒരു ചെറിയ സ്കെയിലിംഗ് പോലെ ഉണ്ട്. നമ്മുടെ കൺമഷി പോലെ ഇങ്ങനെ ഇതിരിക്കുന്നുണ്ടായിരുന്നു, പൗഡർ പോലെ ആയിരിക്കുന്നത്. ഫ്ലോട്ടിന്റെ താഴെയാണ്, ഫ്ലോട്ടിന്റെ താഴ്വശത്ത്. അതൊന്ന് ചെക്ക് ചെയ്യുക, അതൊന്ന് ഒബ്സർവേഷനിൽ നോക്കുന്നത് നല്ലതായിരിക്കും. ആ ബാറ്ററി അടിച്ചിട്ട് ഫുള്ള് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് രണ്ടാമത് ഇട്ട് കൊടുക്കുക. അതെന്തുകൊണ്ടാണെന്നുള്ളത് സാധാരണ ഈ വെള്ളത്തിന്റെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വരാറുണ്ട്. ചിലപ്പോൾ ട്രാൻസ്പോർട്ട് ബാറ്ററി മറിഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വെള്ളം ചിലപ്പോൾ ആഡ് കഴിയുമ്പോഴേക്കും അങ്ങനെ സംഭവിക്കാറുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ ഫുള്ള് അതിനകത്തുള്ള ആസിഡ് ഡ്രെയിൻ ചെയ്തിട്ട് അല്ലല്ല, ആസിഡ് ഒന്നും ഡ്രെയിൻ ചെയ്യണ്ട. ആ ഫ്ലോട്ട് മാത്രം എടുത്തിട്ട് പച്ചവെള്ളത്തിലിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് രണ്ടാമത് ഇട്ട് കൊടുക്കുക. ഓക്കെ. എന്നിട്ട് 1 മാസം ഒബ്സർവേഷൻ ഒന്ന് നോക്കുക ബാറ്ററി. വീണ്ടും സെയിം പ്രോബ്ലം വരുന്നുണ്ടെങ്കിൽ ആ ഡീലറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. ശരി. താങ്ക് യു വെരി മച്ച്. സാധാരണ ഒരു ബാറ്ററി എന്തായാലും ഫുൾ ചാർജ് ആവുന്ന സമയത്ത് ചൂടാവില്ലല്ലോ? ഫുൾ ചാർജ് ആവുന്ന ബാറ്ററി നമ്മുടെ സോളാറിന്റെ ഇതിലാണെന്നുണ്ടെങ്കിൽ നല്ല ഹീറ്റ് ആകില്ല. 15.5 വോൾട്ടേജ് വരുമ്പോഴേക്കും നോർമൽ, നമ്മൾ കമ്പനി പറയുന്നത് 27 ഡിഗ്രിയിലാണ് നമ്മൾ ബാറ്ററിയുടെ ഇത് പറയുന്നത്, ടെമ്പറേച്ചർ പറയുന്നത്. തൊട്ട് നോക്കുമ്പോൾ ചെറിയൊരു ചൂടുണ്ടാവും അല്ലെ? എന്തായാലും നമ്മൾ ആ 15 വോൾട്ടേജ് വരുമ്പോഴേക്കും ചെറുതായിട്ടൊരു ഹീറ്റിംഗ് ഇതുണ്ടാവും. നല്ല ഓവർ ഹീറ്റ് അല്ല, നോർമൽ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ. ചെറിയ ഹീറ്റ് കാണാറുണ്ട്. അപ്പൊ അത് കുഴപ്പമുണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടിട്ടാ. ഇല്ല.
സാറേ വാട്ടർ കൂടുതൽ ഒഴിച്ചത് അത് പിന്നെന്ത് ചെയ്യണം, കളയണോ? അത് ഓവർഫ്ലോ ആയിട്ട് പോകുന്നു. മതി. എന്തോ ബാറ്ററി ചരിച്ച് കളയരുത്. ഒരു സക്കർ വാങ്ങിച്ചിട്ട് ഒന്നെങ്കിൽ ഹൈഡ്രോമീറ്റർ അല്ലെങ്കിൽ സക്കർ വാങ്ങിയിട്ടത് പതിയെ സക്ക് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. നമ്മളിപ്പം നമ്മുടെ പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെടുകയാണ്. ഇന്ന് നമുക്ക് 2 കമ്പനികളെ ഒന്ന് പരിചയപ്പെടാം. ഒന്ന് യൂണിവേഴ്സല്. നമുക്ക് ആദ്യം പ്രസി സാറിന് ക്ഷണിക്കാം. അവരുടെ പ്രോഡക്റ്റ് എന്തൊക്കെയാണ്, എന്താണ് അതിന്റെ പ്രത്യേകത, അത് നമുക്ക് ശ്രദ്ധിക്കാം. ഹലോ, കേൾക്കാമോ? കേൾക്കാം. സാറേ, നമ്മൾ 23 വർഷമായി പവർ ഇലക്ട്രോണിക്സ് മേഖലയിൽ നമ്മൾ ഓൺലൈൻ UPSകളും സാധാരണ ഇൻവെർട്ടറുകളുമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഒരു 7 വർഷമായിട്ട് നമ്മൾ സോളാർ മേഖലയിലുമുണ്ട്. സോളാറിൽ നമ്മൾ MPPT ചാർജേഴ്സ്, സോളാറിൻ്റെ ഇൻവെർട്ടേഴ്സ്, സോളാറിൻ്റെ PCUകൾ, അതുപോലെ 3 ഫേസ് സോളാർ ഇൻവെർട്ടറുകളും നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് MPPTയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാറ്ററി ചാർജിങ് കറണ്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റി നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ MPPTയിലും ഇപ്പോൾ നമ്മുടെ എല്ലാ MPPTകളിലും അത് അവൈലബിൾ ആണ്. 24, 36, 48 ഈ മോഡലുകളിലാണ് ഇപ്പോൾ അത് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് മന്ത് ലാസ്റ്റോടുകൂടി ഒരു 72 മുതൽ 120 വരെയുള്ള 100 ആംപിയർ MPPTകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിലും ഇതേ സെയിം കാറ്റഗറി ആംപിയർ സെറ്റിംഗ്സ് അവൈലബിൾ ആണ്. ഈ ചാർജേഴ്സ് എല്ലാം 3 ബാറ്ററികളും, അതായത് ലെഡ് ആസിഡ്, ജെൽ ബാറ്ററി, ലിത്തിയം, ഈ 3 ബാറ്ററികളെയും സപ്പോർട്ട് ചെയ്യും. എഫിഷ്യൻസി വൈസ് വളരെ കൂടുതലുമാണ്. ഇതൊക്കെയാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ വരുന്നത്. സർവീസുകളും ഓൾ കേരള ഫുള്ള് നമ്മൾ സർവീസും ലഭ്യമാണ്. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് കെൽ ഇലക്ട്രോണിക്സിന്റെ കല്ലൂരിന്റെ ഇതിനെ കുറിച്ച് നമുക്ക് സെബിനിൽ നിന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഞങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് LED ലൈറ്റിംഗ് ആണ്. ഞാൻ പറഞ്ഞ പോലെ ഡൗൺ ലൈറ്റുകൾ, സ്ട്രീറ്റ് ലൈറ്റുകൾ, ഫ്ലഡ് ലൈറ്റ് എല്ലാം AC വർക്ക് ചെയ്യുന്നതാണ്. അതിന് പാരലായിട്ട് തന്നെ ഞങ്ങൾ ലിഥിയം ബാറ്ററിയും ചെയ്യുന്നുണ്ട്. ലിഥിയം ബാറ്ററി ഞങ്ങളുടെ ഓൺ യൂസിന് തുടങ്ങിയതാണ്. അതായത് ഞങ്ങൾ സോളാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സോളാർ ചെയ്യുന്ന പറഞ്ഞാൽ ഞങ്ങൾ വലിയ ഹയർ എമൗണ്ട് ഓഫ് സോളാർ അല്ല ചെയ്യുന്നത്. ഞങ്ങൾ ഈ പറഞ്ഞ ബിലോ 200 വാട്ടിലൊക്കെയുള്ള സോളാർ സ്ട്രീറ്റ് ലൈറ്റുകൾ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ബാറ്ററി ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ലിഥിയം ബാറ്ററി ആണെന്ന് തോന്നുന്നു. ബാക്കി ഈ പറഞ്ഞ LED ലൈറ്റ് ഞങ്ങൾ ഓൾ കേരള രീതിയിൽ ഇപ്പം മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. കെല്ല എന്നാണ് ബ്രാൻഡ്. ബൾബ്, ട്യൂബ്, ഈ പറഞ്ഞ ബാക്കി എല്ലാ ലൈറ്റുകളും ഉണ്ട്. ഇപ്പം ലിഥിയം ബാറ്ററിയുടെ എൻക്വയറീസ് ഇപ്പം കണ്ണഞ്ഞാൻ അറിയാം. ഞങ്ങൾ കുറച്ച് ബാറ്ററിയെ പറ്റി സംസാരിച്ചിരുന്നു. അപ്പം ലിഥിയം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ലിഥിയം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിന്റെ ബാക്കി ഡീറ്റെയിൽസുകളും കാര്യങ്ങളെല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ കൊടുക്കാം. ലിഥിയം ചെയ്യുമ്പം ചെയ്യേണ്ട 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ലിഥിയം ബാറ്ററിയിൽ പ്രധാനമായിട്ടും BMS എന്ന് പറയുന്ന ഒരു ബോർഡുണ്ട്. ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ് പറയുന്നത്. അപ്പം ഈ BMS ആണ് ഈ ബാറ്ററി മാനേജ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഇത് എക്സ്പ്ലോഷൻ ഉണ്ടാകാനും ഓവർ ചാർജ് ആകാനും അങ്ങനെ ഒത്തിരി പ്രോബ്ലം ഉണ്ട്. നമ്മൾ ഈ BMS ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. BMS ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഓവർ ഡിസ്ചാർജ് പ്രൊട്ടക്ട് ചെയ്യും. ഇനിയും അപ്പർ കട്ട് ഓഫ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഉള്ളത്, നമ്മൾ ഈ ലിഥിയം ചാർജ് ചെയ്യുമ്പം ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പല പാരലായിരിക്കുമല്ലോ. ലിഥിയം സെല്ല് വരുന്നതെന്ന് പറഞ്ഞാൽ 3.2 വോൾട്ട് ആണ് ലിഥിയം സെല്ല് വരുന്നത്. അത് നമ്മൾ 12 വോൾട്ട് 12.8 ആക്കണമെങ്കിൽ 4 പാരലോളം വേണ്ടി വരും. 4 സീരീസ് വേണ്ടി വരും. അതുപോലെ 6000 mAh സെല്ലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പം അത് നമുക്ക് കൂടുതൽ ആംപവറിലേക്ക് കൊണ്ടുവരണമെങ്കിൽ പാരലും വേണ്ടി വരും. അപ്പൊ ഈ നമ്മൾ ലിഥിയം ചാർജ് ചെയ്യുന്ന സമയത്ത് ഓരോ പാരലും ഡിഫറെന്റ് വോൾട്ടേജിലായിരിക്കും ചിലപ്പോൾ ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ. ചിലപ്പോൾ ഒരു പാരൽ എടുത്താൽ 3.2 വോൾട്ട്, ഒരെണ്ണം എടുത്താൽ 3.1 വോൾട്ട്, മറ്റൊരു പാരലിൽ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം 3.3 ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഡിഫറൻസ് വരുമ്പോഴാണ് ഇത് എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നത്. കാരണം നമ്മൾ ഏറ്റവും ലോവർ ബാറ്ററി ഫുൾ ചാർജ് എത്തി 3.65 എത്തുമ്പം വേറൊരു പാരലിലെ ബാറ്ററി എത്തുന്നത് 4 4.5 ആയിരിക്കും. അപ്പൊ ആ ബാറ്ററി ബ്ലാസ്റ്റ് ആകാൻ ചാൻസ് ഉണ്ട്. അതേസമയം നമ്മൾ BMS എന്ന് പറഞ്ഞ ഈ ബോർഡ് ഇതിൽ ഫിറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ BMS ചെയ്യുന്നത് ആദ്യം തന്നെ ഈ എത്ര പാരലാണോ അത്രയും പാരലിൽ നിന്നും ഇതിലേക്ക് വയറുണ്ടാവും, BMSലേക്ക് കണക്ഷൻ ഉണ്ടാവും. ഇത് ചെക്ക് ചെയ്യും ഓരോ പാരലിന്റെയും എത്രയാണ് വോൾട്ടേജ്, എത്രയാണ് കറണ്ട്. എന്നിട്ട് ഇതിന്റെ ഏറ്റവും കുറവുള്ള, ഇപ്പോൾ 5 പാരലുള്ളതിൽ ഏറ്റവും കുറവ് 2.9 വോൾട്ട് ആണെങ്കിൽ അതിലേക്ക് ബാക്കിയുള്ളതിനെ എല്ലാം ഡിസ്ചാർജ് ചെയ്യും. എല്ലാ പാരലും ഒരുപോലെ ആക്കും. എല്ലാം 2.9 ആക്കിയിട്ടാണ് ഇത് ചാർജിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
അപ്പോൾ ഒരേപോലെ ചാർജ് ആയി ഈ 3.65 3.5 കട്ടാകുന്നു, ബാറ്ററി ഫുൾ ചാർജ് ആകും. ഇതാണ് ഇതിന്റെ പ്രവർത്തനം. ഞാനിത് പറയാൻ കാരണം നമ്മൾ കൺവേർഷൻ ടൈപ്പിൽ നിന്ന് ലിഥിയത്തിലേക്ക് ആക്കുമ്പോൾ ഈ BMS പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ മോസ്ഫെറ്റ് വെച്ചിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് തരുന്നതും തിരിച്ചങ്ങോട്ട് കയറി പോകുന്നതും മോസ്ഫെറ്റ് വഴിയാണ്. അപ്പൊ ഈ മോസ്ഫെറ്റിന്റെ കറണ്ട് റേറ്റിംഗ് ഇതിനകത്തൊരു വലിയ ഫാക്ടറാണ്. അപ്പൊ നോർമലി നമ്മൾ ചെയ്യുന്നത് 15 ആംപിയർ വരെ, ഏറ്റവും ലോവർ റേഞ്ച് ആണ് ഞാൻ ഈ പറയുന്നത്, 15 ആംപിയർ വരെ നമുക്ക് ചാർജിങ് ഡിസ്ചാർജിങ് പറ്റും. അത് ഞാൻ ഈ പറയുന്നത് മോസ്ഫെറ്റിന്റെ കപ്പാസിറ്റിയാണ്. മോസ്ഫെറ്റിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഡിറ്റോ 15 ആംപിയർ അല്ല ചെയ്യുന്നത്. 15 ആംപിയർ നമ്മൾ ഇതിലൂടെ കടത്തി വിട്ടാലും ഈ മോസ്ഫെറ്റിന്റെ ബാക്കി, അതായത് ചൂട് കൂടാതെ ഇതിന്റെ RDS കാര്യങ്ങളൊക്കെ മാറാതെ, QG ഗേറ്റ് ചാർജ്, അങ്ങനെ കുറെ ഫാക്ടർ ഉണ്ട് ഇതിന്, അതൊന്നും മാറാതെ നമുക്ക് ഈസി ആയിട്ട് ചാർജ് ചെയ്യാനും ഡിസ്ചാർജ് ചെയ്യാനും പറ്റുന്ന റേറ്റിംഗ് ആണ് ഞാൻ ഈ ബിലോ 15 പറഞ്ഞത്. അപ്പൊ നമ്മൾ വെക്കുന്ന യൂണിറ്റിൽ എത്രയാണ് ചാർജിങ് കറണ്ട് എന്ന് നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നിങ്ങൾ സോളാർ ചെയ്യുന്നവരാണ്, അപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഏകദേശം ഐഡിയ ഉണ്ട്. നിങ്ങൾ 100 വാട്ട്സ് പാനൽ വെച്ചാൽ അതിന്റെ ID എന്ന് പറഞ്ഞാൽ 5 ആംപിയർ ആയിരിക്കും എന്നറിയാം. 12 വോൾട്ടിൽ 5 ആംപിയർ കിട്ടും. അത് നേരെ മറിച്ച് 150 ആകുമ്പോൾ 7 ആംപിയർ കിട്ടും എന്നറിയാം. ആ രീതിയിൽ നിങ്ങൾ എത്രയാണ് ഇതിന്റെ ചാർജിങ് കറണ്ട്, പിന്നെ അത് ഇൻറ്റു 2 ടൈം അല്ലെങ്കിൽ 3 ടൈം നിങ്ങൾക്ക് പീക്ക് എടുക്കാം. അപ്പം എത്രയാണ് ചാർജിങ് കറണ്ട് എന്നും ഡിസ്ചാർജിങ് കറണ്ട് എന്നും കൃത്യമായിട്ട് അറിയണം. പിന്നെ മറ്റൊരു ചോദ്യം ഉള്ളത്, ഇപ്പൊ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്, ഇത് നമുക്ക് നോർമലി ബാക്കിയുള്ള ചാർജ് കൺട്രോളിൽ ഉപയോഗിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ? ഇപ്പൊ നോർമലി ഇപ്പൊ നമ്മള് ഇപ്പം ഇവിടെ ബാറ്ററി ചൂടാകുന്നതിനെ പറ്റിയൊക്കെ ആദ്യം ഒരുപാട് പേര് സംസാരിച്ചു. അപ്പം അതിലോട്ടൊന്നും ഞാൻ വരുന്നില്ല. കാരണം ഇത് നിലവിൽ നമ്മൾ ഈ നമ്മുടെ സീലഡ് ലെഡ് ആസിഡ് ബാറ്ററിയുടെ ചാർജിങ് മെത്തേഡുമായിട്ട് വളരെ അടുത്ത ബന്ധം ഈ നമ്മുടെ ലിഥിയത്തിന്റെ ഉണ്ട്. അതായത് നമ്മൾ ലെഡ് ആസിഡ് ബാറ്ററി സീലഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് കോൺസ്റ്റന്റ് കറണ്ടിൽ 30% ചാർജ് ചെയ്യും, പിന്നെ അത് കോൺസ്റ്റന്റ് വോൾട്ടേജിലോട്ട് മാറും, അവസാനം ഫ്ലോട്ട് ചാർജ് ആണ് വരുന്നത്. ഫ്ലോട്ട് ചാർജ് ചെയ്യും. ഫ്ലോട്ട് ചാർജ് എന്ന് പറഞ്ഞാൽ ഇപ്പം 100 ഈ നമ്മുടെ ലെഡ് ആസിഡിന് ഡിസ്ചാർജിങ് റേറ്റ് വളരെ കൂടുതലാണ്. അപ്പം എന്നാന്ന് വെച്ചാൽ പെർ ഡേ തന്നെ അങ്ങ് ഇത് ഡിസ്ചാർജ് ആകാൻ തുടങ്ങും. അങ്ങനെ ഒരു 95-ലെത്തും, വീണ്ടും നമ്മൾ ചാർജ് ചെയ്ത് 100-ലേക്ക് എത്തിക്കും, വീണ്ടും കുറച്ച് കഴിയുമ്പോൾ ഇത് ചാർജ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്ത് 95-ൽ വരും. അങ്ങനെ അതാണ് ഏറ്റവും അവസാനത്തെ ഘട്ടം. ലിഥിയത്തിനും ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് കോൺസ്റ്റന്റ് കറണ്ടിൽ തന്നെയാണ് ചാർജ് ചെയ്യുന്നത്. സെക്കൻഡ് സൈക്കിൾ വരുന്നത് കോൺസ്റ്റന്റ് വോൾട്ടേജിൽ തന്നെയാണ്. നമുക്ക് തേർഡ് സ്റ്റെപ്പ് വേണ്ട, ഫ്ലോട്ട് ചാർജ് നമുക്ക് ആവശ്യമില്ല. കാരണം ലിഥിയത്തിന് ഡിസ്ചാർജ് ചെയ്യാനൊക്കെ നമ്മുടെ ലെഡ് ആസിഡിനെ കമ്പയർ ചെയ്താൽ വളരെ കുറവാണ്. നിങ്ങളൊരു 1 മാസമോ 1.5 മാസമോ കൂടി ഫുൾ ചാർജ് ചെയ്ത് വെച്ചാൽ ഈ പറഞ്ഞ ചെറിയൊരു പെർസെൻറ്റേജ്, 1%, 1.5% ഒക്കെ അല്ലാതെ അതിൽ നിന്ന് ഡിസ്ചാർജ് ആകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതുകൊണ്ട് ഫ്ലോട്ട് ചാർജ് നമുക്ക് വേണ്ട. ഇനി ഫ്ലോട്ട് ചാർജ് ഉള്ളതിൽ ഇത് കൊണ്ട് വെക്കാന്ന് ചോദിച്ചാൽ അത് ഓരോ മാനുഫാക്ചർ സെറ്റ് ചെയ്ത പോലെ ഇരിക്കും. ഇപ്പൊ അവർ 95% ആണ് സെറ്റ് ചെയ്തെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. നമ്മുടെ 5% താന്നു പോയാൽ മാത്രം നമുക്ക് ഈ പറഞ്ഞ ഇങ്ങനെ കണ്ടിന്യൂസ് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുള്ളൂ. ഇനി ഇത് എത്ര വോൾട്ടിൽ ചാർജ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നോർമലി നിങ്ങൾ ഈ സീലഡ് ലെഡ് ആസിഡ് ബാറ്ററിയിൽ ടിപ്പിക്കലി നമ്മൾ സെറ്റ് ചെയ്യാറ് 13.8 to 14.7 ആണ്. അതിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിനെ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. ആ സെയിം സൈക്കിൾ തന്നെ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. പക്ഷെ അതിൽ കൂടി പോകരുത്. നമ്മൾ ഈ 12 വോൾട്ട് ഈ BMS ഉപയോഗിച്ചിരിക്കുന്ന മോസ്ഫെറ്റിന്റെ റേറ്റിംഗ് 30 വോൾട്ട് ആയിരിക്കും. 30 വോൾട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുമെങ്കിൽ 30 വോൾട്ട് വരെ കൊടുക്കാമല്ലോ. 30 വോൾട്ട് അങ്ങനെയല്ല, ഇതിനകത്ത് സ്വിച്ചിങ് ഉണ്ട്. അപ്പൊ അതനുസരിച്ച് അതിന്റെ പീക്കും കാര്യങ്ങളെല്ലാം ഈ മോസ്ഫെറ്റിനെ അഫക്ട് ചെയ്യും. അതുകൊണ്ടാണ് ഇത് 14.7 കട്ട് ചെയ്യണമെന്നും ചെറിയ ഇപ്പം 10% ചെറിയ ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു 3% ഒന്നും പ്രശ്നമില്ല, അതൊക്കെ ഉണ്ടാവും. പക്ഷെ അതിന് മുകളിലേക്ക് പോലും നിങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. പിന്നെ ചില എനിക്ക് ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന നമ്മളെ ഉപയോഗിച്ചിരിക്കുന്ന കുറേ ടെസ്റ്റ് ചെയ്തുള്ള എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. മിക്കവരും ഫ്ലോട്ട് ചാർജ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടൊരു പെർസെൻറ്റേജ് ഒന്നും മെഷർ ചെയ്യാറില്ല. നമ്മൾ ലോക്കലി മേടിക്കുന്ന ഇൻവെർട്ടറിന്റെ കാര്യമാണ് പറയുന്നത്. നല്ല മാനുഫാക്ചേഴ്സ് ഉണ്ട്, കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്ത് തരുന്നവരുണ്ട്, നല്ല ടെസ്റ്റ് മെഷീൻ ഉപയോഗിച്ച് കൃത്യമായിട്ടുള്ള ഡാറ്റാ ഷീറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പം ഈ ഫ്ലോട്ട് ചാർജ് എന്ന് പറഞ്ഞാൽ ഇപ്പം കറക്റ്റ് ചെയ്യേണ്ടത് ഈ പറഞ്ഞ 13.8, അതായത് 14.7 മാക്സിമം എങ്കിൽ ഇപ്പം അത് നമ്മൾ 13.8 വോൾട്ടേജ് മാക്സിമം ഡൗൺ ആക്കിയിട്ട് കറണ്ട് കുറച്ച് കൊടുക്കുകയാണ്. എത്രയാണ് ഡിസ്ചാർജ് ആയത് അതിലാണ് നമ്മൾ ചാർജ് ചെയ്ത് തരേണ്ടത്. മിക്കവരും അങ്ങനെയല്ല, ജസ്റ്റ് ഒരു സ്വിച്ച് ചെയ്യുന്ന പോലെ പഴയ ഒറ്റയടിക്ക് ആംബിയർ ഒരു 5% അല്ല 2% കുറയുമ്പം ഈ 5-2 ചിലതിന് ആക്യുറസി പോലും ഇല്ല. ചിലത് കുറയുന്നു ചാർജ് ആകുന്നു, കുറയുന്നു ചാർജ് ആകുന്നു. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം എന്നാ സംഭവിക്കുന്ന വെച്ചാൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ലെഡ് ആസിഡിലാണെങ്കിലും ബാറ്ററി ചൂടാവും. എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ഫിക്സ് ചെയ്തിട്ടില്ല. ഇപ്പൊ 99 വരുമ്പോഴും ഫ്ലോട്ട് ചാർജ് ഓൺ ആവുകയാണ്. ഇത് 24 മണിക്കൂറും ബാറ്ററി ഓഫ് ആവും, ഓൺ ആവും. പിന്നെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഓരോ തവണ സ്വിച്ച് ചെയ്യുമ്പോഴും ഇതിന്റെ ഒരു റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട് DC-യിൽ. റിപ്പിള് ഓരോ മാനുഫാക്ചേഴ്സിനും ഈ റിപ്പിള്
വേരിയബിൾ ആയിരിക്കും അവർ ഉപയോഗിക്കുന്നത് അനുസരിച്ച്. അതൊക്കെ അവരുടെ ടെസ്റ്റ് പാരാമീറ്ററിൽ പറ്റി നമ്മൾക്ക് അതിന്റെ റിപ്പിൾ എടുക്കണമെങ്കിൽ ഈ പറഞ്ഞ DSOയോ അങ്ങനെയുള്ള ഓസിലോസ്കോപ്പ് ഒക്കെ വെച്ചിട്ടൊക്കെ പറ്റുള്ളൂ. അപ്പം നമുക്ക് നോർമലി ആൾക്കാർക്ക് ടെസ്റ്റ് ചെയ്യാൻ പാടാണ്. ഞാൻ ഈ റിപ്പിൾ എന്ന് എടുത്ത് പറയാൻ കാരണം ഈ റിപ്പിൾ ഫാക്ടർ കൂടുതലുള്ള ഇൻവേർട്ടറിന്റെ സമയം ഈ ഓൺ ആകുന്ന ഫ്ലോട്ട് ചാർജോ അല്ലെ ബാക്കി സഡനായിട്ട് ചാർജിങ് ഓൺ ആകുന്ന സമയത്ത് ഇതിന്റെ പീക്ക് കറണ്ട് ഒത്തിരി കൂടിപ്പോകും. അതായത് 1 ആംപിയർ ആണ് ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ചാർജിങ് സ്വിച്ച് ചെയ്ത് 1 ആംപിയറിലോട്ട് ഇടുമ്പം ഒരു 200 മില്ലി സെക്കൻഡ് 300 മില്ലി സെക്കൻഡ് അതിന്റെ എത്രയാണോ അതിന്റെ റിപ്പിൾ ഫാക്ടറിന്റെ റേറ്റിംഗ് അതനുസരിച്ച് ഇത് 1.5 ആംപിയറിലേക്കോ 2 ആംപിയറിലോട്ടൊക്കെ പോകും. അതായത് 200 മില്ലി സെക്കൻഡേ ഉള്ളെന്ന് ഓർക്കണം. പിന്നെ ഇത് തിരിച്ച് ഈ പറഞ്ഞ 1 ആംപിയറിലേക്ക് വരും. അപ്പൊ ഇത് നമ്മൾ കൃത്യമായിട്ട് ഈ 99 ഞാൻ പറഞ്ഞില്ല ഒരു കൃത്യം കണക്കിലല്ല വെച്ചിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഡിസ്ചാർജ് ആയ ഉടനെ ഫ്ലോട്ട് ചാർജ് ആകണം എന്നുള്ള കാൽക്കുലേഷൻ ചെയ്യുന്നവരാണെങ്കിൽ ഓരോ മിനിറ്റോ അല്ലെ 10 മിനിറ്റോ 20 മിനിറ്റോ കൂടുമ്പം ഈ പറഞ്ഞ ഓരോ സ്വിച്ചിങ്ങിനും ഇതനുസരിച്ച് ഈ 200 മില്ലി സെക്കൻഡ് 400 മില്ലി സെക്കൻഡ് ഇതിന്റെ കറണ്ട് റേറ്റിംഗ് കൂടി പോകും. ഇത് ബാറ്ററി ഇപ്പം ബാറ്ററിയുടെ ആൾ ഇതിനകത്തുണ്ട്. ഇപ്പം ബാറ്ററി എനിക്കറിയില്ല ഈ 200 മില്ലി സെക്കൻഡ് ഇത്രയും ഹൈ പീക്ക് പോയാൽ അതായത് ഇപ്പൊ 50 ആംപിയർ ഉള്ളതും സംഭവിക്കാം, 100 ആംപിയർ ഉള്ളതും സംഭവിക്കാം. 100 ആംപിയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര എമൗണ്ട് ആയിരിക്കും 200 മില്ലി സെക്കൻഡിലൊക്കെ പീക്ക് പോകുന്നത്. ചിലപ്പോൾ 250 ആംപിയർ ഒക്കെ 100 ആംപിയർ ചെയ്യുമ്പോൾ 250 ആംപിയർ ചിലപ്പം 100 മില്ലി സെക്കൻഡിൽ പോയെന്നിരിക്കും. അപ്പം അങ്ങനെയുള്ള ഫാക്ടർ ഉണ്ട്. അപ്പം ലിഥിയം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഡിസ്ചാർജ് റേറ്റിംഗ്, ചാർജ് റേറ്റിംഗ്, ഞാൻ ഈ പറഞ്ഞ വോൾട്ടേജിന്റെ കാര്യങ്ങൾ ഒക്കെ മെഷർ ചെയ്യുകയാണെങ്കിൽ എല്ലാം നിസ്സാരമായിട്ട് മെഷർ ചെയ്യാനുള്ളൂ. നിങ്ങളുടെ പാനലിന്റെ റേറ്റിംഗ് എത്രയാണെന്നും പിന്നെ നിങ്ങളുടെ MPPT കൺവേർട്ട് ചെയ്യുന്ന റേറ്റ് എത്രയാണെന്നൊക്കെ ഇപ്പം മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊസീസർ ഒക്കെ ഇതിനകത്തുണ്ട്. അവർ കറക്റ്റായിട്ട് ചൂസ് ചെയ്ത് തരും. നിങ്ങൾ 1000 വാട്ട് പാനൽ ചെയ്താൽ ഔട്ട്പുട്ട് നിങ്ങൾക്ക് നല്ല പീക്ക് ടൈമിൽ നിങ്ങൾക്ക് ഇത്ര ആംപിയർ ആയിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ ഇത്ര ആയിരിക്കും അതിന്റെ പീക്ക് ചാർജ് വരുന്നതെന്നൊക്കെ ഇതുപോലുള്ള മാനുഫാക്ചേഴ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് തരും. അത് നിങ്ങൾ വേറെ ഒന്നും വേണ്ട, ആ സാധനം ഒന്ന് നോട്ട് ചെയ്തിട്ട് നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മൾ അതനുസരിച്ചുള്ള BMS അത് അതിന് ബാറ്ററിക്ക് സെറ്റ് ആക്കും. അപ്പം അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രോപ്പറായിട്ട് ഒരു കംപ്ലൈന്റ് റേഷ്യോ ഇല്ലാതെ ഉപയോഗിക്കാനും പറ്റും. നിങ്ങൾ നിങ്ങളുടെ മാനുഫാക്ചറിന്റെ അടുത്തുനിന്ന് തന്നെ ബാക്കി എല്ലാ ഡീറ്റെയിലും എടുക്കുക ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, താങ്ക്സ്. ബാറ്ററി എന്നുള്ള വിഷയം ചാർജർ എന്നുള്ള വിഷയം വളരെയധികം പ്രോബ്ലം ആണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് ഓഫ് ഗ്രിഡ് സിസ്റ്റം വെക്കുന്ന എല്ലാവർക്കും ഒരു പേടിയാണ്. കാരണം അതിന് കംപ്ലൈന്റ് റേഷ്യോ കൂടുതലാണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ചാർജിങ് മെത്തേഡ് എല്ലാവർക്കും അറിയില്ലാത്തതുകൊണ്ടാണ്. അത് പെട്ടെന്ന് അങ്ങനെ പഠിച്ചെടുക്കാനും നമുക്ക് പ്രയാസമാണ്. ഇപ്പൊ ഇന്നത്തെ ക്ലാസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 30% 50% കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ പറ്റി കാണുള്ളൂ. കാരണം ഞാനും ഇത് ഒത്തിരി വർഷങ്ങൾ പഠിച്ചിട്ടാണ് എനിക്ക് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ചാർജിങ് മെത്തേഡും അതിന്റെ ഡിസ്ചാർജിങ് മെത്തേഡും ബാറ്ററിയുടെ ഓരോ പാരാമീറ്റേഴ്സും നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ ഫോർട്ട് ചാർജ് അങ്ങനെയുള്ള ചാർജിങ് മെത്തേഡ്സ് എല്ലാം നമ്മൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ മാത്രമേ ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്കത് കൂടുതലായിട്ട് ഇനിയുള്ള തുടർന്ന ക്ലാസ്സിൽ നമ്മൾ നോക്കും. അടുത്ത ആഴ്ച നമ്മൾ പരിചരിക്കുന്നത് ബാറ്ററിയെ കുറിച്ചാണ്. ആ ബാറ്ററി ഈ ചാർജിങ് മെത്തേഡുമായിട്ട് കുറച്ച് ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ലിഥിയം ബാറ്ററിയുടെ വർക്ക് ഫംഗ്ഷൻ, അതേപോലെ സാധാ ബാറ്ററി, അതിന്റെ ഡിസ്ചാർജ് റേറ്റിംഗ്, അതേപോലെ തന്നെ DOD കൂടുമ്പോൾ അതിന്റെ സ്റ്റോറേജ് എങ്ങനെ വ്യത്യാസപ്പെടുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. പ്രസീസ് സാർ അതിന് നല്ല എക്സ്പെർട്ട് ആണ്. സാർ അതിന്റെ സാർ R&D ആണ്. അതേപോലെ ഇൻവെർട്ടറും MPPT ചാർജറും ഒക്കെ നന്നായിട്ട് ഡിസൈൻ ചെയ്യുന്നു. അത് ആ സാറിന്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യുന്നതിന് നമുക്ക് പ്രസീസ് സാറിന് നമുക്ക് നന്ദി കൊടുക്കാം. അതുപോലെ തന്നെ സെബിൻ ടെക്നോളജിയിൽ എക്സ്പെർട്ട് ആണ്. അതായത് ഒരു പ്രോഡക്റ്റിന്റെ A to Z ചെയ്യാനായിട്ട് സെബിന് നല്ല നോളജ് ഉണ്ട്. അത് R&D, അതുപോലെ തന്നെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ തന്നെയാണ് സെബിൻ ചെയ്യുന്നത്. അതിൽ അവരുടെ ഏരിയ എന്ന് പറയുന്നത് മുണ്ടക്കയം ഈ ലൈറ്റ്നിങ് ഏരിയ ആയതുകൊണ്ട് ലൈറ്റ്നിങ് പ്രൊട്ടക്റ്റിന് വേണ്ടി സെബിൻ തന്നെ കുറെ ഡിസ്കവർ ചെയ്ത് കണ്ടെത്തിയ കുറെ മെത്തേഡ്സ് ഒക്കെ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുട്ടിക്കാനം ആ സൈഡിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് ഇവരുടെ വെച്ചിട്ട് വലിയ കംപ്ലൈന്റ് റേഷ്യോ ഇല്ല. അതാണ് അവരുടെ ഒരു സെയിൽസിന്റെ ഒരു പ്രത്യേകത. ഓൾ കേരള നമുക്കിവിടെ 7 kV ടെസ്റ്റ് ചെയ്യാനുള്ള മെഷീൻ ഉണ്ട്, സർജ് ടെസ്റ്റർ. ഓക്കെ, അത് സെബിന്റെ ഒരു പ്രത്യേകത. അതേപോലെ ഗ്ലാസ് ട്യൂബ് വെച്ചിട്ടുള്ളതും ലൈറ്റിംഗ് പ്രൊട്ടക്ടറും അങ്ങനെയുള്ള പല മെത്തേഡ്സ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അവർക്ക് നല്ലൊരു R&D സെക്ഷൻ ഉണ്ട്. ഇനി രജിത്ത് എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു 12 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ബാറ്ററിയിൽ വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് വ്യത്യസ്ത തരം കംപ്ലൈന്റും കാര്യങ്ങളും ഒക്കെ ചാർജറിനെ സംബന്ധിച്ച് ബാറ്ററി സംബന്ധിച്ചൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റി. ഇനിയും നമുക്ക് അടുത്തുള്ള ക്ലാസ്സുകളിൽ അവർ വന്ന് നമുക്ക് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യും. ഇതൊരു തുടക്കം മാത്രമാണ്. അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ അധികം മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക്
വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു ഏറ്റവും സോളാറിൽ നല്ലൊരു പ്രയാസമുള്ളൊരു സബ്ജക്റ്റ് ആണ്, പഠിച്ചെടുക്കാൻ പ്രയാസമാണ്. കുറെ കാൽക്കുലേഷൻ ഉണ്ട്, അതിന്റെ ഡിസ്ചാർജ് പാരാമീറ്റേഴ്സ് എല്ലാം നമ്മൾ നോക്കാനുണ്ട്. അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് ഇതിൽ ചർച്ച ചെയ്യാം. അടുത്ത ആഴ്ച നമുക്ക് ബാറ്ററി ബാറ്ററിയെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടും അതെങ്ങനെ കണക്ട് ചെയ്യാം, അതിന്റെ ഡിസ്ചാർജ്, സ്റ്റോറേജ്, അവയെല്ലാം നമുക്ക് ലിഥിയം ബാറ്ററിയുടെ അഡ്വാൻറ്റേജ്, അത് ലിഥിയം ബാറ്ററി സാധാ ബാറ്ററി തമ്മിലുള്ള പ്രൈസ് ഡിഫറൻസ് ഏതാണോ ഇപ്പോൾ മോസ്റ്റ് അഡ്വാൻറ്റേജ്, അതുപോലെ കംപ്ലൈന്റ് റേഷ്യോ കുറവ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ആഴ്ച നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് ഇത് പങ്കുപറ്റി. ഏകദേശം 60 പേരോളം ഇന്ന് ക്ലാസ്സിൽ പങ്കെടുത്തു. ഒരാഴ്ചയും നമ്മുടെ ഇതിന് ക്ലാസ്സിന് ആള് കൂടി വരുന്നുണ്ട്. അതതിന്റെ ക്ലാസ്സിന്റെ ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണെന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സെബിൻ, താങ്ക്സ്. Thank you. Thank you, sir. Thank you. Rijit. Thank you very much, sir. Thank you. Rijit. Okay, sir. Thank you. Thank you. Okay, thanks. Thank you, sir. Thank you, sir. Okay, sir. Thank you.